നമ്മൾ ഇന്നലെ നിർത്തിയത് ഹോം റൂൾ മൂവ്മെന്റ് ആണ്. അപ്പൊ ഹോം റൂൾ മൂവ്മെന്റ് എങ്ങനെ അത് ഫിസിൽ ഔട്ട് ചെയ്തു, ആ ഡിസ്കഷൻ വരെ നമ്മൾ എടുത്തായിരുന്നു. ഇന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാന്ധിയൻ ഫേസ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എന്താ പറയാ, ഏറ്റവും കൂടുതൽ നമ്മൾ റിപ്പീറ്റ് അടിച്ച് പഠിക്കുന്ന ഒരു ഏരിയയും കൂടെയാണല്ലേ ഗാന്ധിയൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഗാന്ധിയുടെ സൗത്ത് ആഫ്രിക്കൻ പീരീഡ് അധികം എംഫസൈസ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്കറിയാം ഗാന്ധി ഏതാണ്ട് ഒരു 20 yearsോളം സൗത്ത് ആഫ്രിക്കയിൽ നിന്നിരുന്നു. അപ്പൊ അവിടുത്തെ ഇന്ത്യൻസ് ദേ വെർ ഫേസിങ് ലോട്ട് ഓഫ് ഡിസ്ക്രിമിനേഷൻ, റേഷ്യൽ ഡിസ്ക്രിമിനേഷനും മറ്റു പലതരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻസും അവർ ഫേസ് ചെയ്യുമായിരുന്നു. അപ്പൊ അതിനെതിരെ എന്താ പറയാ, അവിടുത്തെ ഇന്ത്യൻസിനെ എംപവർ ചെയ്യുക, അവരെ പൊളിറ്റിസൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ലീഡ് ചെയ്യുക അല്ലെ. അതുപോലെ തന്നെ ഗാന്ധിയുടെ സത്യാഗ്രഹ, പാസീവ് റെസിസ്റ്റൻസ്, ഇങ്ങനത്തെ ടെക്നിക്കുകളൊക്കെ ഗാന്ധി ആദ്യം എംപ്ലോയ് ചെയ്യുന്നതും സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ കിട്ടിയ എക്സ്പീരിയൻസും അതുപോലെ ആ മെത്തേഡ്സിന്റെ സക്സസും ഒക്കെ ഗാന്ധിക്ക് ഇവിടെ ഇന്ത്യയിൽ അപ്ലൈ ചെയ്യാനൊരു ഊർജം നൽകി അല്ലെ. അപ്പം ആ സൗത്ത് ആഫ്രിക്കൻ പീരീഡ് നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ല, പക്ഷെ എങ്കിലും നമ്മൾ അത് സ്കിപ്പ് ചെയ്യരുത്. ഗാന്ധിയുമായി അസോസിയേറ്റ് ചെയ്ത ഒറ്റ ഫേസും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ നിങ്ങളത് ഓരോന്നും പഠിക്കുക. ഇപ്പം അവിടെ കുറച്ച് എന്താ പറയാ, കുറെ അധികം ഒപ്രസീവ് ആക്ടുകളൊക്കെ ഉണ്ടല്ലോ. ദർ വാസ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇന്ത്യൻ മൈഗ്രേഷൻ, അതുപോലെ ദർ വാസ് നള്ളിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ മാരേജസ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ പോൾ ടാക്സ് അപ്പോൺ ദി എക്സ് ഇൻഡെൻജേർഡ് ലേബറേഴ്സ്, അതുപോലെ ഇന്ത്യൻസ് വെയർ സപ്പോസ് ടു കീപ്പ് എ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അപ്പൊ ഇങ്ങനത്തെ പല ഒപ്രസീവ് മെഷേഴ്സ് ഉണ്ട്. പിന്നെ ഗാന്ധി ആ സമയത്ത് 2 ഇമ്പോർട്ടന്റ് ഫാമുകൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു, ഫീനിക്സ് ഫാമും ദ ടോൾസ്റ്റോയി ഫാമും. അപ്പൊ ഈ ഫാമുകളാണ് ശരിക്കും പിന്നീട് ഗാന്ധി ഇന്ത്യയിൽ വരുമ്പം ആശ്രമങ്ങൾ തുടങ്ങില്ലേ, ആ ആശ്രമങ്ങൾക്കുള്ള ഇൻസ്പിറേഷൻ കിട്ടുന്നത് ഗാന്ധിയുടെ ഈ ഫാംസിൽ നിന്നാണ്. അല്ലെങ്കിൽ അത് ശരിക്കും എന്തിനാ ഈ ഫാം അവിടെ തുടങ്ങിയത്, എന്താ ടോൾസ്റ്റോയി ഫാമും ഫീനിക്സ് ഫാമും ഒക്കെ എന്തിനാ തുടങ്ങിയത് സൗത്ത് ആഫ്രിക്കയിൽ? ആ ആ അതെ അതെ അതെ. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഗാന്ധി ഇങ്ങനെ സത്യാഗ്രഹവും ഇങ്ങനത്തെ സമരമുറകളൊക്കെ ചെയ്ത് കാണിക്കുമ്പോൾ അവിടെ ഒത്തിരി ഇന്ത്യൻസും ഗാന്ധിയുടെ കൂടെ സമരം ചെയ്യാനും സത്യാഗ്രഹം ഇരിക്കാനും ഒക്കെ പോകത്തില്ലേ. അപ്പൊ കുറെ ആളുകളെ എന്ത് ചെയ്യും, ഈ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി ജയിലിലിടും, മാസങ്ങളും വർഷങ്ങളും ഒക്കെ ചിലപ്പോൾ ജയിലിലിടും. അപ്പൊ അങ്ങനെ വരുമ്പം ഇവരുടെ കുടുംബങ്ങളും കുട്ടികളും എങ്ങനെ ജീവിക്കും, അവർക്ക് ആരാണ് ആശ്രയം? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഗാന്ധി എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഫാമുകൾ തുടങ്ങുന്നത്. അപ്പൊ ഇങ്ങനെ തന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് നിന്ന് ഡൊണേഷൻസും അല്ലെങ്കിൽ ചാരിറ്റി ആയിട്ടൊക്കെ കിട്ടുന്ന ലാൻഡൊക്കെ ഏറ്റെടുത്ത് പുള്ളി എന്ത് ചെയ്യും, ഫാംസ് സെറ്റപ്പ് ചെയ്യും. ആൻഡ് ദാറ്റ് ഫാം എന്ന് പറയുന്നത് എന്താണ്, ഒരു സെൽഫ് സഫിഷ്യന്റ് യൂണിറ്റ് ആണ്. അപ്പൊ അവിടെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് അവിടുത്തെ ആളുകൾക്ക് വേണ്ട ഭക്ഷണം അവർ ഉൽപ്പാദിപ്പിക്കും. ഇപ്പൊ പാല് അങ്ങനത്തെ ഉൽപ്പന്നങ്ങളൊക്കെ, അതിനു വേണ്ടിയിട്ട് പശുക്കളും മറ്റു കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അവിടുത്തെ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് അവിടെയുള്ള ആളുകൾ തന്നെയായിരിക്കും. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഒരു സെൽഫ് സഫിഷ്യന്റ് ആയിട്ടില്ല, ഗാന്ധിയുടെ ഒരു ഐഡിയ ഓഫ് സെൽഫ് സഫിഷ്യന്റ് വില്ലേജസ് ഇല്ലേ, അതിന്റെ ഒരു ചെറിയ റെപ്ലിക്കയാണ് ഈ ഫാം എന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ കുട്ടികൾ എന്താവരുത്, അവരുടെ അച്ഛനും ഒക്കെ ജയിലിലാണെങ്കിലും ആ കുട്ടികൾ അനാഥരാവരുത്, അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ, അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത്, അവരുടെ ഭാര്യമാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത്. ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഹി അക്സെപ്റ്റഡ് ലോട്ട് ഓഫ് ചാരിറ്റീസ്. ഇപ്പം ഇന്ത്യയിൽ നിന്ന് ഒത്തിരി വെൽത്തി ആയിട്ടുള്ള ആളുകളൊക്കെ ഗാന്ധിജിക്ക് പണവും ഒക്കെ അയച്ചു കൊടുക്കുമായിരുന്നു ടു റൺ ദിസ് ഫാംസ്. അപ്പം ഈ ഫാമുകളുടെ ഐഡിയയിൽ നിന്ന് ഇൻസ്പയർഡ് ആണ് എന്ത്, പിന്നീട് വരുന്ന ഗാന്ധിയൻ ആശ്രമങ്ങൾ ഇന്ത്യയിൽ പലയിടത്തും സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഗാന്ധിയൻ ഫേസ് ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ക്രൊണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻ, ഇപ്പൊ ഫീനിക്സ് ഫാം, നമ്മുടെ മറ്റേ ടോൾസ്റ്റോയ് ഫാം, ഇതിൽ ഏതാണ് ആദ്യം വന്നതെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ഇവന്റുകളുടെ ഒരു ക്രൊണോളജി എങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്ന ആ ഫേസ് മുതൽ എടുക്കാം. അപ്പൊ നമുക്കറിയാം ഗാന്ധി റിട്ടേൺ ചെയ്യുന്ന എപ്പോഴാണ്, 1915 ആണ്, 9th January ആണ്. ആ ദിവസത്തെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുക, പ്രവാസി ഭാരതീയ ദിവസ് അല്ലെ. അപ്പൊ അതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പറയുമ്പോൾ നമുക്കറിയാം ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഗുരു ആരാണ്, ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പം പുള്ളി എന്ത് ചെയ്തു, ഗാന്ധി തിരിച്ചു വന്നപ്പോൾ ഗാന്ധിയോട് എന്താ പറഞ്ഞത്, ഇമ്മീഡിയറ്റ്ലി ഒരു പാർട്ടിയിലും ജോയിൻ ചെയ്യരുത്, ഇമ്മീഡിയറ്റ്ലി ഒരു പൊളിറ്റിക്കൽ വർക്കും ഏറ്റെടുക്കരുത്, പകരം എന്ത് ചെയ്യണം, യു ഷുഡ് ഹാവ് എൻ ഐഡിയ അബൌട്ട് ഇന്ത്യ. അപ്പോൾ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാതെ ഒരു കാര്യത്തിലും ഇടപെടരുതെന്നൊക്കെ നിർദ്ദേശം കൊടുത്തു. അപ്പൊ ഗാന്ധി എന്ത് ചെയ്തു, ഇന്ത്യയിൽ വന്ന ഉടനെ ഹി ആക്ച്വലി ട്രൈ ടു
ട്രാവൽ അക്രോസ് ഇന്ത്യ, പലയിടത്തൊക്കെ ട്രാവൽ ചെയ്ത് ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കി, ഇന്ത്യൻസിന്റെ പ്രശ്നങ്ങളും ദുരിതങ്ങളും എന്താണെന്നൊക്കെ മനസ്സിലാക്കി അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ ബേസിസിൽ പിന്നീട് പുള്ളി ആദ്യമായിട്ട് എന്താ പറയാ ഒരു സമരങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട 3 സമരങ്ങളുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ചമ്പാരൻ, ഖേഡ, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. അപ്പം ചമ്പാരന്റെ എന്താണ് ബേസിക്കലി അതെവിടെയാ? ചമ്പാരൻ എവിടെയാണ്? ബീഹാറിലാണ്. ബീഹാറിന്റെ നമ്മൾ ജോഗ്രഫിയിൽ ടെറായി റീജിയൻസ് പഠിക്കത്തില്ലേ? അപ്പൊ ആ ചമ്പാരൻ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ബീഹാറിന്റെ ഒക്കെ എന്താ പറയാ നേപ്പാൾ ബീഹാർ ബോർഡറിൽ വരുന്ന ഒരു റീജിയൻ ആണ് ചമ്പാരൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ പെസൻസിന്റെ ഇൻഡിഗോ പ്ലാന്റേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാനാണ് ആര് വരുന്നത്? നമ്മുടെ ഗാന്ധി ചമ്പാരനിലേക്ക് വരുന്നത് അല്ലെ. അപ്പൊ രാജ്കുമാർ ശുക്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഗാന്ധി അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. വേറെ ആരൊക്കെയാ ഗാന്ധിയുടെ കൂടെ പോകുന്നത്? രാജേന്ദ്ര പ്രസാദ്, JB കൃപലാനി, പിന്നെ ആരൊക്കെയാണ്? ആരൊക്കെയാണ്? അതെ, മഹാദേവ് ദേശായി, അങ്ങനെ കുറച്ചു പേര് പോകുന്നുണ്ട്. ഓക്കെ, നർഹരി പരീഖ് പോകുന്നുണ്ട്. അങ്ങനെ 3-4 പേരും പുള്ളിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഹി വാസ് ബേസിക്കലി അല്ലെങ്കിൽ എന്താണ് ചമ്പാരനില് ആളുകളെ ഏത് സിസ്റ്റത്തെ ആയിരുന്നു റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്? സംതിങ് കോൾഡ് ദ തീൻ കാഠിയ സിസ്റ്റം അല്ലെ. തീൻ കാഠിയ സിസ്റ്റം. തീൻ കാഠിയ സിസ്റ്റം എന്തായിരുന്നു? അതായത് ഒരു കർഷകനുള്ള ലാൻഡിന്റെ ഒരു 3/20th പാർട്ടിൽ ദേ വർ ഫോഴ്സിങ് ദ ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ് വർ ഫോഴ്സിങ് ഇന്ത്യൻ പെസൻസ് ആൻഡ് ഫാമേഴ്സ് ടു പ്ലാന്റ് ഇൻഡിഗോ അല്ലെ. അപ്പൊ ഇന്ത്യൻ ഫാമേഴ്സിനെ സംബന്ധിച്ച് ദേ റിയലി വാണ്ടഡ് ടു ഗ്രോ അതർ ക്രോപ്സ്, മറ്റ് സാധനങ്ങളൊക്കെയാണ് അവർ ഇഷ്ടപ്പെട്ടത്. ഹലോ, സൗണ്ട് ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ ഓൺലൈൻ? ഓക്കെ. അപ്പം മേ ബി ഒരാളുടെ കണക്ഷന്റെ പ്രശ്നം എന്തെങ്കിലായിരിക്കും. ഓക്കെ, അപ്പം തീൻകാഠ്യ സിസ്റ്റത്തിനെതിരെയായിരുന്നു ഗാന്ധിജിയുടെ ചമ്പാരൻ സത്യാഗ്രഹ അല്ലെ. ആൻഡ് ഈ ഇൻസിഡന്റിന്റെ പ്രത്യേകത എന്താണ്? ഗാന്ധിയുടെ ആദ്യത്തെ സിവിൽ ഡിസൊബീഡിയൻസ് ഇൻ ഇന്ത്യ. കാരണം പുള്ളി ചമ്പാരൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ അതോറിറ്റീസ് പറഞ്ഞു ഗാന്ധി യു ഷുഡ് ഗോ ബാക്ക്. അപ്പൊ ഗാന്ധി എന്ത് ചെയ്തു? ഹി ഡിസൊബേഡ് ദാറ്റ് ഓർഡർ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്തെന്ന് പറയാ? സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയാം. ഗാന്ധിസ് ഫസ്റ്റ് സിവിൽ ഡിസൊബീഡിയൻസ്. അപ്പം പുള്ളി എന്ത് ചെയ്തു? ഫൈനലി ദ ഗവൺമെന്റ് വാസ് ഫോഴ്സ് ടു ഫോർമുലേറ്റ് എ കമ്മിറ്റി ടു എൻക്വയർ ഇൻ ടു ദി grievances of the peasants. അപ്പൊ അവസാനം ഗാന്ധി വാസ് ഓൾസോ ആഡഡ് ആസ് എ മെമ്പർ ഓഫ് ദാറ്റ് കമ്മിറ്റി. ആൻഡ് ഗാന്ധി എന്ത് ചെയ്തിരുന്നു? ചമ്പാരൻ മുഴുവൻ വിസിറ്റ് ചെയ്ത് ഹി ഹാഡ് ആക്ച്വലി കളക്ടഡ് സം 80,000 പെസൻസിന്റെ ഡേറ്റ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. സോ വിത്ത് ദാറ്റ് ഡേറ്റ ഇറ്റ് വാസ് ഈസി ഫോർ ഹിം ടു കൺവിൻസ് ദി കമ്മീഷൻ ദാറ്റ് ദ തീൻകാഠിയ സിസ്റ്റം ഈസ് വെരി വെരി എക്സ്പ്ലോയിറ്റേറ്റീവ്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്മീഷൻ എന്ത് ചെയ്തു? കമ്മീഷൻ റൂൾഡ് ഇൻ ഫേവർ ഓഫ് ദി പെസൻസ്. ആൻഡ് എന്ത് ചെയ്തു? ഗാന്ധി വാസ് സക്സസ്ഫുൾ ഇനഫ് ടു get a 25% refund to the peasants. അവരുടെ കയ്യിൽ നിന്ന് ഇല്ലീഗലി എക്സ്ട്രാക്ട് ചെയ്ത ഒരു 25% ഡ്യൂസ് തിരിച്ചു കൊടുക്കാൻ ആ കമ്മീഷൻ ഓർഡർ ഇട്ടു. അപ്പൊ പെസൻസിനെ സംബന്ധിച്ച് ദാറ്റ് വാസ് എ ഗ്രേറ്റ് റിലീഫ്. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താണ് നമ്മൾ കാണുന്നത്? അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് അല്ലെ. ഇത് ആക്ച്വലി അടുത്ത സ്ലൈഡിലാണ് കിടക്കുന്നത് കേട്ടോ. അടുത്ത സ്ലൈഡിലാണ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കും ഖേഡയും കിടക്കുന്നത്. അപ്പൊ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗാന്ധിസ് ഫസ്റ്റ് ഹങ്കർ സ്ട്രൈക്ക്. അപ്പൊ എന്തായിരുന്നു? പ്ലേഗ് ബോണസ് ഡിസ്കണ്ടിന്യൂ ചെയ്തായിരുന്നു അഹമ്മദാബാദിലെ മിൽ ഓണേഴ്സ് അസോസിയേഷൻ അല്ലെ. അപ്പൊ ആളുകളെ സംബന്ധിച്ച് ഇത് ഇയർ നോക്കിക്കേ, 1918 ആണ്. വേൾഡ് വാർ 1 ഫിനിഷ് ചെയ്തൊരു ഇയർ ആണ്. അപ്പൊ എന്താണ്? ഭയങ്കരമായിട്ടുള്ള വിലക്കയറ്റവും സാധനങ്ങളുടെ ഷോർട്ടേജും അങ്ങനെ പലതരം പ്രതിസന്ധികൾ ആർക്കുണ്ട്? സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കുണ്ട്. അപ്പം എന്താണ്? യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും ദേ റിയലി വാണ്ടഡ് സം ഹൈക്ക് ഇൻ ദെയർ വേജസ്. പക്ഷെ എന്താണ്? ആ പ്ലേഗ് പീരീഡിൽ അവർക്ക് കൊടുത്തിരുന്ന ഒരു ബോണസ് ഓണേഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മുടെ മിൽ വർക്കേഴ്സ് എന്ത് ചെയ്യുന്നത്? സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പം ഗാന്ധി ആദ്യമേ റെക്കമെൻഡ് ചെയ്തിരുന്നു ഒരു ട്രൈബ്യൂണലിന് വിട്ടുകൊടുത്തിട്ട് ലെറ്റ് ദ ട്രൈബ്യൂണൽ ഡിസൈഡ്. പക്ഷെ ഓണേഴ്സ് അതിന് തയ്യാറായില്ല. പിന്നീട് ദർ വാസ് സ്ട്രൈക്ക് ബൈ ദി വർക്കേഴ്സ്. പിന്നെ വർക്കേഴ്സിന്റെ സ്ട്രൈക്ക് ഒന്ന് എന്താ പറയുക അതിന്റെ മൊമെന്റം കുറഞ്ഞപ്പോൾ ഗാന്ധി ഹിംസെൽഫ് അണ്ടർടുക്ക് ദി ഫാസ്റ്റിംഗ്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഇവൻച്വലി ദ മിൽ ഓണേഴ്സ് അസോസിയേഷൻ വാസ്, ആരായിരുന്നു അതിന്റെ പ്രസിഡന്റ്? അംബാലാൽ സാരാഭായ്. ഇദ്ദേഹത്തിന്റെ
സിസ്റ്റർ ആയിട്ടുള്ള അനസൂയ സാരാഭായി വാസ് എ ഫോളോവർ ഓഫ് ഗാന്ധി ആൻഡ് ഹിസ് ഫ്രണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷീ കൈൻഡ് ഓഫ് ആക്ടഡ് ആസ് എ മീഡിയേറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ എനിവേസ് എന്ത് ചെയ്തു, ബിക്കോസ് ഓഫ് ദീസ് സ്ട്രൈക്സ് ഫൈനലി എന്ത് ചെയ്തു, എന്താണ്, ദ മാറ്റർ വാസ് ലെഫ്റ്റ് ടു എ ട്രൈബ്യൂണൽ. അപ്പൊ ട്രൈബ്യൂണൽ എന്ത് ചെയ്തു, ദ ഡിസൈഡഡ് ടു ഇൻക്രീസ് എ 35% ഹൈക്ക് കൊടുക്കാൻ തീരുമാനിച്ചു, അല്ലെ. അപ്പൊ അതായിരുന്നു നമ്മുടെ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. പിന്നെ പോകുന്നത് എന്താണ്, ഖേഡ സത്യാഗ്രഹമാണ്, അഗെയിൻ ഇൻ 1918. അപ്പൊ ഒരു ക്രൊണോളജി ചോദിച്ചാലും ആദ്യം വരുന്നത് അഹമ്മദാബാദ് ആണ്, ദോ ഇറ്റ് ഈസ് ഇൻ 1918. പിന്നെ വരുന്നതാണ് ഖേഡ. അപ്പൊ ഖേഡ എന്ന് പറയുന്നത് എന്താണ്, അഗെയിൻ ഇൻ ഗുജറാത്ത് ആണ്. ഗുജറാത്തിലെ ഒരു അഗ്രികൾച്ചറൽ ഏരിയ ആണ് ഖേഡ. അപ്പൊ അവിടുത്തെ എന്താ പറയാ, ആ വർഷം ഭയങ്കരമായിട്ടുള്ള ഡ്രൗട്ട് കാരണമൊക്കെ എന്താണ്, ക്രോപ്പ് പ്രൊഡക്ഷൻ വളരെ കുറഞ്ഞുപോയി. അപ്പൊ അന്നത്തെ എക്സിസ്റ്റിംഗ് ആ റീജിയണിൽ ഒരു റവന്യൂ കോഡ് ഉണ്ടായിരുന്നു. അതായത് ഇഫ് ദ പ്രൊഡക്ഷൻ ഗോസ് ബിലോ 1/4 ഓഫ് ദ യൂഷ്വൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം, റവന്യൂ ഡിമാൻഡ് ഷുഡ് ബി ഡ്രോപ്ഡ്. അല്ലെങ്കിൽ അത് ആ വർഷം പ്രൊഡക്ഷൻ അത്രയും കുറഞ്ഞിരുന്നാൽ പെസൻസിന്റെ അടുത്ത് നിന്ന് ടാക്സ് എന്ത് ചെയ്യാൻ പാടില്ല, മേടിക്കാൻ പാടില്ല. പക്ഷെ നമുക്കറിയാം ബ്രിട്ടീഷ് മെനി എ ടൈംസ് ദേ ആക്ടഡ് വെരി വെരി ഒപ്രസീവ്ലി, അല്ലെ. അതുകൊണ്ട് തന്നെ അവര് ഈ ഫാമേഴ്സിന്റെ അടുത്തു നിന്നൊക്കെ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, ഫോഴ്സിബിളി അവരുടെ അടുത്ത് നിന്ന് ആ ടാക്സ് എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ അതിനെതിരെയായിരുന്നു എന്തുണ്ടായിരുന്നത്, നമ്മുടെ ഖേഡ സത്യാഗ്രഹം ഉണ്ടാവുന്നത്. അപ്പം ഗാന്ധി എന്ത് ചെയ്തു, ഗാന്ധി എന്ത് ചെയ്തു, പാസീവായിട്ട് ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഹി ഗേവ് എ കോൾ ഫോർ നോട്ട് പേയിങ് ദി ടാക്സസ്. അപ്പോൾ കുറെ പേരുടെയൊക്കെ എന്താ പറയുക, ഇല്ലീഗലി നമ്മുടെ ഗവൺമെന്റ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. പക്ഷെ കുറെ പേരൊക്കെ ദേ കൈൻഡ് ഓഫ് റെസിസ്റ്റഡ് പേയിങ് ദിസ് ടാക്സസ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുന്നത്, അതെ. പിന്നെ എങ്ങനെയാ ഇതിന്റെ ഒരു എൻഡ് വരുന്നത്, ഉറക്കെ പറ. അതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഫൈനലി എന്താ സംഭവിക്കുക, ഹൗ ഡിഡ് ദ മാറ്റർ എൻഡ്? അതായത് അവസാനം ഈ എന്താ പറയാ, അവസാനം ഈ ആളുകൾ സ്ട്രൈക്ക് ചെയ്യുകയും സമരം വിളിക്കുകയൊക്കെ ചെയ്ത അവസാനം എന്ത് ചെയ്തു, ദർ വാസ് എൻ ഓർഡർ ടു എന്താണ്, സസ്പെൻഡ് ദി റവന്യൂ കളക്ഷൻ ഫോർ ദി ഇയർ ആൻഡ് ദി അപ്കമിങ് ഇയർ, ആൻഡ് ഓൾസോ കോൺഫിസ്കേറ്റ് ചെയ്ത ആളുകളുടെ ലാൻഡ് ഒക്കെ തിരിച്ചു കൊടുക്കാനും ഓർഡറായി. അപ്പൊ അതാണ് നമ്മുടെ ഈ 3 സ്ട്രഗിൾസ്, ഗാന്ധിയുടെ ഏർലി ഫേസ്. അപ്പൊ ഈ 3 സ്ട്രഗിൾസും ഗാന്ധി ഒരു ഓൾ ഇന്ത്യ ഫിഗർ ആക്കി മാറ്റി, അല്ലെ. ആൻഡ് ദീസ് സ്ട്രൈക്സ് വെയർ ആക്ച്വലി എന്താണ്, സക്സസ്ഫുൾ ഓൾസോ, അല്ലെ. അപ്പം അതുകൊണ്ട് തന്നെ ഗാന്ധിയുടെ ഇങ്ങനത്തെ പാസീവ് റെസിസ്റ്റൻസ്, സത്യാഗ്രഹ, ഇങ്ങനത്തെ ടെക്നിക്കുകളൊക്കെ ആളുകൾക്ക് അതിലൊരു വിശ്വാസം വന്നു, അല്ലെ. അപ്പൊ അത് ഭയങ്കരമായിട്ട് പുള്ളിയുടെ ഇമേജ് കൂട്ടി. അപ്പൊ അങ്ങനെ 1918 വളരെ വളരെ എന്താ പറയാ, ഫേമസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഗാന്ധിജിക്ക് വേറൊരു ഇഷ്യൂ വീണ് കിട്ടുവാണ്. എന്താണത്, ദി റൗലത്ത് സത്യാഗ്രഹ. അത് എന്തിനെതിരെയായിരുന്നു, റൗലത്ത് ആക്ട്. റൗലത്ത് ആക്ടിന്റെ വേറൊരു പേരെന്താ, ദി അനാർക്കിക്കൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട്. ഇപ്പൊ നോക്കിക്കേ, 1919 അപ്പൊ നമുക്കറിയാം നമുക്ക് ഫസ്റ്റ് ഫേസ് ഓഫ് റെവല്യൂഷണറി നാഷണലിസം ഏകദേശം ഒക്കെ എൻഡ് ചെയ്തിരുന്നു. പക്ഷെ എങ്കിലും അവിടെ ഇവിടെയൊക്കെ ഇതിന്റെ എലമെന്റ്സ് കിടപ്പുണ്ട്. അപ്പൊ ഈ ഇങ്ങനത്തെ റെവല്യൂഷണറി ആക്ടിവിറ്റീസിനെയും അതുപോലെ ആന്റി ഗവൺമെന്റ് ആക്ടിവിറ്റീസിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു അതല്ലേ. അപ്പൊ ബേസിക്കലി എന്തായിരുന്നു, വൈ ദ ആക്ട് വാസ് എ പ്രോബ്ലമാറ്റിക് തിങ്? It allowed for detention of Indians without trial for 1 or 2 years, അല്ലെ. അപ്പൊ അതെന്ന് വെച്ചാൽ എന്താണ്, ഡയറക്റ്റ് വയലേഷൻ ഓഫ് സിവിൽ ലിബർട്ടി ആണ്, അല്ലെ. റൈറ്റ് ടു ഫ്രീഡം അല്ലെങ്കിൽ റൈറ്റ് ടു ലൈഫ് എന്നൊക്കെ പറയുന്ന ബേസിക് ഹ്യൂമൻ റൈറ്റ്സിന്റെ വയലേഷൻ ആണ്. അപ്പൊ അതിനെതിരെയായിരുന്നു എന്ത്, ഗാന്ധിജി ഓർഗനൈസ്ഡ് ദി റൗലത്ത് സത്യാഗ്രഹം. റൗലത്ത് സത്യാഗ്രഹയുടെ സമയത്ത് ഗാന്ധിജി വേറെന്തോ ഒരു സാധനം, ഒരു സഭ, സത്യാഗ്രഹ സഭ. അപ്പം ഖേഡ സമരത്തിന്റെ സമയത്ത് പുള്ളി എന്തുണ്ടാക്കി, ഗുജറാത്ത് സഭ. ഖേഡ സത്യാഗ്രഹത്തിന്റെ സമയത്ത് ഗാന്ധി എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സഭയാണ് ഗുജറാത്ത് സഭ. എന്നാൽ റൗലത്ത് സത്യാഗ്രഹയുടെ സമയത്തോ സത്യാഗ്രഹ സഭ. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക, കാരണം ഗാന്ധിയുമായിട്ടുള്ള എല്ലാ ഇവന്റ്സും നമ്മൾ ഓർത്തു വെക്കണം. സത്യാഗ്രഹ സഭ വാസ് ഓർഗനൈസ്ഡ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് റൗലത്ത് സത്യാഗ്രഹം. ഓക്കെ, അപ്പം അങ്ങനെ റൗലത്ത് ആക്ട് പാസ്സാവുന്നു. അപ്പം റൗലത്ത് ആക്ടിനെതിരെ ഗാന്ധി കൊടുക്കുന്ന ഒരു സത്യാഗ്രഹ കോളാണ് എന്ത്, നമ്മുടെ റൗലത്ത് സത്യാഗ്രഹം. പക്ഷെ കാര്യങ്ങൾ എപ്പോഴാണ് കൈവിട്ടു പോകുന്നത്,
റൗലത്ത് സത്യാഗ്രഹയ്ക്കെതിരെ, റൗലത്ത് ആക്ടിനെതിരെ ഇന്ത്യയിൽ പലയിടത്തും പ്രൊട്ടസ്റ്റുകളും മീറ്റിങ്ങുകളും നടന്നു. അപ്പം പഞ്ചാബിലെ രണ്ടാളുകളെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, ഡോക്ടർ സത്യപാൽ ആൻഡ് സൈഫുദ്ദീൻ കിച്ലു. അപ്പൊ അവരെ അറസ്റ്റ് ചെയ്ത് എങ്ങോട്ടോ കൊണ്ടുപോയി. പിന്നെ അവരെ കുറിച്ചൊരു അറിവില്ല. അപ്പൊ വീണ്ടും സിറ്റുവേഷൻ വഷളായി. ആൻഡ് വീണ്ടും നമ്മുടെ സത്യാഗ്രഹവും സമരങ്ങളൊക്കെ പലയിടത്തും കണ്ടിന്യൂ ചെയ്തു. ആ കോണ്ടെക്സ്റ്റിൽ എന്ത് സംഭവിക്കുന്നു? ദ ജലിയൻ വാലാബാഗ്, ദ വെരി ഇൻഫേമസ് ജലിയൻ വാലാബാഗ് മസാക്കർ സംഭവിക്കുന്നു, അല്ലെ? അപ്പൊ എന്താണ്, മൈക്കൽ ഒ ഡയർ എന്ന് പറയുന്ന ഒരു ഓഫീസർ ഹി ഫയർഡ് അപ്പോൺ അൺആംഡ് സിവിലിയൻസ് എന്നുള്ളതാണ്, അല്ലെ? വിത്തൗട്ട് ഗിവിംഗ് ദം എനി വാർണിംഗ്സ് ഓർ എനി ഓപ്പർച്യൂണിറ്റി ടു ലീവ് ദ ഏരിയ. അപ്പൊ അത് ഭയങ്കര ഒരു നമ്മുടെ ഇന്ത്യൻസിന്റെ മനസ്സാക്ഷിയെ പിടിച്ചു കുലുക്കിയ ഒരു ഇവന്റ് ആയി മാറി, അല്ലെ? അപ്പൊ അതോടുകൂടി എന്താണ്, ഈ ബ്രിട്ടീഷ് ഭയങ്കര എത്ര ഒപ്രസീവും വളരെ സൈറ്റാനിക് റെജീം ആണെന്നുള്ളത് ഇന്ത്യൻസിന് മനസ്സിലായി. അതായത് കോപ്പറേഷൻ വിത്ത് സച്ച് എ സൈറ്റാനിക് റെജീം ഇസ് നോ മോർ പോസിബിൾ എന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തുവാണ്. അപ്പം എന്താണ്, അപ്പൊ അങ്ങനെ ആ ഒരു ജലിയൻ വാലാബാഗ് മസാക്കറും ഈ വയലൻസും ഒക്കെ കാരണം തന്നെ ഗാന്ധി എന്ത് ചെയ്യുന്നുണ്ട്, ഈ റൗലത്ത് സത്യാഗ്രഹം വിഡ്രോ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും നമുക്ക് വേറൊരു ഇഷ്യൂ വീണ് കിട്ടുന്നുണ്ട്. എന്താണത്? ദ ഖിലാഫത്ത് ഇഷ്യൂ, അല്ലെ? 1919 ആവുമ്പോഴേക്കും നമുക്ക് ഖിലാഫത്ത് ഇഷ്യൂ വീണ് കിട്ടുന്നുണ്ട്. അതെന്തായിരുന്നു? അത് ഫസ്റ്റ് വേൾഡ് വാറിന്റെ കോണ്ടെക്സ്റ്റിൽ ടർക്കി വാസ് ഡിഫീറ്റഡ് ആൻഡ് ദർ വാസ് എൻ അറ്റംപ്റ്റ് ടു എന്താണ് ഡീത്രോൺ ദി ഖലീഫ ഓർ ഡിസംപവർ ഹിം. പുള്ളി എൻജോയ് ചെയ്തിരുന്ന റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് പവേഴ്സ് ഒക്കെ പുള്ളിയുടെ അടുത്ത് നിന്ന് എടുത്തു കളയാനുള്ള ഇത്, അല്ലെ? അപ്പൊ അങ്ങനെ, അതായത് ബേസിക്കലി ദർ വാസ് എ പ്ലാൻ ടു ഡിസ്മെമ്പർ ടർക്കി ആൻഡ് എന്താണ് ഖലീഫയുടെ പവേഴ്സും പ്രിവിലേജസും ഒക്കെ കളയാനൊരു അറ്റംപ്റ്റ്, അല്ലെ? അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇന്ത്യയിലെ അടക്കം പല മുസ്ലിംസിനും ഇതൊരു ഇമോഷണൽ ഇഷ്യൂ ആയി മാറി. അവർക്കൊരു വളരെ ഇമ്പോർട്ടന്റ് ഇഷ്യൂ ആയി മാറി, അല്ലെ? അപ്പം ഗാന്ധി വന്നപ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി വാസ് എ പേഴ്സൺ ഹു ഹാഡ് ദ കപ്പാസിറ്റി ടു ബ്രിഡ്ജ് ഹിന്ദു മുസ്ലിം ഡിവൈഡ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗാന്ധി വിചാരിച്ചു മുസ്ലിംസ് നാഷണൽ മൂവ്മെന്റിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ നമുക്കറിയാം, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദം വെയർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഓൾഡ് അലിഗഡ് സ്കൂൾ. അപ്പം ഇതെന്താണ്, ദിസ് ഇസ് ദ റൈറ്റ് മൊമെന്റ് ടു ക്യാപ്ചർ ദെയർ അറ്റൻഷൻ. അപ്പൊ എന്ത് ചെയ്യണം, ഇവരെ ഒരുമിച്ച് നിർത്താനും ഹിന്ദു മുസ്ലിം യൂണിറ്റി ബ്രിഡ്ജ് ചെയ്യാനും ഒരു യുണൈറ്റഡ് നാഷണൽ ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റിയ അവസരമാണിത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഗാന്ധിജി ഡിസൈഡ്സ് ടു ടേക്ക് ഓവർ ദിസ് ഖിലാഫത്ത് ഇഷ്യൂ. അങ്ങനെ ഖിലാഫത്ത് ഇഷ്യൂ, അതുപോലെ തന്നെ ജലിയൻ വാലാബാഗ്, അല്ലെങ്കിൽ എന്താണ്, അൺടിൽ ദ ഖിലാഫത്ത് ഇഷ്യൂ ഇസ് റിസോൾവ്ഡ് ആൻഡ് അൺടിൽ ദി ജലിയൻ വാലാബാഗ് റോങ്സ് ആർ കറക്റ്റഡ്, എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു സമരം അല്ലെങ്കിൽ ഒരു സത്യാഗ്രഹം ലോഞ്ച് ചെയ്യാണ്. അതാണ് എന്ത്, നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ബേസിക്കലി വി ആർ ഗോയിങ് ടു നോ, അല്ലെങ്കിൽ എന്താണ്, ഇറ്റ് വാസ് എ കോൾ നോട്ട് ടു കോപ്പറേറ്റ് വിത്ത് ദി ബ്രിട്ടീഷ് ഗവൺമെന്റ്, അല്ലെ? അപ്പം എന്ത് ചെയ്യണം, എല്ലാ ലെവൽസിലും നമ്മൾ ബ്രിട്ടീഷുമായിട്ടുള്ള അസോസിയേഷൻ ഡ്രോപ്പ് ചെയ്യണം. ഇപ്പൊ ലെജിസ്ലേച്ചേഴ്സ് പോവാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ ബ്രിട്ടീഷ് ലോ കോഡ്സ് അവിടേക്ക് നമ്മൾ പോവാതിരിക്കുക, ബ്രിട്ടീഷ് കോളേജസ് സ്കൂൾസ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ബോയ്ക്കോട്ട് ചെയ്യുക, അല്ലെങ്കിൽ പോകാതിരിക്കുക, അല്ലെ? അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും എന്ത് ചെയ്യാണ്, വി ആർ ഗോയിങ് ടു നോട്ട് കോപ്പറേറ്റ് വിത്ത് ദി ബ്രിട്ടീഷ് ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ ആ ഒരു മൂവ്മെന്റ് ആണ് എന്ത്, നമ്മളുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, അല്ലെ? അപ്പം ഖിലാഫത്ത് ഇഷ്യൂ, നാഗ്പൂർ സെഷൻ ഓഫ് ദി INC. എന്താ നാഗ്പൂർ സെഷൻ ഓഫ് ദി INCയുടെ ഏറ്റവും വലിയ പ്രത്യേകത? നോൺ കോപ്പറേഷൻ എൻഡോഴ്സ് ചെയ്തു. യെസ്, വർക്കിംഗ് കമ്മിറ്റി, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി വരുന്നത് അവിടെയാണ്. പക്ഷെ വേറൊരു പ്രത്യേകതയുണ്ട് നാഗ്പൂർ സെഷന്. ഒഫീഷ്യലി കോൺഗ്രസ് എന്ത് എൻഡോഴ്സ് ചെയ്തു? അല്ല, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ മോഡ് ഓഫ് സ്ട്രഗിൾ കോൺഗ്രസ് എന്ത് ചെയ്തു, എൻഡോഴ്സ് ചെയ്തു. അതായത് ഗാന്ധി വന്ന് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ എൻഡോഴ്സ് ചെയ്യുന്നതാണ് ഏത്, നമ്മുടെ നാഗ്പൂർ സെഷൻ. അപ്പം അതുവരെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒഫീഷ്യലി എന്താണ് എൻഡോഴ്സ് ചെയ്തിരുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ മോഡ് ഓഫ് അജിറ്റേഷൻ ആണ്. പക്ഷേ ഗാന്ധിയുടെ സത്യാഗ്രഹ, ബോയ്ക്കോട്ട്, പാസീവ് റെസിസ്റ്റൻസ് ഇതെല്ലാം എന്താണ്? നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ മോഡ്സ് ഓഫ് അജിറ്റേഷൻ ആണ്. അപ്പൊ ഒഫീഷ്യലി കോൺഗ്രസ് എന്ത് എൻഡോഴ്സ് ചെയ്യുവാണ്? ഇനി മുതൽ കോൺഗ്രസിന്റെ അങ്ങോട്ടേക്കുള്ള എല്ലാ ആക്ടിവിറ്റീസും എന്തായിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് ഈസ് എൻഡോഴ്സിങ് എന്ത്, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ മോഡ്സ് ഓഫ് അജിറ്റേഷൻ ടു അറ്റൈൻ സെൽഫ് റൂൾ. ഓക്കെ, പിന്നെ അത് കൂടാതെ നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോയിന്റ്സ് വളരെ കറക്റ്റ് ആണ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എൻഡോഴ്സ് ചെയ്യുന്നു.
അതുപോലെ ആദ്യമായിട്ട് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റീസ് അപ്പോയിന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ വേറൊരു സാധനം ഉണ്ടല്ലോ, പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റീസ് വെർ ഓർഗനൈസ്ഡ് ഓൺ ലിംഗ്വിസ്റ്റിക് ലൈൻസ്, അല്ലേ? ശരിക്കും ഈ വർക്കിംഗ് കമ്മിറ്റി വേണം എന്നൊക്കെ പറഞ്ഞത് ശരിക്കും തിലക്കായിരുന്നു 1916. പക്ഷെ തിലക് അന്ന് പറഞ്ഞപ്പോൾ ആരും ചെവി കൊണ്ടില്ല. പക്ഷെ പിന്നീട് ഗാന്ധി വീണ്ടും അത് റെക്കമെൻഡ് ചെയ്തപ്പോൾ ദ കോൺഗ്രസ് ലീഡേഴ്സ് അക്സെപ്റ്റഡ് ദാറ്റ് റെക്കമെൻഡേഷൻ. അപ്പൊ അങ്ങനെ എന്താണ്, പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റീസ് വെർ ഫോംഡ് ഓൺ ലിംഗ്വിസ്റ്റിക് ബേസിസ് ആൻഡ് ഓൾസോ എന്താണ്, a 15-member Congress working committee was appointed to work as എന്താണ് ഒരു ത്രൂ ഔട്ട് ദ ഇയർ വർക്ക് ചെയ്യാനുള്ള ഒരു ബോഡി ആയിട്ട് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തു. ഓക്കെ, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ മോഡ്സ് ഓഫ് സ്ട്രഗിളും ഉണ്ട്, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ മോഡ്സ് ഓഫ് സ്ട്രഗിളും ഉണ്ട്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മോഡ്സ് ഓഫ് സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ ഗോയിങ് ടു സ്ട്രഗിൾ അല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു പ്രൊട്ടസ്റ്റ് വിതിൻ ദി ഫ്രെയിംവർക്ക് ഓഫ് ലീഗൽ ഫ്രെയിംവർക്കിനകത്ത് നിന്നുകൊണ്ടുള്ള മെത്തേഡ്സിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മോഡ്സ് ഓഫ് അജിറ്റേഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ലോ ഇറക്കി, ഗവൺമെന്റ് ഒരു ലോ പാസ്സാക്കി, അത് നമുക്ക് തോന്നുവാണ് അത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര റിപ്രസീവാണെന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കുറച്ച് സന്നദ്ധരായിട്ടുള്ള കുറച്ച് സിറ്റിസൺസ് എന്ത് ചെയ്യും, ഒരു പെറ്റീഷൻ എഴുതുന്നു. നമ്മൾ ഗവൺമെന്റിനോട് മര്യാദക്ക് റിക്വസ്റ്റ് ചെയ്യണം, ഈ ലോയ്ക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ദയവേദി ഈ ലോ റിപ്പീൽ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് എന്താണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പോയി നമ്മൾ ഒട്ടും വയലൻസോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ പീസ്ഫുൾ ആയിട്ട് കുറച്ച് സ്ലോഗൻ വിളിക്കുന്നു, കുറച്ച് മുദ്രാവാക്യം വിളിക്കുന്നു. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മോഡ്സ് ഓഫ് അജിറ്റേഷൻ. ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നിയമം അനുസരിക്കാതിരിക്കുന്നില്ല, നിയമത്തെ ഡിസൊബേ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന ഫ്രെയിംവർക്കിൽ നമ്മൾ പുറത്തു പോകുന്നില്ല. ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ മോഡ്സ് ഓഫ് അജിറ്റേഷൻ. പക്ഷേ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ മോഡ്സ് ഓഫ് അജിറ്റേഷൻ എന്ന് പറയുമ്പം സംടൈംസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വി വിൽ ബി ഗോയിങ് ഔട്ട് ഓഫ് ദാറ്റ് ലീഗൽ ഫ്രെയിംവർക്ക്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇന്ത്യൻസിന് ഉപ്പ് കുറുക്കാൻ അനുവാദം ഇല്ലായിരുന്നു, അപ്പൊ ഗാന്ധി എന്ത് ചെയ്തു, എന്നാൽ ഉപ്പ് കുറുക്കിയിട്ട് തന്നെ കാര്യം. അപ്പൊ ബേസിക്കലി എന്താ ചെയ്യുന്നത്, വി ആർ വയലേറ്റിംഗ് എ ലോ, അല്ലേ? അപ്പൊ അങ്ങനത്തെ ലീഗൽ ഫ്രെയിംവർക്കിന് പുറത്ത് നിന്നുകൊണ്ടുള്ള അജിറ്റേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ മോഡ്സ് ഓഫ് അജിറ്റേഷൻ. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് റെവല്യൂഷണറി നാഷണലിസം. എന്താണ്, വി ആർ ഡയറക്ട്ലി ടേക്കിംഗ് അപ്പ് ആംസ്. മനസ്സിലാവുന്നുണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷണൽ വേസ് ആണ്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തോ 3 P's, പ്രയർ, പെറ്റീഷൻ ആൻഡ് പ്രൊട്ടസ്റ്റ്, അത് പ്യുവർലി അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മോഡ്സ് ഓഫ് അജിറ്റേഷൻ ആണ്. അതാണ് വ്യത്യാസം. പിന്നീട് എക്സ്ട്രീമിസ്റ്റുകൾ കുറച്ചുകൂടെയൊക്കെ അതിനെ ബോയ്ക്കോട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചു. പക്ഷെ അഗെയിൻ എക്സ്ട്രീമിസ്റ്റുകൾക്ക് അത്രയും അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നില്ല. ദെൻ ലേറ്റർ ഓൺ ഗാന്ധിയൻ ഫേസ് വരുമ്പോഴാണ് കാര്യം, നിങ്ങൾ ആ സ്വദേശി മൂവ്മെന്റിന്റെ ലേറ്റർ ഫേസിൽ കാണുന്ന ബോയ്ക്കോട്ട് ഇതെല്ലാം പിന്നീട് ഗാന്ധി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു കാലം മാറി വന്നപ്പം those methods got acceptance. അതാണ് വ്യത്യാസം. ഓക്കെ, അതെ, പാസീവ് റെസിസ്റ്റൻസ് ഇതെല്ലാം നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് നാഗ്പൂർ സെഷൻ ഓഫ് ദി കോൺഗ്രസ് ഇത് പറഞ്ഞു. ആരായിരുന്നു ഇത് ഹെഡ് ചെയ്തത്, പ്രിസൈഡ് ചെയ്തത്? വിജയരാഘവാചാര്യർ. ഓക്കെ, എം ആണോ സി ആണോ? എം വിജയരാഘവാചാര്യർ. എം അല്ല സി, സോറി സി അല്ല എം വിജയരാഘവാചാര്യർ. അദ്ദേഹമാണത് പ്രിസൈഡ് ചെയ്യുന്നത്. എന്നാൽ നമുക്കറിയാം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പല സാധനങ്ങളും ബോയ്ക്കോട്ട് ചെയ്ത് നോൺ കോപ്പറേഷൻ വളരെ പ്രോഗ്രസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഉദ്ദേശം എന്തായിരുന്നു, സ്വരാജ് അറ്റൈൻ ചെയ്യുക. അപ്പൊ ഗാന്ധി ആളുകളോട് പറഞ്ഞ എന്താ, നിങ്ങൾ നോൺ കോപ്പറേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സ്വരാജ് വിൽ ബി അറ്റൈൻഡ് വിത്തിൻ എ ഇയർ. ആ ഒരു പ്രോമിസിലാണ് എന്ത് ചെയ്യുന്നത്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ലോഞ്ച് ചെയ്യുന്നത്. പക്ഷെ എന്താ സംഭവിക്കുന്നത്, ഗാന്ധി ഒരൊറ്റ കാര്യത്തിൽ വളരെ അഡമന്റ് ആയിരുന്നു, മൂവ്മെന്റ് ഷുഡ് ബി നോൺ വയലന്റ്. അത് ഒരിക്കലും ഗാന്ധി കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു വളരെ പ്രിൻസിപ്പിൾഡ് പേഴ്സണാലിറ്റിയാണ് ഗാന്ധി. പക്ഷെ എന്ത് സംഭവിക്കുന്നു, ഫെബ്രുവരിയിൽ ചൗരി ചൗര ഇൻസിഡന്റ് സംഭവിക്കുന്നു. അപ്പൊ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ അടുത്ത ലെവലായിട്ട് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് തുടങ്ങാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ലെവൽ 1 എന്ന് പറയുന്നത് നോൺ കോപ്പറേഷൻ ആണ്. അതിന്റെ ലെവൽ 2 ആയിട്ട് സിവിൽ ഡിസൊബീഡിയൻസ്, അതായത് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് എന്താണ് disobeying of a variety of laws and making it more consistent and anti-colonial, കുറച്ചുകൂടെ കൺസിസ്റ്റന്റ് ആൻഡ് അഗ്രസീവ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് നെക്സ്റ്റ് ലെവലിൽ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ എന്ത് പറ്റി, ബിക്കോസ് ഓഫ് ദി ചൗരി ചൗര ഇൻസിഡന്റ്
വിച്ച് വാസ് എ വയലന്റ് ഇൻസിഡന്റ് വിച്ച് ഹാപ്പൻഡ് ഇൻ നോർത്ത് ഇന്ത്യ. അപ്പൊ എന്ത് പറ്റുന്നു? ഗാന്ധി ഡിസൈഡ്സ് ടു വിഡ്രോ ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെ. അപ്പൊ അങ്ങനെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വിഡ്രോ ചെയ്യും ഫെബ്രുവരി 2022. ഇനി കോൺഗ്രസിന്റെ ആനുവൽ സെഷൻസ് എപ്പോഴാണ് നടക്കുക? ഡിസംബറിലാണ് നടക്കുക. അപ്പൊ ആ വർഷം 2022 സെഷൻ ആരാണ് പ്രിസൈഡ് ചെയ്യുന്നത്? CR ദാസ്. അപ്പൊ CR ദാസ്, മോത്തിലാൽ നെഹ്റു, ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റീസ് ഒക്കെ കുറെ അധികം കോൺഗ്രസ് ആളുകൾക്ക് എന്ത് ഇഷ്ടപ്പെട്ടില്ല? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സഡൻലി വിഡ്രോ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് ദ ഫെൽറ്റ് ദാറ്റ് ആ മൂവ്മെന്റ് വളരെ മൊമെന്റം അറ്റൈൻ ചെയ്ത് വരുമായിരുന്നു. അതായത് ആളുകൾ അടുത്ത ലെവലിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? പെട്ടെന്ന് സഡൻ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു, എന്ത്? വി ആർ ഗോയിങ് ടു വിഡ്രോ ദ മൂവ്മെന്റ് അല്ലെ. അപ്പൊ അതിൽ ഒത്തിരി പേർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് ആളുകളായിരുന്നു നമ്മുടെ CR ദാസും മോത്തിലാൽ നെഹ്റു, ഇങ്ങനത്തെ കുറച്ച് ആളുകൾ. അപ്പം എന്താ പറയാ, നമ്മുടെ മോത്തിലാൽ നെഹ്റുവും CR ദാസും എന്ത് ചെയ്തു? ഈ മൂവ്മെന്റ് വിഡ്രോ ചെയ്തതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ എന്ത് ചെയ്തു? അവരൊരു പുതിയ പാർട്ടി ഫോം ചെയ്തു. എന്താണ് ആ പാർട്ടിയുടെ പേര്? കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ്യ പാർട്ടി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് സിംപ്ലി നോൺ ആസ് ദി സ്വരാജ്യ പാർട്ടി അല്ലെ. അപ്പം അങ്ങനെ ഒരു പാർട്ടിയും ഇവര് ജോയിൻ ചെയ്തു. പക്ഷെ ആസ് എ പാർട്ടി വിത്തിൻ ദി കോൺഗ്രസ്, കാരണം കോൺഗ്രസിനെ ഒപ്പോസ് ചെയ്യുന്ന പാർട്ടിയല്ല, കോൺഗ്രസിനോട് അലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആയിട്ട് അതിനെ ഫോം ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്ന ഒരു കോൺഗ്രസിൽ വരുന്ന ഒരു ക്രൈസിസ് എന്താണ്? ഇത് നോൺ കോപ്പറേഷൻ്റെ ഒരു ടൈം ലൈൻ ആണ്. അപ്പൊ ഈ നിങ്ങൾ ഇതൊന്ന് നോക്കിക്കേ. ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ പ്രോഗ്രാം എൻഡോഴ്സ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സെഷൻ അറ്റ് കാൽക്കട്ടയിലാണ്. പക്ഷെ എന്തൊക്കെയാ നോൺ കോപ്പറേഷന്റെ പ്രോഗ്രാം നോക്കിക്കേ? ബോയ്ക്കോട്ട് ഓഫ് ഗവൺമെന്റ് സ്കൂൾസ് ആൻഡ് കോളേജസ്, അങ്ങനെ ലോ കോഡ്സ്, ഇതെല്ലാം ആണ്. ഓക്കെ, ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? നോക്കിക്കേ. കൺസിഡർ ദ ഫോളോയിങ് സബ്ജക്ട്സ് വിത്ത് റിഗാർഡ് ടു നോൺ കോപ്പറേഷൻ പ്രോഗ്രാം. ബോയ്ക്കോട്ട് ഓഫ് ലോ കോഡ്സ് ആൻഡ് ഫോറിൻ ക്ലോത്ത്സ്, കറക്റ്റ് ആണോ? ആണ്. ഒബ്സർവൻസ് ഓഫ് സ്ട്രിക്റ്റ് നോൺ വയലൻസ്, കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. റിട്ടൻഷൻ ഓഫ് ടൈറ്റിൽസ് ആൻഡ് ഓണേഴ്സ് വിത്തൗട്ട് യൂസിങ് ദം ഇൻ പബ്ലിക്, കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പഞ്ചായത്സ് ഫോർ സെറ്റിലിംഗ് ഡിസ്പ്യൂട്ട്സ്, കറക്റ്റ് ആണോ? ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഇല്ലല്ലേ? ഇത് നിക്ക് ഇത് ശരിയാണോ? ഇത് പഞ്ചായത്ത് ശരിയാണോ തെറ്റാണോ? ഏതാ തെറ്റെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ഓക്കെ, കുറച്ച് പേര് തെറ്റാന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവിടെ പ്രശ്നമുണ്ട്. ഇത് നോക്കിക്കേ. ഗവൺമെന്റ് തരുന്ന ടൈറ്റിൽസ് റിട്ടൈൻ ചെയ്യുക എന്നാണ് പറയുന്നത്. അങ്ങനെ റീറ്റെയിൻ ചെയ്യുകയാണോ ചെയ്തത്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ സമയത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഗാന്ധിജി, രവീന്ദ്രനാഥ് ടാഗോർ, ഇവരൊക്കെ റൗലത്ത് സത്യാഗ്രഹ, ജലിയൻ വാലാബാഗ്, ഇതിന്റെ കോണ്ടെക്സ്റ്റിലൊക്കെ എന്ത് ചെയ്തു? റിനൗൺസ് ചെയ്തോ? അപ്പൊ ഇവിടെ എന്താ കണ്ടോ? UPSC നമ്മളെ ട്രാപ്പ് ചെയ്യുന്ന ഒരൊറ്റ ഈ വേർഡിലാണ്, റിട്ടൻഷൻ. അപ്പൊ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ വായിക്കുമ്പോൾ നമ്മളിത് ശരിയാന്ന് എടുക്കും. റിട്ടൻഷൻ ഓഫ് ടൈറ്റിൽസ് ആൻഡ് ഓണേഴ്സ് വിത്തൗട്ട് യൂസിങ് ദം ഇൻ പബ്ലിക്, ഇങ്ങനെ ഒരു സാധനം വരുന്നതേ ഇല്ല. എന്താണ്? വി ആർ ഗോയിങ് ടു നോൺ കോപ്പറേറ്റ്. അപ്പൊ എന്താണ്? അല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു ബോയ്ക്കോട്ട് വാട്ട് എവർ ദ ടൈറ്റിൽസ്, വാട്ട് എവർ ദേ ആർ ഓഫറിങ് അല്ലെ. അപ്പൊ എന്താണ്? ടൈറ്റിൽസ് ഒക്കെ ഡ്രോപ്പ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഇത് തെറ്റാണ്. ഇനി ഇവിടെ എന്താ തെറ്റ്? ഇതിനകത്ത് എന്താ പ്രശ്നം? ലോ കോഡ്സ്, ബ്രിട്ടീഷ് ലോ കോഡ്സ് ബോയ്ക്കോട്ട് ചെയ്യാൻ ഒരു കോൾ ഉണ്ടല്ലോ. കോടതിയുടെ മെയിൻ ഉദ്ദേശം എന്താ? സെറ്റിലിംഗ് ദ ഡിസ്പ്യൂട്ട്സ്, അല്ലെങ്കിൽ ജസ്റ്റിസ് നിർവഹണം അല്ലെ. അപ്പൊ ഈ നമുക്ക് ഇംഗ്ലീഷ് ലോ കോഡ്സ് നമ്മൾ ബോയ്ക്കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാരലലി നമ്മുടെ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാൻ എന്തെങ്കിലും ഒരു സിസ്റ്റം വേണ്ടേ? അതാണ് വില്ലേജ് പഞ്ചായത്ത്. ഗാന്ധി എന്താ പറയുന്നത്? വർഷങ്ങളായിട്ട്, ഫോർ സെഞ്ചുറീസ്, ഇന്ത്യൻ വില്ലേജസ് അല്ലെങ്കിൽ ഇന്ത്യൻ പീപ്പിൾ ഹാഡ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൾഡ് വില്ലേജ് പഞ്ചായത്ത്സ്. അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്പ്യൂട്ട്സ് റിസോൾവ് ചെയ്തിട്ടില്ലേ? ഓൾദോ ആ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പ്രശ്നങ്ങളുണ്ട്. കാര്യം കാസ്റ്റ്, റിലീജിയൻ, ഇങ്ങനത്തെ ബേസിസിലൊക്കെ ആയിരിക്കും ഡിസിഷൻസ് നടക്കുക. അത് വേറെ കാര്യം. പക്ഷെ എങ്കിലും എന്താണ്? ദർ വാസ് എ സിസ്റ്റം ഇൻ പ്ലേസ്. എന്ത്? ഒരു സ്വദേശി സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിസ്റ്റം ഓൾവേസ് വാസ് ദെയർ. അപ്പൊ എന്താണ്? ഈ CDM ആയിക്കോട്ടെ, നോൺ കോപ്പറേഷൻ ആയിക്കോട്ടെ, ഈ പീരീഡിലൊക്കെ ബോയ്ക്കോട്ട്
ബ്രിട്ടീഷ് ലോ കോഡ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ പാരലി എന്തുണ്ട്? എൻഡോഴ്സ് ഇന്ത്യൻ സിസ്റ്റംസ്, അല്ലെങ്കിൽ ബോയ്ക്കോട്ട് ബ്രിട്ടീഷ് സ്കൂൾസ് ആൻഡ് കോളേജസ് എന്ന് പറയുമ്പോൾ അതിന് പാരലി എന്തുണ്ട്? എൻഡോഴ്സ് ഇന്ത്യൻ സ്കൂൾസ് ആൻഡ് കോളേജസ്. അതാണ് നമ്മൾ സ്വദേശി സ്കൂൾസും കോളേജസും ഒക്കെ ഈ പീരീഡിലും വരുന്നുണ്ട്, സ്വദേശി മൂവ്മെന്റിന്റെ പീരീഡിലും വരുന്നുണ്ട്. പിന്നെ എപ്പോഴും അങ്ങനെ ഇന്ത്യൻ കോളേജസും സ്കൂൾസും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ അണ്ടർലൈൻ ഇതെന്താണ്? നോൺ കോപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ ബോയ്ക്കോട്ടിങ് ദ ബ്രിട്ടീഷ് സ്കൂൾസ് ആണ്. അപ്പൊ എന്താണ് ഇത്? കറക്റ്റ് ആണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പഞ്ചായത്ത്സ് ഫോർ സെറ്റിലിംഗ് ഡിസ്പ്യൂട്ട്സ്. സ്പെക്ട്രം ഇതിൽ കറക്റ്റ് പറയുന്നുണ്ട്. സ്പെക്ട്രം കണ്ണു തുറന്നു വായിക്കുക. ഓക്കെ. അതെ അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സ്റ്റേറ്റ്ലെസ്, ക്ലാസ്ലെസ്, സെൽഫ് സഫിഷ്യന്റ് വില്ലേജസ് ആയിരുന്നു ഗാന്ധിയുടെ കിനാശേരി. കറക്റ്റ് ആണ്. അപ്പം ഇത് മാത്രമാണ് തെറ്റ്. ബാക്കിയെല്ലാം എന്താണ്? എന്താണ്? അതായത് ഇന്ത്യൻ സിസ്റ്റത്തിലേക്ക് തിരിച്ചു പോവാന്നൊരു കോൾ ഉണ്ട്. യെസ് യെസ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. നോൺ കോപ്പറേഷൻ പ്രോഗ്രാമിന്റെ ഒരു എന്താ പറയുക, ഒരു ഇൻഡയറക്റ്റ് സാധനം തന്നെയാണല്ലോ ഇത്. ബോയ്ക്കോട്ട് ചെയ്യുക, ലോ കോഡ്സ് ബോയ്ക്കോട്ട് ചെയ്താൽ പകരം എന്താ? യു ക്യാൻ ഗോ ബാക്ക് ടു ഇന്ത്യൻ സിസ്റ്റംസ് എന്നുള്ളതാണ്. അപ്പൊ അത് പലയിടത്തും വില്ലേജ് പഞ്ചായത്ത്സ് ഒക്കെ റിവൈവ് ചെയ്യുകയും അവര് ഡിസ്പ്യൂട്ട്സ് ഒക്കെ സെറ്റിൽ ചെയ്യുകയും ചെയ്തു. ഓക്കെ. അപ്പൊ ഇത് കറക്റ്റ് ആണ്. ഇത് തെറ്റാവാൻ ഒരു മാർഗവും ഇല്ല. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ്? 1ഉം 2ഉം 4ഉം കറക്റ്റ് ആണ്. 3 ശരിയാണെന്ന് തന്നെ എടുക്കാം. യെസ്, അതിനകത്ത് തെറ്റൊന്നും ഇല്ല. ഗാന്ധി ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ വില്ലേജ് പഞ്ചായത്ത് റിവൈവ് ചെയ്യരുതെന്നോ അതിലൂടെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് വരരുതെന്ന് എന്തായാലും പറയത്തില്ലല്ലോ. ഉറപ്പായിട്ടും യെസ്, നമുക്കത് കറക്റ്റ് ആയിട്ട് തന്നെ എടുക്കാം. അപ്പം കണ്ടോ, ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നു. നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് വായിച്ചിട്ട് പോവുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻ കിട്ടും. ഓക്കെ. കണ്ടോ, ബോയ്ക്കോട്ട് ലോ കോഡ്സ് ആൻഡ് ഡിസ്പെൻസേഷൻ ഓഫ് ജസ്റ്റിസ് ത്രൂ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ. ഇത് ഫോർമലായിട്ട് എനിക്ക് തോന്നുന്നു ഗാന്ധി കൊടുത്തൊരു കോള് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കണ്ടു. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ഇങ്ങനെ ചോദിച്ചു. 25 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ചോദ്യം വരിക. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ കോൺഗ്രസ് ഡിക്ലെയർഡ് ദി അറ്റൈൻമെന്റ് ഓഫ് സ്വരാജ് ബൈ ഓൾ ലെജിറ്റിമേറ്റ് ആൻഡ് പീസ്ഫുൾ മീൻസ് ടു ബി ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. അല്ലെ, സ്വരാജ് അറ്റൈൻ ചെയ്യാന്നുള്ള തന്നെയാണ് ഒബ്ജക്റ്റീവ്. It was to be implemented in stages with civil disobedience and non-payment of taxes for the next stage. Only if Swaraj did not come within a year, the government resorted to repression. അല്ലേ, സ്വരാജ് നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ സ്വരാജ് കിട്ടും. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ബി ലോഞ്ചിങ് ദി നെക്സ്റ്റ് ലെവൽ. എന്താണ്? സിവിൽ ഡിസൊബീഡിയൻസ്, ഫുൾ ഫ്ലെജ്ഡ് സിവിൽ ഡിസൊബീഡിയൻസ് സ്റ്റാർട്ട് ചെയ്യും. ഇത് തന്നെയാണ് അതിന്റെ ഉദ്ദേശവും. അല്ലെ. അപ്പൊ എന്താണ്? രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അപ്പൊ കണ്ടോ, വളരെ കൺസെപ്ച്വൽ ആ ചോദ്യം, ഫാക്ച്വൽ ആയിട്ടൊന്നും അല്ല. പക്ഷെ ആ ക്ലാരിറ്റി വേണം. എന്താണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, എന്താണ് നോൺ കോപ്പറേഷൻ പ്രോഗ്രാം, ഇതിൽ എന്തൊക്കെയുണ്ട്, ഇല്ല, അത്ര അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ എന്താണ്? അടുത്തൊരു ക്രൈസിസ്. അപ്പൊ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വിഡ്രോ ചെയ്ത കോണ്ടെക്സ്റ്റിൽ പിന്നീട് കോൺഗ്രസ് വരുന്ന ഒരു ക്രൈസിസ് ആണ് എന്ത്? സ്വരാജിസ്റ്റ് ആൻഡ് നോ ചേഞ്ചേഴ്സ്. അതായത് പ്രൊവിൻഷ്യൽ ലെവലിലേക്കൊക്കെ ഇലക്ഷൻസ് വരികയാണ്, അല്ലെങ്കിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഇലക്ഷൻസ് വരുമ്പോൾ വെദർ ടു അക്സെപ്റ്റ് ദി കൗൺസിൽസ്, അല്ലെങ്കിൽ വെദർ ടു ഗോ ടു ദ കൗൺസിൽസ് ഓർ നോട്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു. അല്ലെ. അപ്പം കൗൺസിൽ എൻട്രി വേണം എന്ന് ആർഗ്യൂ ചെയ്ത ഗ്രൂപ്പാണ് നമ്മൾ സ്വരാജിസ്റ്റുകൾ, അല്ലെങ്കിൽ പ്രോ ചേഞ്ചേഴ്സ് വിളിക്കും. കൗൺസിൽ എൻട്രി വേണ്ട, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബ്രിട്ടീഷുമായിട്ട് കണ്ടിന്യൂസ് നോൺ കോപ്പറേഷൻ ആണ്. കൗൺസിൽസിലേക്ക് എൻട്രി ചെയ്യാന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു ലെജിസ്ലേറ്റീവ് സിസ്റ്റത്തിലോട്ട് നമ്മൾ എൻട്രി ചെയ്യുകയെന്നാണ്. അപ്പം നമ്മൾ അവരോട് കോപ്പറേറ്റ് ചെയ്യുക എന്നാണല്ലോ അർത്ഥം. അപ്പൊ എന്ത് ചെയ്യുക? മറ്റേ സൈഡ് എന്താ ആർഗ്യൂ ചെയ്തു? ഒരു കാരണവശാലും നമ്മൾ കൗൺസിൽസിൽ എൻട്രി ചെയ്യരുത്, കാരണം ദാറ്റ് ഇസ് ഇക്വലന്റ് ടു കോപ്പറേറ്റിംഗ് വിത്ത് ദി ബ്രിട്ടീഷ്. അപ്പൊ എന്ത് ചെയ്യണം? ബോയ്ക്കോട്ട് ചെയ്യണം. ഇവരുടെ ഇലക്ഷനും വേണ്ട, കൗൺസിൽ എൻട്രിയും വേണ്ട, ഒന്നും വേണ്ട. പകരം നമ്മൾ എന്തിലേക്ക് തിരിയണം? കൺസ്ട്രക്റ്റീവ് വർക്ക്. എന്തൊക്കെയാ കൺസ്ട്രക്റ്റീവ് വർക്ക് എന്ന് പറയുന്നത്? ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് അവരിലെ കുറച്ചുകൂടെ മൊബിലൈസ് ചെയ്ത് അവരിലെ പ്രശ്നങ്ങളൊക്കെ ബ്രിഡ്ജ് ചെയ്യുക. എന്തൊക്കെയാണ്? ഹിന്ദു മുസ്ലിം യൂണിറ്റി ബ്രിഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി, ഇങ്ങനത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെയുള്ള പ്രശ്നങ്ങളെ ബ്രിഡ്ജ് ചെയ്യുക. പിന്നെന്താണ്? പോപ്പുലറൈസേഷൻ ഓഫ് ഖാദി, അല്ലെങ്കിൽ ബോയ്ക്കോട്ട് ഓഫ്
ഇങ്ങനത്തെ ഫോറിൻ ഗുഡ്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുക. അതാണ് കൺസ്ട്രക്റ്റീവ് വർക്ക് എന്ന് പറയുന്നത്, അല്ലെ? അപ്പം ആ രണ്ട് ഗ്രൂപ്പും വന്നു. അപ്പം സ്വരാജിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ആരാണ്? CR ദാസ്, മോത്തിലാൽ നെഹ്റു, അജ്മൽ ഖാൻ. മറ്റേ ടീംസ് കുറച്ചുകൂടെ ഗാന്ധിയൻ ടീംസ് ആണ്. ആരൊക്കെയാണ്? C. രാജഗോപാലാചാരി, വല്ലഭായ് പട്ടേൽ, രാജേന്ദ്ര പ്രസാദ്, MA അൻസാരി, അങ്ങനെ കുറച്ച് ആളുകൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്രൈസിസ് വന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? CR ദാസും മോത്തിലാൽ നെഹ്റു ഒക്കെ വേറൊരു പാർട്ടി രൂപീകരിക്കുന്നത്, കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ്യ പാർട്ടി. അപ്പം നമ്മുടെ എന്താ പറയാ, 1924 ഒക്കെ ആവുമ്പോഴേക്കും ഗാന്ധി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സൂററ്റ് ലൈക്ക് സ്പ്ലിറ്റിന് സാധ്യത കണ്ടതുകൊണ്ട് 1924 ബെലഗാവ് സെഷന്റെ പ്രത്യേകത എന്താ? ദ ഓൺലി സെഷൻ വെറൻ ഗാന്ധി പ്രിസൈഡഡ്, അല്ലെ? ആ ബെലഗാവ് സെഷനിൽ ഗാന്ധിക്ക് മനസ്സിലായി സ്വരാജിസ്റ്റുകളെ നമ്മൾ അനുനയിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? കേരള കോൺഗ്രസ്സുകാർ പിളരുന്ന പോലെ ഇവരും കോൺഗ്രസിൽ നിന്ന് പിളരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇവരെ ഒരുമിച്ച് നിർത്തണം. അപ്പൊ ഗാന്ധി എന്ത് ചെയ്തു? ഗാന്ധി ഒരു ടാക്ടിക്കൽ അപ്രോച്ച് എടുത്തു. എന്ത് പറഞ്ഞു? നിങ്ങൾ എവിടെയും പോകണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ എൻറ്റർ ദി കൗൺസിൽസ്. കൗൺസിൽ എൻട്രി താല്പര്യപ്പെടുന്നവർക്ക് എന്ത് ചെയ്യാം? ഇലക്ഷനിൽ നിന്ന് ജയിച്ച് കൗൺസിലുകളിലേക്ക് പോവാം. അപ്പൊ സ്വരാജിസ്റ്റുകളുടെ ഒരു ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ, നമ്മൾ കൗൺസിലിൽ കയറിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും കയറും. കൂടുതൽ ലോയലിസ്റ്റുകളായിട്ടുള്ള, ഗവൺമെന്റിനോട് കൂടുതൽ ലോയൽ ആയിട്ടുള്ള ആളുകൾ കയറും. അപ്പൊ പിന്നെ കൗൺസിൽസ് വിൽ ബി പ്ലാറ്റ്ഫോം ഫോർ എന്താണ്? പ്രോ കൊളോണിയൽ പോളിസീസ് എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അതിനെ ചെറുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ടു എൻഡ് ഓർ മെൻഡ് ദി കൗൺസിൽസ്. ഒന്നുകിൽ കൗൺസിൽസിനെ എൻഡ് ചെയ്യുക, അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഡിസ്ട്രപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? കൗൺസിൽസിനെ നമ്മുടെ വഴിയിലേക്ക് മാറ്റിയെടുക്കുക. ആ ഒരു പോളിസിയാണ് ആര് അഡോപ്റ്റ് ചെയ്തത്? സ്വരാജിസ്റ്റുകൾ അഡോപ്റ്റ് ചെയ്തത്. അപ്പൊ എന്തായാലും ഗാന്ധി എന്ത് ചെയ്തു? ഇൻ ദി ബെലഗാവ് സെഷൻ ഗാന്ധി എൻഡോഴ്സ്ഡ് ദി സ്വരാജിസ്റ്റ് and allowed them to contest elections and enter the councils. Okay, ഇനി നമ്മൾ അടുത്ത ഒരു നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ഇവന്റ് എന്താണ്? സൈമൺ കമ്മീഷൻ ആണ്, അല്ലെ? സൈമൺ കമ്മീഷൻ എന്തിനായിരുന്നു അപ്പോയിന്റ് ചെയ്തത്? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. എന്ത്? കമ്മീഷൻ വിൽ ബി അപ്പോയിന്റഡ് ആഫ്റ്റർ 10 years. എന്തിനാണ്? ടു സ്റ്റഡി അബൌട്ട് ദി ഫർദർ കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ്, അല്ലെ? അപ്പൊ ശരിക്കും 10 വർഷം തികയുന്നതിന് മുന്നേ തന്നെ എന്താണ്? കൺസർവേറ്റീവ് പാർട്ടി അവരുടെ ഒരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുക ചെയ്തത്. ദാറ്റ് കമ്മീഷൻ ഇസ് നോൺ ആസ് ദി സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? ഇറ്റ് വാസ് എൻ ഓൾ വൈറ്റ് കമ്മീഷൻ. അതായത് നമ്മളിപ്പം 1926-7 ഒക്കെ എത്തുമ്പോഴേക്കും നാഷണൽ മൂവ്മെന്റ് അത്യാവശ്യം മെച്ചുറായി നിൽക്കുന്ന ഫേസ് ആണ്. എന്നിട്ട് പോലും ഒരു ഇന്ത്യനെ പോലും പേരിന് പോലും ആ കമ്മീഷനിൽ എടുത്തില്ല. അതായത് ഇന്ത്യൻസിന്റെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന ഒരു വിഷയം ഡിസൈഡ് ചെയ്യാൻ ഒരൊറ്റ ഇന്ത്യൻസിനെ പോലും എടുക്കാത്തൊരു കമ്മീഷൻ. അതായിരുന്നു നമുക്ക് എല്ലാവരുടെയും പ്രശ്നം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? കമ്മീഷനെ ടു ബോയ്ക്കോട്ട് ദ കമ്മീഷൻ ഇൻ ഓൾ ഫോംസ് ആൻഡ് ഇൻ എവറി സ്റ്റേജ്. അതായിരുന്നു കോൺഗ്രസ് എടുത്ത ഒഫീഷ്യൽ സ്റ്റാൻഡ്, അല്ലെ? അത് ഏത് സെഷനിലാണ് എടുക്കുന്നത്? 1927 സെഷനിലാണ് എടുക്കുന്നത്. MA അൻസാരി പ്രിസൈഡ് ചെയ്യുന്ന സെഷൻ. അപ്പൊ ആ സെഷനിൽ എന്ത് ചെയ്യുന്നു? കോൺഗ്രസ് ഡിസൈഡഡ് ടു ബോയ്ക്കോട്ട് ദി സൈമൺ കമ്മീഷൻ. അതുപോലെ തന്നെ മറ്റെല്ലാ മേജർ പൊളിറ്റിക്കൽ പാർട്ടീസും എന്ത് ചെയ്യുന്നു? സൈമൺ കമ്മീഷനെ ബോയ്ക്കോട്ട് ചെയ്യാന്ന് പറയുന്നു. എന്നാൽ മുസ്ലിം ലീഗിൽ 2 ഡിവിഷൻ വരികയാണ്, 2 ഒപ്പീനിയൻ വരികയാണ്. ഷാഫി ഫാക്ഷൻ ഉണ്ട്, ജിന്ന ഫാക്ഷൻ ഉണ്ട്. ഷാഫി ഫാക്ഷൻ ഇസ് കൈൻഡ് ഓഫ് മോർ ലോയൽ ടു ദ ബ്രിട്ടീഷ്. അപ്പൊ ദേ ഡിസൈഡഡ് ടു കോപ്പറേറ്റ് വിത്ത് ദി കമ്മീഷൻ. കമ്മീഷൻ വരുമ്പോൾ കമ്മീഷന്റെ മുന്നിൽ പോയി അവര് പ്രസന്റ് ചെയ്യും, കാര്യങ്ങളൊക്കെ സംസാരിക്കും, അങ്ങനെ. എന്നാൽ ജിന്ന ഓൺ ദി അതർ ഹാൻഡ് ഡിസൈഡഡ് ടു ബോയ്ക്കോട്ട് ദി കമ്മീഷൻ. ഓക്കെ, ജിന്ന എന്ത് ചെയ്തു? ജിന്ന ഡിസൈഡഡ് ഇന്ത്യൻസിനെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ഇന്ത്യൻസിന്റെ പാർട്ടിസിപ്പേഷൻ വേണം, അതില്ലാത്തൊരു കമ്മീഷനെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു സ്റ്റാൻഡാണ് ജിന്ന എടുത്തത്. അതുപോലെ തന്നെ ഹിന്ദു മഹാസഭയിലെ ഒരു സെക്ഷൻ എന്ത് ചെയ്തു? ദേ ഡിസൈഡഡ് ടു ബോയ്ക്കോട്ട്, ദി അതർ ഫാക്ഷൻ ഡിസൈഡഡ് ടു സപ്പോർട്ട് ദി സൈമൺ കമ്മീഷൻ. അങ്ങനെ. അപ്പൊ എന്തായാലും 1926-27 എന്ത് സംഭവിക്കുന്നു? സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുന്നു. എന്താണ് സൈമൺ കമ്മീഷന് എവിടെയൊക്കെ സൈമൺ കമ്മീഷൻ പോയോ അവിടെയൊക്കെ ഒരു ഫ്ലാഗ് ഉണ്ടായിരുന്നു, സൈമൺ ഗോ ബാക്ക്, അല്ലെ? ആരും സ്വീകരിച്ചില്ല. ആൻഡ് മോസ്റ്റ് ഓഫ് ദി പൊളിറ്റിക്കൽ പാർട്ടീസ് ലീഡേഴ്സ് എല്ലാവരും സൈമൺ കമ്മീഷനെ ബോയ്ക്കോട്ട് ചെയ്തു. എന്നാൽ അംബേദ്കർ പോലെയുള്ള ലീഡേഴ്സ് എന്ത് ചെയ്തു? ഹി വെന്റ് ബിഫോർ ദി കമ്മീഷൻ ആൻഡ് ഹി പിച്ച്ഡ് ഫോർ ദി എന്താണ് ഡിമാൻഡ്സ് ഓഫ് ദി ദളിത് അല്ലെങ്കിൽ ഒപ്രസ്ഡ് ക്ലാസസിന്റെ ഡിമാൻഡ്സ് ഒക്കെ പുള്ളി പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പം സൈമൺ കമ്മീഷന്റെ കുറച്ചധികം റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതിനകത്ത് പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവിൻസസിൽ ഡയാർക്കി അബോളിഷ് ചെയ്ത് റെസ്പോൺസിബിൾ ഗവൺമെന്റ് കൊണ്ടുവരിക. എന്നാൽ സെൻട്രൽ ലെവലിൽ ഇപ്പം റെസ്പോൺസിബിൾ ഗവൺമെന്റ് വേണ്ട. പിന്നെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് ഇപ്പോൾ ഉള്ള കമ്മ്യൂണിറ്റീസിന് എക്സ്റ്റെൻഡ് ചെയ്യണം. അതുപോലെ വി ക്യാൻ കൺസിഡർ ഗിവിംഗ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് ടു ന്യൂ കമ്മ്യൂണിറ്റീസ്. അങ്ങനെയുള്ള കുറച്ച് റെക്കമെൻഡേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഏകദേശം സബ്മിറ്റ് ചെയ്യും 1928 ആ ഒരു പീരീഡ് ആകുമ്പോഴേക്കും. ഇനി ആ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ 1928 നടക്കുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെന്റ് ആണ് എന്ത്, നെഹ്റു റിപ്പോർട്ട് അല്ലെ. നെഹ്റു റിപ്പോർട്ടിന്റെ എന്താ പ്രത്യേകത? അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ള ലോർഡ് ബിർക്കൻഹെഡ് എന്ത് ചെയ്തു, ഇന്ത്യൻസിനെ ചലഞ്ച് ചെയ്തു. എന്താണ്, ഇന്ത്യൻസ് ഇത്രയും എന്താണ് സ്വാതന്ത്ര്യം, അത് വേണം ഇത് വേണം മറ്റത് വേണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങളെ ഞാൻ ചലഞ്ച് ചെയ്യുവാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും എല്ലാ പാർട്ടീസും ഒരുമിച്ച് നിന്ന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്ക് വേണ്ടി ഒരു 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 കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീം നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുമോ? കാരണം എന്താ, കോൺഗ്രസ് ഒരു വഴി, ഇപ്പുറത്ത് മുസ്ലിം ലീഗ് വേറെ വഴി, ഹിന്ദു മഹാസഭ വേറൊരു വഴി, അങ്ങനെ ഉള്ള എല്ലാ പൊളിറ്റിക്കൽ സ്റ്റേക്ക് ഹോൾഡേഴ്സും പല വഴിക്കാണ്. കാര്യം നമുക്കാർക്കും ഒരു പല കാര്യങ്ങളിലും എന്തില്ല, യൂണിറ്റി ഇല്ല. അപ്പൊ അതുകൊണ്ട് ലോർഡ് ബിർക്കൻഹെഡ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. ഒരിക്കലും ഇന്ത്യൻസ് ഒരുമിച്ച് ഇന്നൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്നില്ല. ആ ഉറപ്പിലാണ് പുള്ളി അത് ചലഞ്ച് ചെയ്യുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ ഒരെണ്ണം ഉണ്ടാക്കി കാണിക്കണം. അപ്പൊ തന്നെ എന്ത് ചെയ്തു, നമ്മൾ അതൊരു ചലഞ്ചായിട്ട് എടുത്തു. എന്ത് ചെയ്തു, ഇല്ലാത്ത യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. വി കോൾഡ് ഫോർ ആൻ ഓൾ ഇന്ത്യ പാർട്ടി, ഒരു ഓൾ പാർട്ടി കോൺഫറൻസ് ഒക്കെ നമ്മൾ വിളിച്ചു കൂട്ടുന്നു. ആൻഡ് എന്ത് ചെയ്തു, ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നു അണ്ടർ മോത്തിലാൽ നെഹ്റു. ആ കമ്മീഷൻ സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടിനെയാണ് നമ്മൾ നെഹ്റു കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയാം. അപ്പം ഇറ്റ് വാസ് ദി ഫസ്റ്റ് മേജർ അറ്റംപ്റ്റ് ബൈ ഇന്ത്യൻസ് ടു ഫ്രെയിം എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദംസെൽസ്. അപ്പൊ അതിനകത്ത് കുറച്ചധികം റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാ നെഹ്റു കമ്മീഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ റെക്കമെൻഡേഷൻസ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് റെക്കമെൻഡേഷൻ എന്താണ്, ഇറ്റ് ഡിമാൻഡഡ് ഡൊമീനിയൻ സ്റ്റേറ്റസ് ഫോർ ഇന്ത്യ. എന്താ ഇപ്പൊ ഡൊമീനിയൻ സ്റ്റേറ്റസ്? സെൽഫ് ഗവൺമെന്റ് വിത്തിൻ ദി ഫ്രെയിംവർക്ക് ഓഫ് ദി ബ്രിട്ടീഷ് കോമൺവെൽത്ത്. അതായത് നമ്മൾ ബ്രിട്ടീഷ് കോമൺവെൽത്തിന്റെ പാർട്ടായിരിക്കും, എന്നാൽ റിയൽ ആയിട്ടുള്ള എല്ലാ പവേഴ്സും ഇന്ത്യൻസിന്റെ കയ്യിലായിരിക്കും. അത് ബ്രിട്ടനുമായിട്ട് നമുക്കൊരു നോമിനൽ അസോസിയേഷനേ ഉണ്ടാകത്തുള്ളൂ. ആ ഒരു ഐഡിയ ആണ് എന്ത്, ഡൊമിനിയൻ സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ലൈക്ക് ഓസ്ട്രേലിയ അല്ലെങ്കിൽ നമ്മുടെ കാനഡ, ഈ കൺട്രീസ് ഒക്കെ ആ സമയത്ത് ബ്രിട്ടീഷിന്റെ ഡൊമിനിയൻസ് ആയിട്ടാണ് ആക്ട് ചെയ്തിരുന്നത്. അപ്പൊ അതേപോലത്തെ സ്റ്റേറ്റസ് ആണ് നമുക്കും വേണ്ടതെന്ന് ആര് പറഞ്ഞു, നെഹ്റു റിപ്പോർട്ട് പറഞ്ഞു. അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റെക്കമെൻഡേഷൻ ഇതാണ്, എന്താണ്, ഇറ്റ് റിജക്റ്റഡ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്. എന്താണ്, പകരം മുസ്ലിംസ് എന്ത് ചെയ്തു, ജിന്ന അഗ്രീഡ് ടു ഗോ ഫോർ ജോയിന്റ് ഇലക്ടറേറ്റ്സ് വിത്ത് റിസർവേഷൻ ഫോർ മുസ്ലിംസ് ഇൻ ലെജിസ്ലേച്ചേഴ്സ്. ഓക്കെ, അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് എന്ത്, റിജക്ഷൻ ഓഫ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് ആൻഡ് ദേ ഡിമാൻഡഡ് ജോയിന്റ് ഇലക്ടറേറ്റ്സ്. ഓക്കെ, അതുപോലെ 19 ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് ഫ്യൂച്ചർ ഇന്ത്യ നമ്മൾ സെൽഫ് ഗവൺമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരിക്കും. സോ ഇറ്റ് എൻഷുർഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു ദ സിറ്റിസൺസ്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കുറെ റൈറ്റ്സുകളൊക്കെ. പിന്നെന്താണ്, റെസ്പോൺസിബിൾ ഗവൺമെന്റ് അറ്റ് ദ സെന്റർ. അങ്ങനെ കുറെ റെക്കമെൻഡേഷൻസ് ആര് പറഞ്ഞു, നമ്മുടെ നെഹ്റു റിപ്പോർട്ട് പറഞ്ഞു. അപ്പൊ ഇന്ത്യൻസിന്റെ കയ്യിലേക്ക് സെൽഫ് റൂൾ കിട്ടിയാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇന്ത്യ റൺ ചെയ്യാൻ പോകുന്നത്. അതാണ് നെഹ്റു റിപ്പോർട്ടിന്റെ ഒരു സമ്മറി. അപ്പൊ റെക്കമെൻഡേഷൻസ് എന്തായാലും പഠിക്കുക കേട്ടോ, തെറ്റിപ്പോകരുത്, മാറിപ്പോകരുത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് കാണുന്നത് എന്താണ്, ഈ റെക്കമെൻഡേഷൻസിനകത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നെഹ്റു റിപ്പോർട്ട് എന്താ പറഞ്ഞത്, മുസ്ലിംസിന് ജോയിന്റ് ഇലക്ടറേറ്റ്സ് കൊടുക്കും, ആൻഡ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മുസ്ലിംസിന് റിസർവേഷനും കൊടുക്കും. പ്രൊവിൻഷ്യൽ ലെവലുകളിലേക്ക് വരുമ്പോൾ എന്താണ് പ്രശ്നം, റിസർവേഷൻസ് വിൽ ബി ഗിവൻ ടു മുസ്ലിംസ് ഓൺലി വെയർ ദേ ആർ ഇൻ മൈനോറിറ്റി. മുസ്ലിം മജോറിറ്റി പ്രോവിൻസസ് അന്ന് എത്ര ഉണ്ടായിരുന്നു, 2 എണ്ണം ഉണ്ടായിരുന്നു, ബംഗാളും പഞ്ചാബും. അവിടെ എന്തില്ല, മുസ്ലിംസിന് റിസർവേഷൻ ഇല്ല, ലെജിസ്ലേച്ചേഴ്സിൽ സീറ്റ്സിൽ റിസർവേഷൻ ഉണ്ടാവില്ല. പക്ഷേ മറ്റ് പ്രോവിൻസസ്, ഇപ്പൊ ബോംബെ എടുക്കുക, സെൻട്രൽ പ്രോവിൻസസ് എടുക്കുക, ഉത്തർപ്രദേശ് അല്ലെങ്കിൽ യുണൈറ്റഡ് പ്രോവിൻസസ് എടുക്കുക, അവിടെയൊക്കെ എന്താണ്, മുസ്ലിംസ് ആർ ഇൻ മൈനോറിറ്റി. അവിടെ എന്ത് ചെയ്യാം, അവരുടെ പോപ്പുലേഷന് പ്രൊപ്പോർഷണൽ ആയിട്ട് നമുക്ക് സീറ്റ്സ് കൊടുക്കാം. ഇപ്പം യുണൈറ്റഡ് പ്രോവിൻസസിൽ ഒരു എന്താ പറയാ 8% മുസ്ലിംസ് ഉണ്ടെങ്കിൽ ലെജിസ്ലേച്ചറിന്റെ 8% സീറ്റ് മുസ്ലിംസിന് കൊടുക്കാം, അങ്ങനെ. പക്ഷേ അത് ആർക്ക് പറ്റിയില്ല, മുസ്ലിം ലീഗിന് സമ്മതമായിരുന്നില്ല. അവരെന്ത് ഡിമാൻഡ് ചെയ്തു,
ജിന്ന കുറച്ച് അമെൻമെന്റ്സ് അതിനകത്ത് പ്രപ്പോസ് ചെയ്തു. ഓക്കെ, അപ്പം ആ പ്രപ്പോസൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡൽഹി പ്രപ്പോസൽസ് എന്ന് പറയുക. അതായത് അന്നത്തെ എല്ലാ മുസ്ലിംസ് പാർട്ടീസ് ഒരുമിച്ച് വന്നിട്ട് ചില അമെൻമെന്റ്സ് നെഹ്റു റിപ്പോർട്ടിന് പ്രപ്പോസ് ചെയ്തു. അത് കോൺഗ്രസിന്റെ സെഷൻ അത് അംഗീകരിക്കുകയും ചെയ്തു. അപ്പം എന്തൊക്കെയാണ് ആ പ്രപ്പോസൽസ് നോക്കാം. എന്താണ്? ജോയിന്റ് ഇലക്ട്രേറ്റ്സ് ഇൻ പ്ലേസ് ഓഫ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്, കുഴപ്പമില്ല. 1/3 representation to Muslims in Central Legislative Assembly, അതും വലിയ കുഴപ്പമില്ല. Representation to Muslims in Punjab and Bengal in proportion to their population. പഞ്ചാബിന്റെ ബംഗാളിന്റെ പ്രശ്നം എന്താ? They are Muslim majority provinces. Formation of 3 new Muslim majority provinces, Sindh, Baluchistan and NWFP. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, ജിന്നയുടെ ഭാഗത്ത് ഒരു ലോജിക് ഉണ്ട്. എന്താണ് ആ ലോജിക്ക്? ജിന്ന എന്തുകൊണ്ടായിരിക്കും, വൈ വാസ് ഹി ഡിമാൻഡിങ് റിസർവേഷൻ ഫോർ മുസ്ലിംസ് ഇൻ പഞ്ചാബ് ആൻഡ് ബംഗാൾ ഓൾസോ, ഈവൻ ദോ ദേ ആർ ഇൻ മെജോറിറ്റി? ആടാ സീറ്റ് കൂടുതൽ കിട്ടും. പക്ഷേ ജിന്നയുടെ ഒരു ജെന്യുവിൻ കൺസേൺ ഉണ്ടായിരുന്നു. എന്താണ് ആ കൺസേൺ? അതായത് അല്ല, അതായത് മജോറിറ്റി പ്രോവിൻസസിലും എന്തിനാണ് ബംഗാളിലും പഞ്ചാബിലും എന്തിനാ റിസർവേഷൻ ചോദിക്കുന്നത്? നിങ്ങൾ നോക്കുമ്പം മജോറിറ്റി ഇവരാണല്ലോ, അപ്പൊ ലെജിസ്ലേച്ചറിൽ മജോറിറ്റി ഇവർക്ക് തന്നെ കിട്ടുമല്ലോ, പിന്നെ എന്തിനാ റിസർവേഷൻ? ആ ആ കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. വേറെ എന്തെങ്കിലും പറഞ്ഞോ? അതായത് അന്നത്തെ സിസ്റ്റം എന്താ, ഇലക്ഷന്റെ സിസ്റ്റം എന്താ? യൂണിവേഴ്സൽ അഡൾട്ട് സഫറേജ് ഉണ്ടോ? ഉണ്ടോ? ഇല്ല. പഞ്ചാബില് മുസ്ലിംസ് ആണ് മജോറിറ്റി എന്ന് പറയുന്നു. പക്ഷെ യൂണിവേഴ്സൽ അഡൾട്ട് സഫറേജ് ഉണ്ടെങ്കിലല്ലേ ലെജിസ്ലേച്ചറിൽ മുസ്ലിംസിന് മജോറിറ്റി കിട്ടുള്ളൂ. അന്ന് എന്തില്ല? യൂണിവേഴ്സൽ അഡൾട്ട് സഫറേജ് ഇല്ല, അഡൾട്ട് സഫറേജ് ഇല്ല. അപ്പം അന്നത്തെ സഫറേജിന്റെ പ്രത്യേകത എന്താണ്? ഒന്ന് എന്താണ്, നമ്മളുടെ പ്രോപ്പർട്ടി, എഡ്യൂക്കേഷൻ, നിങ്ങൾ അടയ്ക്കുന്ന ടാക്സ്, ഇതിന്റെ ബേസിസിലാണ് സഫറേജ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ പഞ്ചാബിന് ഓവറോൾ എടുക്കുമ്പോൾ ന്യൂമറിക്കലി മുസ്ലിംസ് മജോറിറ്റിയിലാണെങ്കിലും പ്രോപ്പർട്ടിയും ലാൻഡും അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ലെവലിലൊക്കെ മുന്നിൽ നിൽക്കുന്നത് ഏത് കമ്മ്യൂണിറ്റി ആയിരിക്കും? ഹിന്ദുസ് ആയിരിക്കും. പഞ്ചാബിനകത്ത് വോട്ടവകാശമുള്ള ഈ പ്രോപ്പർട്ടിയും ലാൻഡും ടാക്സും ഒക്കെ അടയ്ക്കുന്ന അങ്ങനത്തെ വോട്ടവകാശമുള്ള മുസ്ലിംസ് ന്യൂമറിക്കലി കുറവായിരിക്കും. ഐഡിയ പിടി കിട്ടുന്നുണ്ടോ? സോ വാസ് ദ കേസ് ഇൻ ബംഗാൾ ഓൾസോ. അപ്പൊ അതുകൊണ്ടാണ് ജിന്ന എന്ത് ഇൻസിസ്റ്റ് ചെയ്യുന്നത്, റിസർവേഷൻ എവിടെ കൊടുക്കണം? പഞ്ചാബിലും ബംഗാളിലും കൊടുക്കണമെന്ന്. അപ്പൊ നമ്മൾ ജിന്നയെ ഒരു വില്ലനായിട്ട് കാണുന്നതിന് മുന്നേ വി ഷുഡ് ആക്ച്വലി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് പെർസ്പെക്റ്റീവ് ഓൾസോ. എന്തുകൊണ്ട്? മനസ്സിലാവും? നിങ്ങൾ ആരെല്ലാം അങ്ങനെ ചിന്തിച്ചായിരുന്നോ? മജോറിറ്റി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ റിസർവേഷൻ ചോദിക്കുന്നത്? ഓട്ടോമാറ്റിക്കലി ലെജിസ്ലേച്ചേഴ്സിൽ മജോറിറ്റി വരുമല്ലോ, പിന്നെ എന്തിനാ റിസർവേഷൻ? അതാണ് പുള്ളിയുടെ തോട്ട് പ്രോസസ്സ്. സഫ്രേജ് പഞ്ചാബിലും ബംഗാളിലും സഫ്രേജ് വൈസ് നോക്കുമ്പോൾ അവിടെ മുസ്ലിംസ് എന്താണ്, മൈനോറിറ്റിയാണ്. അവർക്ക് അത്രയധികം അവര് ജനറൽ ഇലക്ട്രേറ്റിൽ കണ്ടസ്റ്റ് ചെയ്താൽ അപ്പോഴും ലെജിസ്ലേച്ചേഴ്സിൽ ഇവർക്ക് മജോറിറ്റി വരത്തില്ല. അതുകൊണ്ടാണ് ടു എൻഷുർ എ മിനിമം റെപ്രസെന്റേഷൻ മുസ്ലിംസിന് സീറ്റ്സ് റിസർവ് ചെയ്യണമെന്ന് ആര് ചോദിച്ചത്? ജിന്ന ഇൻസിസ്റ്റ് ചെയ്യാൻ കാരണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇങ്ങനെ കുറച്ച് പ്രപ്പോസൽസ് നമ്മുടെ മുസ്ലിം ലീഗ് വെക്കുന്നുണ്ട്. അതിനെ കൗണ്ടർ ചെയ്യുന്നുണ്ട് ആര്? ഹിന്ദു മഹാസഭ കൗണ്ടർ ചെയ്യുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? ഒരു കാരണവശാലും പഞ്ചാബിലും ബംഗാളിലും മുസ്ലിംസിന് റിസർവേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദർ ഇസ് നോ നീഡ് ടു ക്രിയേറ്റ് ന്യൂ മുസ്ലിം മെജോറിറ്റി പ്രോവിൻസസ് ലൈക്ക് സിന്ധ്, ബലൂചിസ്ഥാൻ ആൻഡ് NWFP എന്ന് പറഞ്ഞ് ഇവരുടക്കി. അപ്പം മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും കോൺഗ്രസും അടക്കം, അതുപോലെ ഇപ്പൊ പഞ്ചാബിൽ വേറെയും പാർട്ടീസ് ഉണ്ട്, യൂണിയനിസ്റ്റ് പാർട്ടി, ബംഗാളിലെ കൃഷക് പ്രജാ പാർട്ടി, അങ്ങനെ പല പാർട്ടീസും ഉണ്ട്. ഇവരെല്ലാം ഒരുമിച്ച് നിന്ന് വേണം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ. പക്ഷെ ആ സ്കീമിൽ കണ്ടോ, ഈ പ്രപ്പോസൽസ്, ഈ കോണ്ടെക്സിൽ ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഡിഫറൻസസ് വരുവാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി എന്താണ്, അഗെയിൻ ജിന്ന എന്ത് ചെയ്യുന്നു? ഹി പ്രപ്പോസ്ഡ് സർട്ടൻ അമെൻമെന്റ്സ് ഇൻ 1928. എന്തൊക്കെയാണ്? 1/3 representation to Muslims in the central legislature, reservation to Muslims in Bengal and Punjab legislatures. എന്താണ്? till adult suffrage is established. ഇപ്പൊ മനസ്സിലായോ ആ ലോജിക്ക്? ഞാൻ പറഞ്ഞ ലോജിക്ക്, till adult suffrage കിട്ടുന്നത് വരെയെങ്കിലും എന്ത് ചെയ്യണം? പഞ്ചാബിലും ബംഗാളിലും മുസ്ലിംസിന് എന്ത് കൊടുക്കണം? റിസർവേഷൻ കൊടുക്കണം.
പിന്നെ റെസിഡിയൽ പവേഴ്സ് ടു പ്രോവിൻസസ്, ഇങ്ങനത്തെ കുറച്ച് ഡിമാൻഡുകൾ. പക്ഷേ ദീസ് ഡിമാൻഡ്സ് വെർ നോട്ട് അക്സെപ്റ്റഡ് ബൈ ദി നെഹ്റു റിപ്പോർട്ട്. കാരണം എന്താ, ഇപ്പുറത്തെ ഹിന്ദു മഹാസഭ പിടിമുറുക്കുക. അപ്പം ഇങ്ങോട്ടും ചായാൻ പറ്റത്തില്ല കോൺഗ്രസിന്, ഇങ്ങോട്ടും ചായാൻ പറ്റത്തില്ല. അപ്പം ഫൈനലി ദേ ഹാഡ് ടു റിജക്ട് ദീസ് പ്രപ്പോസൽസ്. ഇവിടെ പിണങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജിന്ന കംപ്ലീറ്റ് ആയിട്ട് കോൺഗ്രസിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് ഇനി ഒരിക്കലും ഇവരുമായിട്ടൊരു അസോസിയേഷൻ പോസിബിൾ അല്ല എന്ന് മനസ്സിലാക്കി ജിന്ന ഇൻഫാക്ട് എന്ത് ചെയ്യുന്നു, ഷാഫി ഫാക്ഷനിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ഷാഫി ഫാക്ഷനിലേക്ക് തിരിച്ചു പോയിട്ട് ഹി ഈസ് പ്രപ്പോസിങ് ഒരു 14 പോയിന്റ്സ്. അതിനെയാണ് നമ്മൾ 14 പോയിന്റ്സ് ഓഫ് ജിന്ന. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ കുറെ പോയിന്റ്സ് പ്ലസ് മറ്റ് ചില മുസ്ലിംസിന് സേഫ് ഗാർഡ്സ് ഒക്കെ എൻഷുർ ചെയ്യുന്ന ചില ഡിമാൻഡ്സ് ആണിത്. ഒന്ന് വായിച്ചാൽ മതി. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇവന്റ് എന്താണ്, ഇത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആണ് അല്ലെ. എപ്പോഴാണ് ലോഞ്ച് ചെയ്യുന്നത്, 1930s 1930 ലോഞ്ച് ചെയ്യുന്നത്. അപ്പം എന്തായിരുന്നു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ കാരണങ്ങൾ എന്താണ്? അതായത് ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ അതെ 1929 ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. എന്താണ്? ലാഹോർ സെഷൻ ഓഫ് ദി കോൺഗ്രസ്. അപ്പം ലാഹോർ സെഷൻ ഓഫ് ദി കോൺഗ്രസിൽ എന്താ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്? പൂർണ്ണ സ്വരാജ് അല്ലെ. ആദ്യമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ ഗോളായിട്ട് നമ്മൾ എന്ത് പറയുന്നത്? പൂർണ്ണ സ്വരാജ്. ഇതിനു മുമ്പ് വരെ നമ്മൾ നെഹ്റു റിപ്പോർട്ട് പുറത്തു വന്നു, ഡൊമിനിയൻ സ്റ്റേറ്റസ് മതി എന്നൊക്കെ പറഞ്ഞു. അത് നെഹ്റുവും ബോസും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അവര് പറഞ്ഞു ഇനി നമ്മൾക്ക് വേണ്ടത് ഡൊമിനിയൻ സ്റ്റേറ്റസ് അല്ല, പൂർണ്ണ സ്വരാജ് ആണ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, ഇവര് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി ഗവൺമെന്റിനോട്. ആദ്യം ഒഫീഷ്യലി പിന്നെ ലാഹോർ സെഷന് മുന്നേ തന്നെ ഗാന്ധി അടക്കമുള്ള ഒരു പൂർണ്ണ സ്വരാജ് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. എന്ത് ചെയ്യണം, ഈവൻ ഡൊമിനിയൻ സ്റ്റേറ്റസ് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. നെഹ്റു ഒപ്പോസ് ചെയ്തു, നമുക്ക് ഡൊമിനിയൻ സ്റ്റേറ്റസ് അല്ല വേണ്ടത്, പൂർണ്ണ സ്വരാജ് ആണ്. പക്ഷെ ഗാന്ധിയും മോത്തിലാൽ നെഹ്റു ഒക്കെ പറഞ്ഞു നമുക്ക് ഡൊമിനിയൻ സ്റ്റേറ്റസ് എങ്കിലും ചോദിച്ചു നോക്കാം, കിട്ടുമെന്ന് അറിയണമല്ലോ. അപ്പൊ അങ്ങനെ അവരെന്ത് പറഞ്ഞു, ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യൻസിന് ഡൊമിനിയൻ സ്റ്റേറ്റസ് തന്നില്ലെങ്കിൽ വി വിൽ ബി ലോഞ്ചിങ് എ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു അല്ലെ. ആ കോണ്ടെക്സ്റ്റില് നമ്മുടെ വൈസ്രോയ് ആയിട്ടുള്ള ഇർവിൻ എന്ത് പറയുന്നു, അങ്ങനെയൊന്നും ഡൊമിനിയൻ സ്റ്റേറ്റസ് ഒന്നും തരാൻ പറ്റത്തില്ല, അങ്ങനെ ഒഴിഞ്ഞു മാറുന്നു. ഓക്കെ, പിന്നീട് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ 1929 ലാഹോർ സെഷൻ നടക്കുകയാണ്. അപ്പം ലാഹോർ സെഷനിൽ നമ്മൾ ഒഫീഷ്യലി വി അക്സെപ്റ്റഡ് പൂർണ്ണ സ്വരാജ് ആസ് എ ഗോൾ അല്ലെ. എന്നിട്ട് ജനുവരി 26 നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ടൊക്കെ ആചരിച്ചു. അങ്ങനെ കുറെ ഡെവലപ്മെന്റ്സ്. അപ്പം പിന്നീട് നമ്മൾ എന്താ ചെയ്യുന്നത്, പൂർണ്ണ സ്വരാജിന്റെ ആ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ആ ലാഹോർ സെഷന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നോണം ഗാന്ധി എന്ത് ചെയ്യുന്നു, ഗാന്ധി എന്താ ചെയ്യുന്നത്, എന്താണ് ഗാന്ധി എന്തെങ്കിലും ഡിമാൻഡുകൾ കൊടുക്കുന്നുണ്ടോ? 11 ഡിമാൻഡ്സ് ഓഫ് ഗാന്ധി അല്ലെ. അപ്പം കൽക്കട്ട സെഷൻ ഓഫ് ദി കോൺഗ്രസിനകത്താണ് നെഹ്റു റിപ്പോർട്ട് അപ്രൂവ് ചെയ്യുന്നത്. പിന്നീട് ഇർവിന്റെ ഡിക്ലറേഷൻ വരുന്നുണ്ട്. എന്താ പറയുന്നത്, ഇന്ത്യൻസിന് ഡൊമിനിയൻ സ്റ്റേറ്റസ് തരലാണ് ഞങ്ങളുടെ ഉദ്ദേശം, പക്ഷെ അത് എപ്പോൾ തരും എങ്ങനെ തരും എന്നൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡൽഹി മാനിഫെസ്റ്റോ, അതാണ് നമ്മൾ പറയുന്നത് വി പുട്ട് ഫോർവേഡ് സർട്ടൻ കണ്ടീഷൻസ് ഫോർ അറ്റൻഡിങ് ദി റൗണ്ട് ടേബിൾ കോൺഫറൻസ്. അപ്പൊ ആ കണ്ടീഷൻസിൽ ഒന്നാണ് ഡൊമിനിയൻ സ്റ്റേറ്റസ് തരുമോ ഇല്ലയോ എന്നുള്ളതല്ല, എപ്പോൾ തരും, എങ്ങനെ നമുക്ക് ആ ഡൊമിനിയൻ സ്റ്റേറ്റസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീം ഫോർമുലേറ്റ് ചെയ്യാനായിരിക്കണം റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് പറഞ്ഞു. അപ്പം ഇർവിൻ എന്ത് പറഞ്ഞു, അതല്ല റൗണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ഇടഞ്ഞു. ആ കോണ്ടെക്സ്റ്റിൽ വീണ്ടും നമ്മുടെ ലാഹോർ സെഷൻ വരുന്നു, പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ വരുന്നു. ആ പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷനെ കുറച്ചുകൂടെ എലാബറേറ്റ് ആക്കുന്നതാണ് ഗാന്ധിയുടെ 11 ഡിമാൻഡ്സ്. അതിനകത്ത് എന്താണ്, കുറെ ജനറൽ ഡിമാൻഡുകളും ഉണ്ട്, പിന്നെ മറ്റു ചില ഓരോ സെക്ഷൻസിനുള്ള ഡിമാൻഡുകളുണ്ട്. ഇപ്പം ജനറൽ ഡിമാൻഡ് റെഡ്യൂസ് ദി എക്സ്പെൻഡിച്ചർ ഓൺ ആർമി ആൻഡ് സിവിൽ സർവീസ്, അതുപോലെ അങ്ങനെ കുറച്ച് സാധനങ്ങളാണ്. പിന്നെ റെഡ്യൂസ് റുപ്പീസ് സ്റ്റെർലിംഗ് എക്സ്ചേഞ്ച് റേഷ്യോ, അങ്ങനെ കുറച്ച് ഡിമാൻഡുകൾ. റെഡ്യൂസ് ദ ലാൻഡ് റവന്യൂ ബൈ 50%, അബോളിഷ് സോൾ ടാക്സ്, ഇങ്ങനെ കുറെ അധികം ഡിമാൻഡുകൾ ആർക്ക് കൊടുക്കുന്നുണ്ട്, ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, വി വിൽ ലോഞ്ച് എ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഇതാണ് ഗാന്ധിയുടെ 11 ഡിമാൻഡ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇർവിൻ എന്ത് ചെയ്തു, ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. 11 ഡിമാൻഡ്സ് അല്ല, എത്ര ഡിമാൻഡ് വന്നാലും
നമ്മൾ ഇതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഗാന്ധി അവസാനം ഹി ഡിസൈഡ്സ് ടു ലോഞ്ച് ദി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. എങ്ങനെയാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ലോഞ്ച് ചെയ്യുന്നത്? ദണ്ഡി മാർച്ച് അല്ലെ, സോൾട്ട് സത്യാഗ്രഹമാണ്. അപ്പം അന്ന് സോൾട്ടിന്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരുടെ കയ്യിലാണ്? ബ്രിട്ടീഷിന്റെ കയ്യിലാണ്. അപ്പം ആരുടെയെങ്കിലും ഓഡിയോ ഓൺ ആണോ? ഓക്കെ. അപ്പം എന്താണ്, നമ്മുടെ സോൾട്ട് സത്യാഗ്രഹ ലോഞ്ച് ചെയ്യുന്നു. അപ്പം അന്ന് സോൾട്ട് ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മൊണോപ്പൊളി ആർക്കേ ഉള്ളൂ? ബ്രിട്ടീഷിനേ ഉള്ളൂ. അപ്പൊ ഇന്ത്യൻസിന് ഇൻഡിവിജ്വൽ ആയിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസിനൊന്നും അത് മാനുഫാക്ചർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, ആ സോൾട്ട് ലോ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ സോൾട്ട് ലോ ബ്രേക്ക് ചെയ്യുന്നു. ആൻഡ് ദർ വാസ് എ കോൾ ഫോർ സിവിൽ ഡിസൊബീഡിയൻസ് ആൻഡ് ബോയ്ക്കോട്ട്. അപ്പോൾ സ്ഥിരം നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ബോയ്ക്കോട്ട് ചെയ്യുകയാണ്. ഗവൺമെന്റ് ഓഫീസസ്, ലോ കോർട്സ്, സ്കൂൾസ്, കോളേജസ്, ഇങ്ങനെ എല്ലാം, ലെജിസ്ലേച്ചേഴ്സ് എല്ലാം നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യുകയാണ്. അതുപോലെ പെസൻസിന്റെ അടുത്ത് ടാക്സ് കൊടുക്കരുത്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ടോട്ടൽ ബോയ്ക്കോട്ടാണ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മുടെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 1931 ആ പീരീഡിൽ മൂവ്മെന്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നേറുവാണ്. അപ്പൊ ഇന്ത്യയുടെ പല ഭാഗത്തും എന്ത് സംഭവിക്കുന്നുണ്ട്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, സോൾട്ട് ലോയുടെ വയലേഷൻ, അതുപോലെ സോൾട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത സ്ഥലത്ത് നോ ചൗക്കിദാർ ടാക്സ് അജിറ്റേഷൻ, അങ്ങനെ പലതരത്തിലുള്ള പല ഫോംസിലുള്ള അജിറ്റേഷൻസ് ഓൾ ഇന്ത്യ ലെവലിൽ സ്പ്രെഡ് ചെയ്യുകയാണ്. അപ്പൊ നമുക്കറിയാം കേരളത്തിലൊക്കെ കെ കേളപ്പൻ, തമിഴ്നാട്ടില് സി രാജഗോപാലാചാരി, അങ്ങനെ പലയിടത്തും ഇന്ത്യയിൽ പലയിടത്തും എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ CDMന്റെ സമയത്ത് പല ടൈപ്സ് ഓഫ് അജിറ്റേഷൻസ് നടക്കുന്നുണ്ട്. ഓക്കെ. ഇനി ആ CDM നടക്കുന്നതിന്റെ കൂടത്തിൽ തന്നെ എന്ത് നടക്കുന്നുണ്ട്, റൗണ്ട് ടേബിൾ കോൺഫറൻസും ഹാപ്പൻ ചെയ്യുന്നുണ്ട്. അപ്പം റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നത് കണ്ടോ, നവംബർ 1930ക്കും ജനുവരി 1931 ഇടയിലാണ് ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നത്. അപ്പം കോൺഗ്രസ് എന്ത് ചെയ്തു, റൗണ്ട് ടേബിൾ കോൺഫറൻസിനെ ബോയ്ക്കോട്ട് ചെയ്തു. അപ്പൊ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ആരില്ല, കോൺഗ്രസിന്റെ ഒരൊറ്റ റെപ്രസെന്റേറ്റീവ് ഇല്ല. പക്ഷെ ബാക്കി പാർട്ടീസ്, മുസ്ലിം ലീഗ്, അല്ലെങ്കിൽ ഇപ്പം ഡോക്ടർ അംബേദ്കർ, ഇങ്ങനെ ഒത്തിരി പേര്, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ റെപ്രസെന്റേറ്റീവ്സ്, ഇവരൊക്കെ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ വന്നു. പക്ഷെ കോൺഗ്രസ് ഇല്ലാതെ ഒരു ഇന്ത്യയുടെ ഫർദർ കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസിനെ കുറിച്ച് ഒരു പ്രോഗ്രസ് ഉണ്ടാവുമോ? ഇല്ല. ബിക്കോസ് കോൺഗ്രസ് ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് നെഗോഷിയേറ്ററും അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡറും കോൺഗ്രസ് തന്നെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ കാര്യമായിട്ടൊരു ഔട്ട്കംസും ഉണ്ടായില്ല. ഓക്കെ. അപ്പൊ ജാനുവരി 1931 അപ്പൊ തന്നെ ഇവർക്ക് മനസ്സിലായി എന്ത്, കോൺഗ്രസ് ഇല്ലാതെ നമ്മൾ വെറുതെ ലണ്ടനിൽ റൗണ്ട് ടേബിൾ കോൺഫറൻസ് വിളിച്ചു വരുത്തിയിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. അപ്പൊ സംഹൗ ദേ റിയലി വാണ്ടഡ് കോൺഗ്രസിന്റെ സപ്പോർട്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു, വൈസ്രോയ് ഇർവിൻ എന്ത് ചെയ്യുന്നു, ഗാന്ധിയുമായിട്ടൊരു പാക്ട് അല്ലെ, ഒരു പാക്ട് ഒപ്പിടുവാണ്. അപ്പൊ ബേസിക്കലി എന്താണ്, ഈ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം വെയർ കോൺഗ്രസ് ആൻഡ് ഗാന്ധി എന്താണ് വിൽ ബി ട്രീറ്റഡ് ആസ് എൻ ഈക്വൽ ടു ദി ബ്രിട്ടീഷ് ഗവൺമെന്റ്. അപ്പം ഒരേ സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ ഒരേ ലെവലിൽ നിന്നുകൊണ്ട് ഗാന്ധിയും ഇർവിനും സംസാരിക്കുകയാണ്. അപ്പം കുറച്ച് കൺസെഷൻസ് ഗാന്ധിയും ചെയ്തു കൊടുക്കും, കുറച്ച് കൺസെഷൻസ് ഇർവിനും ചെയ്തു കൊടുക്കും. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു പാക്ട് ഒപ്പിടുന്നുണ്ട്. അതാണ് എന്ത്, ഗാന്ധി ഇർവിൻ പാക്ട്. അപ്പൊ അതിന്റെ മെയിൻ ഉദ്ദേശം എന്താണ്, ടു ഗെറ്റ് ദി കോപ്പറേഷൻ ഓഫ് കോൺഗ്രസ് ഇൻ ദി റൗണ്ട് ടേബിൾ കോൺഫറൻസ്. റൗണ്ട് ടേബിൾ കോൺഫറൻസിലേക്ക് എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ എത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് രണ്ടു കൂട്ടരും ഒരു കോംപ്രമൈസിന് തയ്യാറാവുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിന് മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ ഗാന്ധി ഇർവിൻ പാക്ട് വരുന്നുണ്ട്. ഇറ്റ് വാസ് സൈൻഡ് ഇൻ മാർച്ച് 1931. അപ്പം എന്താണ്, ഒരു സ്പെഷ്യൽ സെഷൻ ഓഫ് കോൺഗ്രസ് വാസ് ഹെൽഡ് അറ്റ് കറാച്ചി ടു എൻഡോഴ്സ് ദിസ് ഗാന്ധി ഇർവിൻ പാക്ട്. അപ്പൊ മാർച്ച് 1931 ഗാന്ധി ഇർവിൻ പാക്ട് നടക്കുന്നു. സെയിം മാർച്ചിൽ എന്ത് ചെയ്യുന്നു, എ സ്പെഷ്യൽ സെഷൻ ഓഫ് ദി കോൺഗ്രസ് അറ്റ് കറാച്ചി എന്ത് ചെയ്യുന്നു, എൻഡോഴ്സസ് ദി ഗാന്ധി ഇർവിൻ പാക്ട്. ആരാണ് കറാച്ചി സെഷൻ? വല്ലഭായ് പട്ടേൽ, സർദാർ വല്ലഭായ് പട്ടേൽ ആണ് കറാച്ചി സെഷൻ പ്രിസൈഡ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പം ഇന്റർനാഷണൽ കോൺഗ്രസ് നോമിനേറ്റഡ് ഗാന്ധി ആസ് ഇറ്റ്സ് സോൾ റെപ്രസെന്റേറ്റീവ് ഫോർ ദി സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ഓക്കെ. അങ്ങനെ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിന്റെ സോൾ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഗാന്ധി പോകുന്നു, അലോങ് വിത്ത് എ രംഗസ്വാമി അയ്യങ്കാർ ആൻഡ് മദൻ മോഹൻ മാളവ്യ. ഇവരും കോൺഗ്രസിന്റെ ആളുകൾ തന്നെയാണ്, പക്ഷെ മെയിൻ നെഗോഷിയേറ്റർ വിൽ ബി ഗാന്ധി. ഓക്കെ.
അപ്പം പിന്നെ ബാക്കി മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് നമ്മുടെ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഇത്? അപ്പം നമുക്കറിയാം ഈ ഗാന്ധി ഇർവിൻ പാക്റ്റിനകത്ത് കുറെ കൺസെഷൻസ് ചെയ്തു. പക്ഷെ നമ്മുടെ വൈസ്രോയി ചെയ്തു കൊടുക്കാത്ത ചില കൺസെഷൻസ് ഉണ്ടല്ലോ. ഭഗത് സിംഗിന്റെയും കൂട്ടരുടെയും ഡെത്ത് സെന്റൻസ് കമ്മ്യൂട്ട് ചെയ്യാൻ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. അവരെന്താ പറഞ്ഞത്? നമ്മൾ കമ്മ്യൂട്ട് ചെയ്യാം, പക്ഷെ ദോസ് എന്താണ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് നോട്ട് കൺവിക്റ്റഡ് ഓഫ് വയലൻസ്, അവരെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ റിലീസ് ചെയ്യാം, അങ്ങനെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ദർ വാസ് എ റിക്വസ്റ്റ് ഫോർ പോലീസ് എന്താണ് പോലീസിന്റെ എക്സസ് അന്വേഷിക്കാൻ ഒരു എൻക്വയറി കമ്മീഷൻ വേണം എന്ന് പറഞ്ഞു, പക്ഷെ അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചില സാധനങ്ങൾ എന്ത് ചെയ്തു, വൈസ്രോയി നിരസിച്ചു. പക്ഷെ എന്നാൽ ഗാന്ധിയുടെ വേറെ കുറച്ച് റിക്വസ്റ്റുകളൊക്കെ ഇവർ അംഗീകരിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ എന്തായാലും സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ അങ്ങനെ ഗാന്ധി പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. എപ്പോഴാണ് സംഭവിക്കുന്നത്? 1932 നവംബർ ടു ഡിസംബറിലാണ്. ഓക്കെ, പക്ഷെ നമുക്കറിയാം ഗാന്ധി ഭയങ്കര ഹീറോ ആയിട്ട് പോയി. പക്ഷെ ഗാന്ധി അവിടെ ചെന്നിട്ട് ഒരു ഡയലോഗ് അടിച്ചു. എന്താണ്? ഐ ആം ദി സോൾ സ്പോക്സ് പേഴ്സൺ ഫോർ ഇന്ത്യൻസിന്റെ സോൾ സ്പോക്സ് പേഴ്സൺ ആയിട്ട് ഞാനാണെന്നങ്ങ് പ്രഖ്യാപിച്ചു. അപ്പൊ ബാക്കിയുള്ള മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭ, മറ്റ് പാർട്ടിക്കാര് ഇവരൊക്കെ എന്ത് ചെയ്തു? അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു, അല്ലേ? അപ്പം ഗാന്ധിയുടെ ആ ഒരു സ്റ്റാൻഡ് ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അത് മാത്രമല്ല, വെൻ ഇറ്റ് കെയിം ടു ഡിസ്കസ് അബൌട്ട് മൈനോറിറ്റീസ്, മൈനോറിറ്റീസിന്റെ സെപ്പറേറ്റ് ഇലക്ടറേറ്റും മറ്റ് സേഫ് ഗാർഡ്സിനെ കുറിച്ചും വന്നപ്പോഴേക്കും ഗാന്ധി എന്ത് പറഞ്ഞു? അതിന്റെ ആവശ്യമില്ല, മൈനോറിറ്റീസിന് സേഫ് ഗാർഡ്സ് ഒന്നും നിങ്ങൾ തരേണ്ട ആവശ്യമില്ല, അതുപോലെ മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സിന്റെ ആവശ്യമില്ല, ദളിത്സിന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഗാന്ധി ഇങ്ങനെ ഔട്ട്റൈറ്റ് ആയിട്ടുള്ള കുറെ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു. അപ്പൊ ഇപ്പം ബാക്കിയുള്ള മൈനോറിറ്റീസിന്റെ റെപ്രസെന്റേറ്റീവ്സിന് ഈ പൊസിഷൻസ് ഒന്നും ഇഷ്ടമായില്ല. അപ്പൊ അങ്ങനെ അവിടെ ഒരു ഡെഡ് ലോക്ക് സംഭവിക്കുകയാണ്. ആൻഡ് നത്തിങ് കുഡ് ബി അച്ചീവ്ഡ് ഔട്ട് ഓഫ് ദി സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. പിന്നീട് ഈ മൈനോറിറ്റീസിന്റെ ലീഡേഴ്സ് എല്ലാം ഒരുമിച്ച് വന്നിട്ട് ഒരു മൈനോറിറ്റീസ് പാക്റ്റ് ഒക്കെ തയ്യാറാക്കുന്നുണ്ട്. അതായത് മൈനോറിറ്റീസിന് വേണ്ടി സംസാരിക്കേണ്ടത് ഗാന്ധിയല്ല, ഞങ്ങളൊക്കെ മൈനോറിറ്റീസിന്റെ ഇൻട്രസ്റ്റുകളെ റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ടൊരു മൈനോറിറ്റീസ് പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അത് ഗാന്ധിക്ക് ഭയങ്കര ഒരു തിരിച്ചടിയായിപ്പോയി. ഓക്കെ, അങ്ങനെ ഗാന്ധി സത്യം പറഞ്ഞാൽ എന്താ പറയാ, ഒന്നും നേടാതെ തിരിച്ചു മടങ്ങേണ്ടി വന്നു എങ്ങോട്ട്, നമ്മുടെ ഇന്ത്യയിലേക്ക്. അപ്പം ഗാന്ധി ഇർവിൻ പാക്റ്റ് വന്നപ്പോഴേക്കും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് സസ്പെൻഡ് ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പൊ തിരിച്ചു പോയിട്ട് ഇനി എന്ത് ചെയ്യും? ഗാന്ധി വിൽ റെസ്യൂം ദി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഓക്കെ, അപ്പം ഗാന്ധി ഇർവിൻ പാക്റ്റ് ചെയ്യാൻ പറഞ്ഞു. ജിന്നയും ഗാന്ധിയും തമ്മിലുള്ള ഫ്രിക്ഷൻ എപ്പോഴാണ് ഉണ്ടാവുന്നതെന്ന് അറിയോ? ഖിലാഫത്ത് ഇഷ്യൂവിന്റെ സമയത്ത് തന്നെ ജിന്നയും ഗാന്ധിയും തമ്മിലുള്ള ഫ്രിക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ആക്ച്വലി ജിന്ന എപ്പോഴാണ് 1920 നാഗ്പൂർ സെഷനിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, കോൺഗ്രസ് ഒഫീഷ്യലി അഡോപ്റ്റഡ് ദി എന്താണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ മോഡ്സ് ഓഫ് അജിറ്റേഷന് കോൺഗ്രസ് ഒഫീഷ്യലി എൻഡോഴ്സ് ചെയ്യുന്നത് നാഗ്പൂർ സെഷനിലല്ലേ? അത് ജിന്നയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. ബിക്കോസ് ജിന്ന ഹിംസെൽഫ് വാസ് എ ലോയർ ആൻഡ് ഹി വാസ് എ സപ്പോർട്ടർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് ഓഫ് അജിറ്റേഷൻ. അപ്പൊ തന്നെ ജിന്ന എന്ത് ചെയ്തു? ഹി റിസൈൻഡ് ഫ്രം കോൺഗ്രസ്. ഓക്കെ, പിന്നെ ജിന്നയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഗാന്ധി ഇഷ്ടമായിരുന്നില്ല. ഗാന്ധി കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകുന്ന പുള്ളിക്ക് ഇഷ്ടമായിരുന്നില്ല. അതൊന്ന്. രണ്ടാമത്തേന്ന് വെച്ചാല് ഖിലാഫത്ത് ഇഷ്യൂ ഗാന്ധി ഏറ്റെടുത്ത് ജിന്നയ്ക്ക് ഇഷ്ടമായില്ല. കാരണം ഞങ്ങളൊക്കെ ഇവിടെ മുസ്ലിംസ് ആയിട്ട് നിൽക്കുമ്പോൾ മുസ്ലിംസിന്റെ വിഷയങ്ങളിൽ ഇടപെടാൻ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇവര് വിചാരിച്ചെന്ന് വെച്ചാൽ ജിന്ന റിയലി തോട്ട് ഓഫ് യുണൈറ്റിംഗ് ദ മുസ്ലിംസ് ബിക്കോസ് ജിന്ന വാസ് എ മുസ്ലിം. പക്ഷെ പെട്ടെന്നാണ് എന്ത്, ഒരു മുസ്ലിം പോലും അല്ലാത്ത ഗാന്ധി വന്നിട്ട് ഖിലാഫത്ത് ഇഷ്യൂ ഏറ്റുപിടിക്കുന്നു. മുസ്ലിംസിനിടയിൽ വളരെയധികം സപ്പോർട്ടും അക്സെപ്റ്റൻസും ഗാന്ധിക്ക് കിട്ടുക. അപ്പം ട്രഡീഷണലി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഹിന്ദു മുസ്ലിം ചാനൽസ് ഉണ്ടല്ലോ, അതിനെ എന്താ പറയാ, അതിനെ ബൈപ്പാസ് ചെയ്തിട്ടാണ് ഗാന്ധി വരുന്നത്. അത് ജിന്നയ്ക്ക് ഇഷ്ടമായില്ല. ദാറ്റ് വാസ് ലൈക്ക് ജിന്നയെ പോലുള്ള ആളുകളെ എന്ത് ചെയ്യാണ്, സൈഡാക്കുന്നതിന് തുല്യമല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചില ഡൈനാമിക്സ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, 1920 തന്നെ ഗാന്ധിയും ജിന്നയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ട്. ആൻഡ് നമ്മുടെ ജിന്ന എന്ത് ചെയ്തു, 1920 തന്നെ കോൺഗ്രസിൽ നിന്ന് റിസൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഉണ്ട്, സംസാരിക്കുന്നുണ്ട്.
ഗാന്ധി ജെനുവിൻലി വാണ്ടഡ് ടു ബ്രിഡ്ജ് ഹിന്ദു മുസ്ലിം യൂണിറ്റി. ഗാന്ധി എപ്പോഴും ഒരു സെക്യുലർ ആയിട്ടുള്ള യുണൈറ്റഡ് ഇന്ത്യയാണ് ഗാന്ധിയുടെ ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് തന്നെ ഹി ഓൾവേസ് സ്റ്റുഡ് ഫോർ ഹിന്ദു മുസ്ലിം യൂണിറ്റി അങ്ങനെയൊക്കെ. പക്ഷെ ജിന്നയ്ക്കാണ് ഇഷ്ടക്കേട്. ജിന്നയുടെ ഒരു പേഴ്സണൽ ആസ്പെക്റ്റാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളാണല്ലോ മുസ്ലിംസിന് വേണ്ടി സംസാരിക്കേണ്ടത്, ഇത് അതിനിടയ്ക്ക് നീ ഏതാന്നുള്ള രീതിയിലാണ് നിൽക്കണം. അപ്പൊ കോൺഗ്രസിന്റെ സീനിലേക്ക് ജിന്ന വരുമ്പോ ഗാന്ധി വരുമ്പോ സത്യം പറഞ്ഞ ഗാന്ധി കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകുന്നതിന് തുല്യമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് അതെ 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 അതായത് ഈ 1937 ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ട്. 1937 പ്രൊവിൻഷ്യൽ ഇലക്ഷൻസ് നടക്കുമ്പോൾ ജിന്ന വിചാരിക്കുന്നതിനേക്കാളും മോശമായിട്ടാണ് മുസ്ലിം ലീഗ് പെർഫോം ചെയ്യുന്നത്. പല മുസ്ലിം മെജോറിറ്റി പ്രൊവിൻസസിലും മുസ്ലിം ലീഗിന്റെ കാൻഡിഡേറ്റ്സിനേക്കാളും സീറ്റ്സ് കോൺഗ്രസിന് കിട്ടി. അങ്ങനെ വന്നപ്പം ജിന്നയ്ക്ക് മനസ്സിലായി ഇൻഫാക്ട് ഹിന്ദു മഹാസഭയ്ക്ക് കുറെ നഷ്ടങ്ങളുണ്ടായി ഈ ഇലക്ഷൻസിൽ. അപ്പോൾ ഹിന്ദു കമ്മ്യൂണലിസ്റ്റുകളെ സംബന്ധിച്ചും മുസ്ലിം കമ്മ്യൂണലിസ്റ്റുകളെ സംബന്ധിച്ചും വെരി സൂൺ വി ആർ ഗോയിങ് ടു ബി ഇറലവന്റ് എന്നൊരു റിയലൈസേഷൻ വന്നു. ഈ രീതിയിൽ പോയാൽ ഒരു യുണൈറ്റഡ്, ഒരു ഹിന്ദു ഡോമിനേറ്റഡ് ഇന്ത്യൻ ആ ഫ്രെയിംവർക്കിനകത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, കാരണം കോൺഗ്രസ് ഒരു സെക്യുലർ പാർട്ടി എന്നുള്ള നിലയിൽ ഹിന്ദുസിന്റെയും മുസ്ലിംസിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് സമ്പാദിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നമുക്കൊരു റെലവൻസ് ഉണ്ടാകത്തില്ല എന്നൊരു ട്രൂ റിയലൈസേഷൻ ഹിന്ദു മഹാസഭയ്ക്കും കിട്ടി, ഇപ്പുറത്ത് മുസ്ലിം ലീഗിനും കിട്ടി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നോക്കുവാണെങ്കിൽ മുസ്ലിം ലീഗ് ഒഫീഷ്യലി പാകിസ്ഥാൻ ഡിമാൻഡ് ചെയ്യുന്നത് 1940ലാണ്. ആ 2 നേഷൻ തിയറിയുടെ ഏറ്റവും ലാൻഡ്മാർക്ക് പോയിന്റ് ഇവിടെയാണ്. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മനസ്സിലായി ഇഫ് we have to be relevant anymore, then we need a separate system. ആ പോയിന്റിൽ നിന്നാണ് പിന്നെ അവർ 1940 മുതൽ അങ്ങോട്ടേക്ക് എന്ത് ഡിമാൻഡ് ചെയ്യുന്നത്? പാകിസ്ഥാൻ ഡിമാൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മുടെ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഒന്നും നടന്നില്ല, ഗാന്ധി തിരിച്ചു പോകുന്നു. പിന്നീട് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിന് ശേഷം എന്ത് സംഭവിക്കുന്നു? അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഒരു അവാർഡ് കൊണ്ടുവരുന്നു, അല്ലെ ഒരു സാധനം അവാർഡ് ചെയ്തത്. എന്താണത്? കമ്മ്യൂണൽ അവാർഡ്. ഒരു ഡോക്യുമെന്റ് ആണ്. എന്താണ് അതിൽ പറയുന്നത്? അതിൽ മോസ്റ്റ് കോൺട്രവേഴ്സ്യൽ പ്രൊവിഷൻ വാസ് ഗ്രാൻഡിങ് ഓഫ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് ടു ദ ഡിപ്രസ്ഡ് ക്ലാസ്സസ്. അതുപോലെ കമ്മ്യൂണൽ അവാർഡ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. എന്നാൽ ഫോർ എ പീരീഡ് ഓഫ് അബൌട്ട് 20 years ഡിപ്രസ്ഡ് ക്ലാസ്സസിന് എന്ത് കൊടുത്തു? സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊടുത്തു. ഇത് ഗാന്ധിജിക്ക് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നി. എന്തായിരുന്നു പ്രശ്നം? ഗാന്ധിജിയെ സംബന്ധിച്ച് ഇങ്ങനെ ഇന്റൻസിഫൈ ചെയ്തു പോകുന്ന നാഷണൽ മൂവ്മെന്റിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു ടാക്ടിക്സ് ആണ് എന്ത്? ഈ ഡിപ്രസ്ഡ് ക്ലാസ്സസിന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്. കാരണം ഡിപ്രസ്ഡ് ക്ലാസ്സസ് അല്ലെങ്കിൽ ദളിറ്റ്സ് എന്ന് വിളിക്കുന്നവർ ആരാണ്? ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ള നമ്മൾ അൺടച്ചബിൾസ് എന്ന് വിളിക്കുന്ന മനുഷ്യരാണ്. അപ്പം പുള്ളി വിചാരിച്ചത് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് കൊണ്ടുവന്നാൽ ദിസ് ഇസ് ലൈക്ക് separating the depressed classes from the Hindu fold. That means creating a division within Hinduism. അപ്പം എന്താണ്? The depressed classes will be more loyal to the British than to the nationalist cause. ആ ഒരു റിയലൈസേഷനിൽ നിന്നാണ് ഗാന്ധി എന്ത് ചെയ്യുന്നത്? ഡിപ്രസ്ഡ് ക്ലാസ്സസിന്റെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എതിർക്കുന്നത്, അല്ലെ? അപ്പൊ അതിനെ എതിർക്കാൻ പുള്ളി എന്ത് അഡോപ്റ്റ് ചെയ്തു? പുള്ളി യെരവാഡ ജയിലില് ഫാസ്റ്റ് ചെയ്തു, അല്ലെ? നിരാഹാരം കിടന്നു. അപ്പം ആ നിരാഹാരം കിടന്ന് സെപ്റ്റംബർ 20 എന്തുവാണ് നിരാഹാരം കിടക്കുന്നത്? സെപ്റ്റംബർ 24 ആകുമ്പോഴേക്കും അംബേദ്കർ അടക്കമുള്ള ലീഡേഴ്സ് അവര് ഭയങ്കര പ്രഷറിലായി. ഗാന്ധിക്ക് എന്തെങ്കിലും പറ്റിപ്പോയ എല്ലാ റെസ്പോൺസിബിലിറ്റി ഇവരുടെ തലയിലിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇമ്മീഡിയറ്റ്ലി ദേ വെർ ഫോഴ്സ് ടു ഹാവ് എ കോംപ്രമൈസ് വിത്ത് ഗാന്ധി. അങ്ങനെ എന്താണ് ഗാന്ധിയും അംബേദ്കറും ഒപ്പിടുന്ന ഒരു പാക്ട് ആണ് എന്ത്? പൂന പാക്ട് ഇൻ 1932 സെപ്റ്റംബർ. ഓക്കെ, അപ്പം സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് കഴിഞ്ഞതിന് ശേഷമാണ് കമ്മ്യൂണൽ അവാർഡ് വരുന്നത്. ആൻഡ് പൂന പാക്ട് അതിനുശേഷമാണ് വരുന്നത്, പാക്ട് ബിറ്റ്വീൻ ഗാന്ധി ആൻഡ് നമ്മുടെ അംബേദ്കർ. അപ്പം എന്താണ് ബേസിക്കലി? അംബേദ്കർ ഗേവ് അപ്പ് ദി ഐഡിയ ഓഫ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ ഡിപ്രസ്ഡ് ക്ലാസ്സസ്. ഇൻസ്റ്റെഡ് ഹി അഗ്രീഡ് ഓൺ എന്താണ് റിസർവേഷൻ ഫോർ ദി ദളിറ്റ്സ് ഇൻ ദി ലെജിസ്ലേച്ചേഴ്സ്. പ്രൊവിൻഷ്യൽ ആൻഡ് സെൻട്രൽ ലെജിസ്ലേച്ചേഴ്സിൽ റിസർവേഷൻ ഉള്ള ഐഡിയ എൻഡോഴ്സ് ചെയ്തു. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ
പൂന പാക്റ്റും സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസും പിന്നീട് മെയിൻ പ്രൊവിഷൻസ് കിടപ്പുണ്ട്, പൂന പാക്റ്റ്. അതുപോലെ പിന്നെ തേർഡ് കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ പൂന പാക്ട് സൈൻ ചെയ്തതിന് ശേഷം ഗാന്ധിജി ജയിലിലായിരുന്നു. ആൻഡ് ആഫ്റ്റർ ഒരു 1 or 2 years ഹി കെയിം ഔട്ട് ഓഫ് ജയിൽ. അപ്പൊ തന്നെ ജയിലിരിക്കവേ തന്നെ പുള്ളി എന്ത് സ്റ്റാർട്ട് ചെയ്തു, ഒരു ഹരിജൻ ക്യാമ്പയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അൺടച്ചബിൾസ് എന്ന് വിളിക്കുന്ന മനുഷ്യരെ എന്ത് ചെയ്യണം, അവര് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും ഡിസ്ക്രിമിനേഷൻസും ഒക്കെ എൻഡ് ചെയ്തിട്ട് അവര് ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്ത് ഈക്വൽ സ്റ്റാറ്റസ് ഉള്ള മനുഷ്യരാക്കി മാറ്റണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം, അപ്പർ കാസ്റ്റ് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മൾ കൺസ്ട്രക്റ്റീവ് വർക്ക് ചെയ്യണം, അല്ലെ? ഇപ്പൊ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോഴേക്കും അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, തൊടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ എൻഡ് ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിപ്രസ്ഡ് ക്ലാസ്സസിന് ഈക്വൽ സ്റ്റാറ്റസ് കിട്ടുള്ളൂ, അല്ലെ? അപ്പൊ അതിനുവേണ്ടി ഗാന്ധി ലോഞ്ച്ഡ് ഹിസ് ഹരിജൻ ക്യാമ്പയിൻ. പിന്നെ അതുപോലെ ഹരിജൻ സേവക് സംഘ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്ലാറ്റ്ഫോം പുള്ളി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ അൺടച്ചബിലിറ്റി ലീഗ് ഒക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതൊക്കെ 1932-33 ആ പീരീഡിൽ നടക്കുന്നതാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ, കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. Subsequent to which one of the following events Gandhiji, who consistently opposed untouchability and appealed for its eradication from all spheres, decided to include the upliftment of Harijans in his political and social program? എപ്പോഴാണ് ഹരിജൻസിനെ ഗാന്ധി അദ്ദേഹത്തിന്റെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ, ഏത് ഇവന്റിന് ശേഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കൂ, പൂന പാക്ട്, ഗാന്ധി ഇർവിൻ പാക്ട്, കണ്ടോ, ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു depressed classes. Arrest of Congress leadership at the time of Quit India movement, not, അല്ലെ? Promulgation of the Government of India Act 1935, no. അപ്പൊ ക്ലിയർലി എന്താണ്, സൂൺ ആഫ്റ്റർ ദി പൂന പാക്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇത്ര ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ കണ്ണടച്ച് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ചെയ്യാം, അല്ലെ? കഴിഞ്ഞ പ്രിലിംസിൽ ഈ ക്വസ്റ്റ്യൻ ശരിയാക്കിയവരുണ്ടോ? ശരിയാക്കി. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ അത് പറഞ്ഞു. പിന്നെ തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും എന്താണ്, ഗാന്ധി ആൻഡ് കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല. ആൻഡ് കാര്യമായിട്ടുള്ള എന്താ പറയുക ഔട്ട്കംസ് ഒന്നും തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഉണ്ടാവുന്നില്ല. 1932 എൻഡിലാണ് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പം പൂന പാക്ട് പറഞ്ഞു. ഇനി നമ്മൾ പ്രധാനമായിട്ട് ഇപ്പം നമ്മൾ 1932 അപ്പൊ 1934 ഒക്കെ ആകുമ്പോഴേക്കും ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്, ഹി സസ്പെൻസ് ദി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. പിന്നെ ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസസിന്റെ ഒരു അൾട്ടിമേറ്റ് ഔട്ട്കം എന്തായിരുന്നു, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. കാരണം ലാസ്റ്റ് റീഫോംസ് നടന്നത് എപ്പോഴാ, 1919 അല്ലെ? 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോംസ് ആണ് ലാസ്റ്റ് നടന്ന റീഫോംസ്. ഇനി എന്തൊക്കെ റീഫോംസ് വേണമെന്ന് ഡിസ്കസ് ചെയ്യാനാണ് സൈമൺ കമ്മീഷനെ വെച്ചതും അതിനുശേഷം റൗണ്ട് ടേബിൾ കോൺഫറൻസ് നമ്മൾ സംഘടിപ്പിച്ചതും. അവിടെ കാര്യമായിട്ട് ഔട്ട്കംസ് ഒന്നും വന്നില്ലെങ്കിൽ കൂടിയും എന്ത് ചെയ്തു, ബ്രിട്ടീഷ് പാർലമെന്റ് നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് റീഫോംസ് പാസ്സാക്കി. അതാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, അല്ലെ? അതിന്റെ പ്രൊവിഷൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ്സ് സെപ്പറേറ്റ് ആയിട്ട് കാണും. ഓക്കെ ഓക്കെ, അപ്പം എന്താ പറയാ, അപ്പൊ നമ്മൾ 1935 എത്തുന്നു. 1935 ശേഷം ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പ്രൊവിൻഷ്യൽ ഇലക്ഷൻസ്, പ്രൊവിൻഷ്യൽ അസംബ്ലീസിലേക്ക് ഇലക്ഷൻ നടക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇത്. ഓക്കെ, അപ്പൊ 1937 ഒക്കെ ആകുമ്പോഴേക്കും പ്രൊവിൻഷ്യൽ അസംബ്ലിയുടെ ഇലക്ഷൻസ് കംപ്ലീറ്റ് ആവുന്നു. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്, ഇൻ മെജോറിറ്റി ഓഫ് ദ പ്രോവിൻസസ് കോൺഗ്രസിന് കൃത്യമായ മെജോറിറ്റി കിട്ടി. ഓക്കെ, അപ്പം ലീഗ് അല്ലെങ്കിൽ ഹിന്ദു മഹാസഭ ഇങ്ങനത്തെ ഫ്രിഞ്ച് എലമെന്റ്സ് ഒക്കെ ശരിക്കും നെറ്റിപ്പോയി. ഓക്കെ, അപ്പം ആ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ്, ഇൻ മെജോറിറ്റി ഓഫ് ദി പ്രോവിൻസസ് കോൺഗ്രസ് പവറിൽ വരികയാണ്. അപ്പൊ അവിടെ ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നു. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് 1934 സസ്പെൻഡ് ചെയ്തു. അപ്പൊ വീണ്ടും അവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, വെദർ ടു ജോയിൻ ദി കൗൺസിൽസ്, അതായത് ഇലക്ഷന് പങ്കെടുത്ത് നമ്മൾ കൗൺസിൽസിലോട്ട് പോണോ വേണ്ടയോ. അപ്പോൾ അഗെയിൻ നമ്മുടെ എന്താണ് ഒരു കോംപ്രമൈസ്, ഗാന്ധി ഇടപെട്ട ഒരു കോംപ്രമൈസ് വന്നു. അതെന്തിനാണ്, ബേസിക്കലി ഇങ്ങനെ ഒരു സൂററ്റ് ലൈക്ക് സ്പ്ലിറ്റ് ഇനി ഉണ്ടാവാതിരിക്കാനാണ്, അല്ലെ? അപ്പൊ അങ്ങനെ എന്ത് തീരുമാനിച്ചു, യെസ് യു ക്യാൻ, ആർക്കൊക്കെ എന്താണ് മത്സരിക്കാൻ ആഗ്രഹമുണ്ടോ അവർക്കൊക്കെ മത്സരിക്കാം, കൗൺസിൽസിലേക്ക് എൻറ്റർ ചെയ്യാം എന്നുള്ളൊരു പോളിസിയിലേക്ക് അവരെത്തുന്നുണ്ട്. ഓക്കെ, പക്ഷേ 1937 നമ്മുടെ മിനിസ്ട്രീസ് വരുമെങ്കിലും 1939 ദ മിനിസ്ട്രീസ് വെർ ആസ്ക്ഡ് ടു റിസൈൻ. ഏത് കോണ്ടെക്സ്റ്റിലാണ്,
വേൾഡ് വാർ ടുവിന്റെ കോണ്ടെക്സ്റ്റിൽ അല്ലെ. വേൾഡ് വാർ 2 എപ്പോഴാണ് വരുന്നത്, ഒഫീഷ്യലി ലോഞ്ച് ആവുന്നത് എപ്പോഴാണ്? 1939 സെപ്റ്റംബറിലാണ്. വെൻ ജർമ്മനി അറ്റാക്ട് പോളണ്ട്. ജർമ്മനി പോളണ്ടിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ബ്രിട്ടൻ ഡിക്ലെയർസ് വാർ ഓൺ ജർമ്മനി. അത് മാത്രമല്ല, ബ്രിട്ടൻ ഡിക്ലെയർഡ് ഇന്ത്യസ് സപ്പോർട്ട് ടു ദി വാർ ഇൻ യൂറോപ്പ്. ബ്രിട്ടീഷ് ഇന്ത്യ ഈസ് ഓൾസോ സപ്പോർട്ടിങ് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്നുള്ള ഒരു ഡിക്ലറേഷൻ വന്നു അല്ലെ. അപ്പൊ ഇന്ത്യൻസിനോട് ചോദിക്കാതെ, ഇന്ത്യൻസിനെ അഫക്റ്റ് പോലും ചെയ്യാത്തൊരു യുദ്ധത്തിൽ ഇന്ത്യൻസിനോട് ചോദിക്കാതെ ഇന്ത്യൻസിന്റെ പാർട്ടിസിപ്പേഷനും അലീജിയൻസും ഡിക്ലെയർ ചെയ്യുവാണ്. അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെ. അപ്പം ആ 1939 വാർ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ലീഡേഴ്സ് എന്തൊക്കെ പറയുന്നുണ്ട്? ഇന്ത്യൻസ് സപ്പോർട്ട് ചെയ്യാം. അതായത് പല ഒപ്പീനിയൻസ് വരുന്നുണ്ട്. ഒരു കൂട്ടർ പറയുന്നത് ഇപ്പം ബ്രിട്ടൻ ഈസ് ഇൻ എ ഡിഫിക്കൽട്ട് പൊസിഷൻ, നമ്മൾ അവരെ ഇപ്പം എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. അത് ഗാന്ധിയെ പോലുള്ള കുറച്ച് ആളുകൾ അങ്ങനെ പറഞ്ഞു. സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള കുറച്ച് എക്സ്ട്രീം വ്യൂസ് ഉള്ളവർ എന്ത് പറഞ്ഞു? ദിസ് ഈസ് ദ റൈറ്റ് മൊമെന്റ്. ഇപ്പൊ എനിമി വീക്കായി നിൽക്കുന്ന മൊമെന്റ് ഇപ്പോഴാണ്, വി ഷുഡ് ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു. പക്ഷെ നെഹ്റു ആണ് കുറച്ചുകൂടെ ഒരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു പൊസിഷൻ പറഞ്ഞത്. നെഹ്റു എന്ത് പറഞ്ഞു? നമുക്ക് വാറിൽ സപ്പോർട്ട് ചെയ്യാം, ബിക്കോസ് ബ്രിട്ടൻ ഇസ് റെസിസ്റ്റിംഗ് ഫാസിസം ഇൻ യൂറോപ്പ്. അപ്പൊ നമ്മളും ഫാസിസത്തിനെതിരാണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല. വി ഓൾസോ സപ്പോർട്ട് ഡെമോക്രസി. പക്ഷെ എന്ത് ചെയ്യണം? ബ്രിട്ടൻ ക്യാൻ സപ്പോർട്ട് അല്ലെങ്കിൽ ഡിഫെൻഡ് ഡെമോക്രസി ഓൺലി ഇഫ് ഇറ്റ് ഈസ് റെഡി ടു ഗ്രാൻഡ് ഡെമോക്രസി ടു ഇന്ത്യ. അപ്പൊ ഇന്ത്യക്ക് ഫ്രീഡവും അല്ലെങ്കിൽ ഇന്ത്യക്ക് സെൽഫ് ഗവൺമെന്റും തന്നിട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അവിടെ ഞങ്ങൾ ഡെമോക്രസി ഡിഫെൻഡ് ചെയ്യുന്നു എന്ന് പറയാൻ അവർക്ക് യോഗ്യതയുള്ളൂ അല്ലെ. അപ്പോൾ ഇന്ത്യൻസ് ഡെഫിനറ്റ്ലി ക്യാൻ സപ്പോർട്ട് ദ വാർ ഇഫ് എന്താണ് ഡെമോക്രസി ആൻഡ് ഫ്രീഡം ഈസ് ഗ്രാൻഡഡ് ടു ഇന്ത്യൻസ്. അതാണ് നെഹ്റുവിന്റെ പൊസിഷൻ അല്ലെ. അപ്പൊ ഈ ലൈൻസിൽ പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ഇവര് പ്രഷറൈസ് ചെയ്യാൻ തുടങ്ങി. ഇന്ത്യൻസിന്റെ സപ്പോർട്ട് വേണോ? വേണമെങ്കിൽ എന്ത് വേണം? ഞങ്ങൾക്ക് ഫ്രീഡം തരിക. സിമ്പിൾ അല്ലെ. ഒരു പാലം ഇട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും, പകരം നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഫ്രീഡം തരണം. ഞങ്ങള് 1929 മുതൽ ഒരു സാധനം ചോദിച്ചുകൊണ്ട് നടക്കുവാണല്ലോ. എന്താണത്? പൂർണ്ണ സ്വരാജ്. അതൊക്കെ തരണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അത്രേ ഉള്ളൂ നെഹ്റുവിന്റെ പൊസിഷൻ. അപ്പം ഇത് നമ്മുടെ ആരായിരുന്നു വൈസ്രോയ് ആ സമയത്ത്? വൈസ്രോയ് ലിൻലിത്ഗോ. വൈസ്രോയ് ലിൻലിത്ഗോ പറഞ്ഞു, പോയി പണി നോക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല, പൂർണ്ണ സ്വരാജും ഇല്ല, ഒന്നുമില്ല അല്ലെ എന്ന് പറഞ്ഞു. കാരണം ആദ്യത്തെ പീരീഡിലൊക്കെ 1939, 1940 ഇവര് വിചാരിച്ചു വാർ ഇത്ര നീണ്ടു പോകത്തില്ല, അപ്പൊ അധികം വലിയ ഇന്ത്യൻസ് അധികം വിളച്ചിലൊന്നും എടുക്കണ്ട, ഞങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് ഇനീഷ്യലി ദേ വെർ നോട്ട് റെഡി ടു കൺസീഡ് എനി ഡിമാൻഡ്സ് പുട്ട് ഫോർവേഡ് ബൈ ദി ഇന്ത്യൻസ്. പക്ഷേ പിന്നീട് എന്താ സംഭവിക്കുക? അതിനിടയ്ക്ക് 1940 മാർച്ചിലൊക്കെ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ റെസൊല്യൂഷൻ പാസ്സാക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പാരലലി കുറച്ച് ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. ദെൻ 1940 ഒക്കെ അടുക്കാറാവുമ്പോഴേക്കും ജർമ്മനി കണ്ടമാനം അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ബ്രിട്ടന്റെ അലൈസിൽ നിന്ന് വളരെ പ്രഷർ ഉണ്ട്. എന്ത്? ഇന്ത്യൻസിന്റെ സപ്പോർട്ട് ചോദിക്കണം, മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യാണ്? ഇന്ത്യൻസിനെ ഒന്ന് കോൺസിലിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് സംഭവിക്കുന്നു? ഓഗസ്റ്റ് ഓഫർ കൊണ്ടുവരുന്നു. അപ്പൊ ഓഗസ്റ്റ് ഓഫറിൽ എന്താണ് അവർ പ്രോമിസ് ചെയ്യുന്നത്? ഡൊമിനിയൻ സ്റ്റേറ്റസ് ആൻഡ് ഓൾസോ എ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആഫ്റ്റർ ദി വാർ മെയിൻലി കൺസിസ്റ്റിംഗ് ഓഫ് ഇന്ത്യൻസ്. അപ്പം ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമ്മൾ കൊണ്ടുവരും ആഫ്റ്റർ ദി വാർ ആൻഡ് ദാറ്റ് വിൽ കൺസിസ്റ്റ് ഓഫ് ഇന്ത്യൻസ് മെയിൻലി. അതിന്റെ അർത്ഥം എന്താ? ബ്രിട്ടീഷ് സ്റ്റേക്ക് ഹോൾഡേഴ്സും ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ അത് എന്ത് ചെയ്തു? വി റിജക്റ്റഡ് ദി ഓഗസ്റ്റ് ഓഫർ അല്ലെ. ഓഗസ്റ്റ് ഓഫർ നമ്മൾ റിജക്ട് ചെയ്യുന്നു. അത് മാത്രമല്ല, ഈ ഓഗസ്റ്റ് ഓഫറിനെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു സാധനം ലോഞ്ച് ചെയ്യുമല്ലോ, ഇൻഡിവിജ്വൽ സത്യാഗ്രഹം. ഇൻഡിവിജ്വൽ സത്യാഗ്രഹ ലോഞ്ച് ചെയ്യും. ആരായിരുന്നു ഫസ്റ്റ് സത്യാഗ്രഹി? വിനോദ ഭാവെ. രണ്ടാമത്തത് ജവഹർലാൽ നെഹ്റു. മൂന്നാമത്തത് ബ്രഹ്മദത്ത്. അങ്ങനെ ഇൻഡിവിജ്വൽ സത്യാഗ്രഹ ബേസിക്കലി ടു ടോക്ക് അബൌട്ട് ദ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഡ്യൂറിങ് വാർ അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് ദി വാർ. അതുപോലെ തന്നെ എന്താണ്? ടു പ്രഷറൈസ് ദി ബ്രിട്ടീഷ് ഗവൺമെന്റ്. അതായത് ഒരു മാസ് സത്യാഗ്രഹം ലോഞ്ച് ചെയ്താൽ ബ്രിട്ടീഷിന് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ ലെവലിലുള്ള ചെറിയ ഒരു പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തുവാണ്. അപ്പൊ അത് എന്താണ്? ഫ്രം നൂക്ക് ആൻഡ് കോർണർ ഓഫ് ദി കൺട്രി, ഇന്ത്യയുടെ എല്ലാ സ്ഥലത്തേക്കും ഈ ഇൻഡിവിജ്വൽ സത്യാഗ്രഹം വ്യാപിപ്പിക്കണം. ഇതായിരുന്നു ഒരു പ്ലാൻ. ഓക്കെ, പിന്നീട് നമ്മൾ എന്താ കാണുന്നത്?
ഇൻഡിവിജ്വൽ സത്യാഗ്രഹ പറഞ്ഞു. പിന്നീട് 1941 ആകുമ്പോഴേക്കും 1941-42 ആകുമ്പോഴേക്കും കാര്യങ്ങൾ കൂടുതൽ വഷളാവും അല്ലെ. 41 ജൂണിൽ എന്ത് സംഭവിക്കുന്നു? USSRനെ ആര് അറ്റാക്ക് ചെയ്യുന്നു? ജർമ്മനി അറ്റാക്ക് ചെയ്യുന്നു. സോ USSR is dragged into the war. അതുപോലെ തന്നെ 1941 ജപ്പാൻ എന്ത് ചെയ്യുന്നു? US-ന്റെ നേവൽ ബേസ് പേൾ ഹാർബർ പസഫിക് ഓഷ്യനിൽ അറ്റാക്ക് ചെയ്യുന്നു അല്ലെ. അതും കൂടെ ആയപ്പം ഈവൻ USA is also dragged into the war അല്ലെ. പിന്നെന്താ, അതും കഴിഞ്ഞ് 1942 ഒക്കെ ആകുമ്പോഴേക്കും എന്താ പറ്റുന്നത്? ജപ്പാൻ ഈ വേൾഡ് വാർ 2 ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ഇവരാണല്ലോ എന്താണ് ആക്സിസ് പവേഴ്സ്. ജപ്പാൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ മുഴുവൻ ഇമ്പീരിയൽ ആസ്പിറേഷൻസ് ഉള്ളത് കൊണ്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇങ്ങനെ അടക്കി വാണോണ്ടിരിക്കുകയാണ്. ഓരോ കൺട്രീസ് ഒക്യുപ്പൈ ചെയ്തുകൊണ്ടിരിക്കുക. 1942 ഒക്കെ ആകുമ്പോഴേക്കും മാർച്ച് ഒക്കെ ആകുമ്പോഴേക്കും എന്താണ് അവസ്ഥ? ജപ്പാൻ ഒക്യുപ്പൈസ് റംഗൂൺ. റംഗൂൺ എവിടെയാണ്? ബർമ, മ്യാൻമറിലാണ്. അപ്പൊ റംഗൂൺ എന്ന് വെച്ചാൽ എന്താ? റംഗൂണിന്റെ പ്രത്യേകത എന്താ? റംഗൂൺ ഒക്യുപ്പൈ ചെയ്തു എന്നതിന്റെ അർത്ഥം എന്താ? നാളെ തന്നെ അവർക്ക് ഇന്ത്യ ഒക്യുപ്പൈ ചെയ്യും, അത്രയും ക്ലോസ് ആണ്. അപ്പം ഇന്ത്യൻ കോപ്പറേഷന് വേണ്ടിയിട്ട് ഇവർ വളരെ ഡെസ്പറേറ്റ് ആയി. ആ കോണ്ടെക്സ്റ്റിലാണ് അവർ എന്ത് ചെയ്യുന്നത്? കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുന്ന ക്രിപ്സ് മിഷൻ. അപ്പൊ ക്രിപ്സ് മിഷനെ വിടുവാണ്. ആരായിരുന്നു? സ്റ്റഫോർഡ് ക്രിപ്സ് ആണ് ക്രിപ്സ് മിഷനുമായിട്ട് വരുന്നത്. പുള്ളി എന്താണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്? ഡൊമിനിയൻ സ്റ്റേറ്റസ് ആൻഡ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കൺസിസ്റ്റിംഗ് ഫുള്ളി ഓഫ് ഇന്ത്യൻസ് അല്ലെ. അപ്പൊ അവിടെ നിന്ന് പൊസിഷൻ ഒന്ന് മാറ്റി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ മുഴുവൻ ഇന്ത്യൻസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ, ബ്രിട്ടീഷ് ഇടപെടൽ ഉണ്ടാവത്തില്ല. അങ്ങനെ വന്നു അല്ലെ. പക്ഷെ നമ്മൾ എന്താണ് ക്രിപ്സ് മിഷന്റെ പ്രശ്നം എന്താ? ബോത്ത് കോൺഗ്രസ് ആൻഡ് ലീഗ് റിജക്റ്റഡ് ദി ക്രിപ്സ് മിഷൻ അല്ലെ. കാരണം വി വെർ നോട്ട് ആസ്കിങ് ഫോർ ഡൊമിനിയൻ സ്റ്റേറ്റസ്, നമുക്ക് എന്താ വേണ്ടത്? പൂർണ്ണ സ്വരാജാണ്. അപ്പൊ ഇത് നമുക്ക് വേണ്ടാന്ന് നമ്മൾ തുറന്നു പറഞ്ഞു. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ അടുത്ത ഡെവലപ്മെന്റ് നടക്കുന്നത്? ക്രിപ്സ് മിഷൻ ഫെയിൽ ആവുകയാണ്, നമ്മൾ റിജക്റ്റ് ആവുകയാണ്, നമ്മുടെ ഡിമാൻഡ്സ് ഒന്നും നെഗോഷിയേറ്റ് ചെയ്യാൻ അവർ തയ്യാറായിരുന്നില്ല. അപ്പൊ ക്രിപ്സ് മിഷൻ തോറ്റ് പുറത്തുപോയി. ഐ മീൻ ക്രിപ്സ് മിഷൻ വാസ് എ ഫെയിലിയർ. അതിനെ തുടർന്ന് ഇന്ത്യയിൽ പിന്നെ ലോഞ്ച് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ മൂവ്മെന്റിന്റെ ഏറ്റവും ലാസ്റ്റ് ഫേസ് ഓഫ് മാസ് സ്ട്രഗിൾ ആണ് എന്ത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അല്ലെ. ഗാന്ധി ലോഞ്ച് ചെയ്യുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942. അതിന്റെ പ്രത്യേകത എന്താണ്? 1942 ഓഗസ്റ്റ് 8 ലോഞ്ച് ചെയ്യുന്നു. ഓഗസ്റ്റ് 9 തന്നെ എന്ത് ചെയ്യുന്നു? ഓൾ മേജർ ലീഡേഴ്സ് വെർ അറസ്റ്റഡ് അല്ലെ. അപ്പം ഇവർ വിചാരിച്ചു മൂവ്മെന്റ് അങ്ങനെ നമുക്ക് സപ്രസ് ചെയ്യാം. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും നമ്മൾ കൗണ്ടർ ചെയ്തു. എങ്ങനെ കൗണ്ടർ ചെയ്തു? എ സെക്കൻഡ് ലൈൻ ഓഫ് ലീഡർഷിപ്പ് എമേർജ്ഡ് ഇമ്മീഡിയറ്റ്ലി അല്ലെ. അരുണ അസഫ് അലി, സുചേത കൃപലാനി, റാം മനോഹർ ലോഹിയ, ഇങ്ങനെ ഒത്തിരി പേര് എമേർജ് ചെയ്തു വരുന്നു. ബിജു പട്നായിക്, ഇങ്ങനെ ഒത്തിരി പേര് അല്ലെ. അപ്പം ദേ ഇൻഫാക്ട് ലെഡ് ദ മൂവ്മെന്റ് ആൻഡ് സ്പ്രെഡ് ദ മൂവ്മെന്റ് അക്രോസ് ദി കൺട്രി. പിന്നീട് ഉഷ മെഹ്തയൊക്കെ എന്ത് ചെയ്തു? അണ്ടർഗ്രൗണ്ട് റേഡിയോസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്തു. ആ ഇൻസിഡൻസ് ഒക്കെ നമുക്കറിയാം അല്ലെ. ഇനി രണ്ടാമത്തെ അടുത്ത ഒരു ഇവന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഈ ക്രിപ്സ് മിഷൻ ഫെയിലായി. പക്ഷെ അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കോൺഗ്രസും ലീഗും തമ്മിൽ എങ്ങനെയെങ്കിലും ഒരു കോപ്പറേഷൻ പോസിബിൾ ആണോ എന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നു. കാരണം എന്താ? ബ്രിട്ടീഷുകാർ നമ്മളെ എപ്പോഴും കളിയാക്കുന്നത് എന്തിനാ? നിങ്ങൾ തമ്മിലൊരു യോജിപ്പില്ലല്ലോ. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു ഇന്ററീം ഗവൺമെന്റിന് ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കുവാണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ട്രാൻസ്ഫറിങ് പവർ. പക്ഷെ നിങ്ങൾ തമ്മിലൊരു യോജിപ്പില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെയെങ്കിലും ഒരു കോംപ്രമൈസിലെത്താൻ പല എഫേർട്സും ഉണ്ട്. അതിലൊന്നാണ് നമ്മൾ പഠിക്കുന്നത് എന്ത്? രാജാജി ഫോർമുല അല്ലെ. സി രാജഗോപാലാചാര്യാണ് ആ ഫോർമുല കൊണ്ടുവരുന്നത്. ഈവൻ ഗാന്ധി സപ്പോർട്ടഡ് ദാറ്റ് ഫോർമുല അല്ലെ. അപ്പം രാജാജി എന്തായിരുന്നു ആ ഫോർമുല? മുസ്ലിം ലീഗിനോട് പറഞ്ഞു, വി ക്യാൻ കൺസിഡർ യുവർ ഡിമാൻഡ് ഫോർ പാകിസ്ഥാൻ പ്രൊവൈഡഡ് യു സപ്പോർട്ട് ദി ഡിമാൻഡ് ഫോർ ഫ്രീഡം. ആദ്യം നമുക്ക് ഫ്രീഡം മേടിക്കാം, എന്നിട്ട് നമുക്ക് പാകിസ്ഥാന്റെ ഡിസിഷൻ എടുക്കാം, ഓക്കെ എന്നുള്ളതായിരുന്നു. അപ്പം എന്ത് ചെയ്യണം? ലീഗ് കോൺഗ്രസിന്റെ കൂടെ നിന്ന് ഫ്രീഡം എന്നൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ കൂടെ നിൽക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വൺസ് വി ഗെറ്റ് ദ ഫ്രീഡം, നമുക്ക് എന്ത് ചെയ്യാം? നോർത്ത് വെസ്റ്റിലും നോർത്ത് ഈസ്റ്റിലും നമുക്കൊരു റെഫറൻഡം വെക്കാം, അല്ലെങ്കിൽ പ്ലെബിസൈറ്റ് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് തീരുമാനിക്കാം, ഇഫ് ദ പീപ്പിൾ ഡിമാൻഡ് പാർട്ടീഷൻ, നമുക്ക് പാർട്ടീഷൻ ചെയ്യാം. പകരം എന്ത് ചെയ്താൽ മതി? ഒരു ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ്, കമ്മ്യൂണിക്കേഷൻസ്, ഇങ്ങനത്തെ ചില സെലക്റ്റഡ് ഏരിയാസ് മാത്രം നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ബാക്കി എല്ലായിടത്തും
പാർട്ടീഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോണമി. പക്ഷെ ഒരു ഫ്യൂ സബ്ജക്ട്സിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു കോമൺ ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താം. അതായിരുന്നു രാജഗോപാലാചാരി ഫോർമുല. പക്ഷെ എന്ത് ചെയ്തു, ലീഗ് അതിനെ റിജക്ട് ചെയ്തു. കാരണം എന്താണ്, ഇറ്റ് ഡിഡ് നോട്ട് ലൈക്ക് ദി ഐഡിയ ഓഫ് എ കോമൺ സെന്റർ. അതായത് കമ്മ്യൂണിക്കേഷനും ഡിഫൻസും ഒക്കെ ഒരുമിച്ചാക്കാം എന്നാണല്ലോ പറഞ്ഞത്. അത് ലീഗിന് അത്ര പിടിച്ചില്ല. അപ്പൊ അങ്ങനെ രാജഗോപാലാചാരി ഫോർമുല പാളിപ്പോയി. പിന്നീട് വരുന്ന മറ്റൊരു എഫേർട്ടാണ് നമ്മുടെ ദേശായി ലിയാഖത്ത് പാക്ട്. അപ്പൊ ബുലാഭായ് ദേശായിയും മുസ്ലിം ലീഗിന്റെ പ്രോമിനന്റ് ലീഡർ ആയിട്ടുള്ള ലിയാഖത്ത് അലി ഖാനുമായിട്ടുള്ള ഒരു പാക്റ്റാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് ബുലാഭായ് ദേശായി കോൺഗ്രസിന്റെ എൻഡോഴ്സ്മെന്റ് ഇല്ലാതെ പോയി ഒരു ധാരണയിൽ എത്താൻ ശ്രമിച്ചതാണ്. അപ്പൊ പുള്ളിക്കെതിരെ പാർട്ടി പിന്നെ അച്ചടക്ക നടപടി സ്വീകരിച്ചു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ, രാജാജി ഹാഡ് ദി ഗാന്ധിസ് എൻഡോഴ്സ്മെന്റ്. പക്ഷെ ഇവിടെ എന്തില്ല, ദേശായി ലിയാഖത്ത് പ്ലാൻ വാസ് നോട്ട് എൻഡോഴ്സ്ഡ് ബൈ കോൺഗ്രസ് ഒഫീഷ്യലി. ഓക്കെ, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ദേശായി ലിയാഖത്ത് പാക്ട് എന്ന് പറയുന്നത് ഈ ഇന്ററിം ഗവൺമെന്റിന്റെ ഒരു അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതായത് ഈ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലാണല്ലോ നമ്മൾ തൽക്കാലം ഇന്ററിം ഗവൺമെന്റ് ആയിട്ട് കണക്കാക്കുക, അൺടിൽ ഫ്രീഡം ഇസ് ഗിവൻ. അപ്പൊ ആ ഇന്ററിം ഗവൺമെന്റിൽ എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാം. അപ്പം എന്താണ്, ഈക്വൽ റെപ്രസെന്റേഷൻ ടു ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് എന്നൊരു അറേഞ്ച്മെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പ്രൊവിഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം അതെന്തായി, അത് വർക്ക്ഔട്ട് ആയില്ല. ദാറ്റ് ഓൾസോ എന്താണ് ഫിസിൽഡ് ഔട്ട്. അപ്പം ദേശായി ലിയാഖത്ത് പാക്ട്, അപ്പൊ ഇതെന്ന് വെച്ചാൽ ഒരു ബ്രോഡർ പ്ലാൻ ആണ്. അതായത് ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ പാർട്ടീഷൻ വേണോ, പിന്നെ എങ്ങനെയായിരിക്കണം നമ്മുടെ കോമൺ അറേഞ്ച്മെന്റ്സ്, അത്. പക്ഷെ ഇതെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കണം ഇന്ററിം ഗവൺമെന്റിന്റെ ഒരു അറേഞ്ച്മെന്റ് പോകേണ്ടത്, അതിനെക്കുറിച്ചായിരുന്നു ദേശായി ലിയാഖത്ത് പ്ലാൻ. പിന്നെ നമ്മൾ കാണുന്നത് 1945 എന്താണ് വേവൽ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേവൽ ഒരു പ്ലാൻ കൊണ്ടുവരും. അതും അഗെയിൻ എന്താണ് ഇന്ററിം ഗവൺമെന്റിന്റെ റീഅറേഞ്ച്മെന്റ് ആയിരുന്നു. അപ്പൊ അതിനകത്ത് എന്താ പറയാ, കോൺഗ്രസിനും ലീഗിനും ഈക്വൽ ആളുകളെ നോമിനേറ്റ് ചെയ്യാമെന്നൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എല്ലാ പാർട്ടീസിനും കൂടി ഒരുമിച്ച് ഒരു ജോയിന്റ് പാനൽ കൊടുക്കാം, ആരൊക്കെ വേണം എക്സിക്യൂട്ടീവ് കൗൺസിലിൽ. അങ്ങനെ അതായത് കമാൻഡർ ഇൻ ചീഫും വൈസ്രോയും ഒഴിച്ച് ബാക്കി എല്ലാ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ മെമ്പേഴ്സും ഇന്ത്യൻസിനെ ആക്കാം. ഇനി അതിലേക്ക് ആരൊക്കെ വേണം എന്നുള്ളത് ഒന്നുകിൽ എല്ലാ പാർട്ടീസിനും ഒരുമിച്ച് ഒരു ജോയിന്റ് ലിസ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ലിസ്റ്റ് കൊടുക്കാം. പക്ഷെ പിന്നീട് അതും എന്താണ് ഫോളോ ഔട്ട് ചെയ്യണം. കാരണം ലീഗ് വാണ്ടഡ് ഓൾ മുസ്ലിം മെമ്പേഴ്സ് ടു ബി ലീഗ് നോമിനീസ്. പക്ഷേ നമുക്കറിയാം പഞ്ചാബിൽ യൂണിയനിസ്റ്റ് പാർട്ടിയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ യൂണിയനിസ്റ്റ് പാർട്ടി എന്ന് വെച്ചാൽ മുസ്ലിംസിന്റെയും ലാൻഡ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള മുസ്ലിംസ്, സിഖ്സ്, ഹിന്ദുസിന്റെ ഒക്കെ പാർട്ടിയാണ് യൂണിയനിസ്റ്റ് പാർട്ടി. പഞ്ചാബില് മുസ്ലിം ലീഗിന് ഒരു വിലയില്ലായിരുന്നു, യൂണിയനിസ്റ്റ് പാർട്ടിക്കാണ് ഏറ്റവും വില. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വേവൽ ഉദ്ദേശിച്ചത് പഞ്ചാബിൽ നിന്ന് മേ ബി യൂണിയനിസ്റ്റ് പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവ്സ് വരണം. കാരണം മുസ്ലിം ലീഗിന് മാത്രം മൈനോറിറ്റീസിന്റെ ഒരു പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടായിരിക്കും നെഗോഷിയേറ്റ് ചെയ്യാൻ. അപ്പോൾ വേവൽ വാണ്ടഡ് മൈനോറിറ്റീസ് പല പാർട്ടികളിൽ നിന്ന് റെപ്രസെന്റേഷൻ വരണം എന്നാണ് വേവൽ ആഗ്രഹിച്ചത്. പക്ഷെ ലീഗ് വാശി പിടിച്ചു എന്ത്, ഓൾ മുസ്ലിം നോമിനീസ് ഷുഡ് ബി നോമിനീസ് ഓഫ് ദി ലീഗ് എന്ന് പറഞ്ഞു. അപ്പൊ അത് അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. പിന്നെ അതുപോലെ കോൺഗ്രസ് പറഞ്ഞു എന്താണ്, കോൺഗ്രസിനൊരു കാസ്റ്റ് ഹിന്ദു പാർട്ടിയായിട്ട് റെഡ്യൂസ് ചെയ്യുവാണ് ഈ പ്ലാനിലൂടെ എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസും അവിടെ ഉടക്കി. അപ്പൊ എനിവേസ് വേവൽ പ്ലാനും എന്തായി, നടന്നില്ല. പിന്നെ നടക്കുന്നതെന്ന് വെച്ചാൽ അതിനുശേഷം ഈ വാറിന്റെ കോണ്ടെക്സ്റ്റിൽ നടക്കുന്ന 2-3 ഡെവലപ്മെന്റ്സ് ആണ് എന്ത്, INA ട്രയൽസും അതുപോലെ തന്നെ റിവോൾട്ട് ബൈ ദി റോയൽ ഇന്ത്യൻ നേവൽ റേറ്റിംഗ്സിന്റെ മ്യൂട്ടിനി അല്ലെ. അപ്പൊ അത് എന്താണ്, INA പ്രിസണേഴ്സ് ഓഫ് വാറിനെ എന്ത് ചെയ്തു, ഇവര് ജപ്പാൻ ആർമിയുടെ കൂടെ എന്ത് ചെയ്തു, ഇന്റർനാഷണൽ ആർമി പ്രിസണേഴ്സ് മണിപ്പൂർ വഴി, അതായത് ബർമ്മ വഴി മണിപ്പൂരിലെത്തി. they try to run a military administration. പക്ഷേ 1945 ആകുമ്പോഴേക്കും അലൈസ് പിന്നെ മുന്നേറുന്നുണ്ട്. അപ്പം ജപ്പാൻ ഹാഡ് ടു സറണ്ടർ ആൻഡ് ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് ദി മെമ്പേഴ്സ് ഓഫ് ദി INA were captured as prisoners of war. എന്നിട്ട് അവർ എന്ത് ചെയ്തു, 1945 ഇവിടെ കൊണ്ടുവന്നിട്ട് ട്രൈ ചെയ്തു. ആ ട്രയൽസ് എന്താണ്, they are very famously known as the റെഡ് ഫോർട്ട് ട്രയൽസ് അല്ലെ, റെഡ് ഫോർട്ട് ട്രയൽസ്. അപ്പം അത് എന്താണ്, ബേസിക്കലി ബ്രിട്ടീഷുകാർ എല്ലാ INA പ്രിസണേഴ്സിനെ ഭയങ്കരമായിട്ട് വലിയ ഇംപ്രിസൺമെന്റും ചിലർക്ക് തൂക്കിലേറ്റ് അങ്ങനെ കുറെ അധികം ശിക്ഷകളൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഇന്ത്യൻസിന് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. കാരണം
പ്രിസണേഴ്സ് ഓഫ് വാർ ആണെങ്കിലും അൾട്ടിമേറ്റ്ലി ദേ ആർ ഇന്ത്യൻസ്. അപ്പൊ അവരെ സംബന്ധിക്കുന്ന ഡിസിഷൻസ് ആരെടുത്താൽ മതി? ഇന്ത്യൻസ് എടുത്താൽ മതി. അല്ലാതെ നിങ്ങൾ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ഷോ കാണിക്കേണ്ട. അതായിരുന്നു അന്നത്തെ ഒരു തീരുമാനം. അപ്പൊ അങ്ങനെ INA പ്രിസണേഴ്സിന്റെ ട്രയല് ഭയങ്കര കോൺട്രവേഴ്സിയും അതിനെതിരെ ഓൾ ഓവർ ഇന്ത്യ ഭയങ്കര പ്രൊട്ടസ്റ്റ് നടക്കുന്നു. അതുപോലെ തന്നെ ടുവേർഡ്സ് ദി എൻഡ് എന്താണ് ഈ റോയൽ ഇന്ത്യൻ നേവൽ റേറ്റിംഗ്സും അതുപോലെ ചില യൂണിറ്റ്സ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി ഇവരൊക്കെ ചെറുതായിട്ടൊക്കെ റിവോൾട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ അതോടുകൂടി ബ്രിട്ടന് മനസ്സിലാവുകയാണ് ഈവൻ വി ആർ ലൂസിങ് ലെജിറ്റിമസി ഫ്രം എവറി സൈഡ്. അപ്പൊ എന്ത് ചെയ്യണം? ഇനി മറ്റൊന്നും പോസിബിൾ അല്ല അതർ ദാൻ ട്രാൻസ്ഫറിങ് ഓഫ് പവർ, അല്ലേ? അപ്പൊ അങ്ങനെ ആ ഒരു കോണ്ടെക്സ്റ്റില് 1946 ഒക്കെ ആവുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു? ക്യാബിനറ്റ് മിഷൻ ഇങ്ങോട്ടേക്ക് അയക്കുന്നു, അല്ലെ? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ 1946 അല്ലെ? അപ്പം അതിനു മുന്നേ തന്നെ 1945 ജനറൽ ഇലക്ഷൻസ് നടക്കുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എമേർജ്ഡ് ആസ് ദി ലാർജസ്റ്റ് പാർട്ടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ബംഗാളിലും സിന്ധും ഒഴികെ ബാക്കി എല്ലാ പ്രോവിൻസസിലും അവര് ഗവൺമെന്റ് ഫോം ചെയ്തു. പഞ്ചാബില് എന്താണ് യൂണിയനിസ്റ്റ് അകാലി കോൺഗ്രസിന്റെ ഒരു കൊയാലിഷൻ ആണ് വന്നത്. അപ്പൊ കോൺഗ്രസിന് ഇവിടെ ഇത് കൊയാലിഷൻ ആണെങ്കിൽ കൂടിയും എന്താണ് ബംഗാളിലും സിന്ധിലും ഒഴിച്ച് ബാക്കി എല്ലാ റീജിയൻസിലും എല്ലാ പ്രൊവിൻസസിലും കോൺഗ്രസ് മിനിസ്ട്രീസ് വന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ദാറ്റ് ഷോസ് ദ ലെജിറ്റിമസി കോൺഗ്രസ് എൻജോയ്ഡ് എന്നുള്ളതാണ്. കണ്ടോ? അപ്പം NWFPയിലും കോൺഗ്രസ് മിനിസ്ട്രീസ് വന്നത്. NWFPയുടെ പ്രത്യേകത എന്താ? മുസ്ലിം മെജോറിറ്റി പ്രോവിൻസ് ആണ്. ഈസ്റ്റേൺ സൈഡിൽ ആസാം ഇസ് ഓൾസോ റിഗാർഡഡ് ആസ് എ മുസ്ലിം മെജോറിറ്റി പ്രോവിൻസ്. അവിടെയും ആര് പവറിൽ വന്നു? കോൺഗ്രസ് അധികാരത്തിൽ വന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ഒരു ഡെവലപ്മെന്റ് ആ കോണ്ടെക്സ്റ്റിൽ വീണ്ടും ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വരുന്നു ടു ഡ്രോ എ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീം ഫോർ ഇന്ത്യ. എന്നിട്ട് എന്താണ് ക്യാബിനറ്റ് മിഷൻ പ്ലാന്റെ പ്രത്യേകത എന്താണ്? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രൊവിൻസസിനെ ഗ്രൂപ്പ് A-B-C എന്ന് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് ഒരു 3 ലെയേർഡ് സ്ട്രക്ചർ ആണ്. അതായത് പ്രൊവിൻസസിന് മാക്സിമം ഓട്ടോണമി, എന്നിട്ട് സെക്ഷൻ ലെവലില് എന്താ പറയാ അവർക്ക് ഒരു ഗ്രൂപ്പ് ഓട്ടോണമി, പിന്നെ ഒരു ലൂസ് ഫെഡറേഷൻ. അങ്ങനെ ഒരു സ്ട്രക്ചറാണ് ഇവർ എൻവിസേജ് ചെയ്യുന്നത്. പിന്നീട് ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ ആ കോണ്ടെക്സ്റ്റിലാണ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രപ്പോസൽ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കുന്നത് ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ ബേസിസിലാണ്. അപ്പം ഇറ്റ് വാസ് എ പാർട്ട്ലി ഇലക്ടഡ് ആൻഡ് പാർട്ട്ലി നോമിനേറ്റഡ് ബോഡി. അതായത് പ്രൊവിൻസസ് എന്നുള്ളത് ഇലക്ടഡ് ആണ്, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്നുള്ളത് നോമിനേറ്റഡ് ആണ്. പിന്നെ എനിവേസ് ക്യാബിനറ്റ് മിഷൻ പ്ലാനും അവസാനം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. വേറെ ഒരു ക്യാബിനറ്റ് മിഷൻ പ്ലാന്റെ മറ്റു പ്രപ്പോസൽസ് ഒന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നീട് അറ്റ്ലിയുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നു. അറ്റ്ലി എന്ന് വെച്ചാൽ അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആണ്. പുള്ളി എന്ത് ചെയ്യുന്നു? ഹി ഡിസൈഡഡ് June 30, 1948 ആസ് ദി ഡേറ്റ് ടു ലീവ് ഇന്ത്യ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ വീണ്ടും നെഗോഷിയേഷൻസ് വീണ്ടും ഇതാവണം. അപ്പൊ അറ്റ്ലിയുടെ സ്റ്റേറ്റ്മെന്റിൽ പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ ഈ ഡേറ്റിന് നിങ്ങൾ തമ്മിലൊരു സെറ്റിൽമെന്റ് എത്തിയാൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഒന്നുകിൽ വി ആർ റെഡി ടു ട്രാൻസ്ഫർ പവർ ടു എ യുണൈറ്റഡ് ഇന്ത്യ, അല്ലെങ്കിൽ ഡിഫറെന്റ് യൂണിറ്റ്സിനാണെങ്കിലും ഞങ്ങൾ പവർ ട്രാൻസ്ഫർ ചെയ്യും എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ കൺട്രിയെ ബാൽക്കനൈസ് ചെയ്യാനുള്ള ഒരു പ്രപ്പോസൽ അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് എന്ത് ചെയ്യണം? കൺട്രിയെ മാക്സിമം യൂണിറ്റിയോടെ റീറ്റെയിൻ ചെയ്യണം എന്നുള്ളതൊരു നെസസിറ്റി ആയി മാറി. അല്ലെങ്കിൽ എന്താ, കുറച്ച് ബോംബെ ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആവും, മദ്രാസ് വേറെയാവും, യുണൈറ്റഡ് പ്രൊവിൻസസ് വേറെയാവും, അങ്ങനെ എല്ലാം വേറെ വേറെ ചിന്നിച്ചിതറിപ്പോവും. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെഗോഷിയേഷൻസും ഇതൊക്കെയാണ് പിന്നീട് നടക്കുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ അവസാനം അറ്റ്ലി പറഞ്ഞു മൗണ്ട് ബാറ്റൻ വിൽ ബി റീപ്ലേസിങ് ആസ് ദി എന്താണ് വൈസ്രോയ്. എന്നിട്ട് മൗണ്ട് ബാറ്റൻ കൊണ്ടുവരുന്ന പ്ലാൻ ആണ് എന്ത്? ഫ്രീഡം വിത്ത് പാർട്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇപ്പം ഈ 1946 ജിന്ന എന്ത് ചെയ്യുന്നുണ്ട്? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഫെയിൽ ആവുന്നുണ്ടല്ലോ, മുസ്ലിം ലീഗ് റിജക്ട് ചെയ്യുന്നുണ്ട്. 1946 August 16 ജിന്ന ഗേവ് എ കോൾ ഫോർ ഡയറക്റ്റ് ആക്ഷൻ. അതായത് പാകിസ്ഥാൻ കിട്ടുന്നത് വരെ നമ്മൾ തെരുവിലിറങ്ങി പൊരുതുക. അപ്പൊ അതിന്റെ ഇമ്പാക്ട് എന്തായിരുന്നു? നേഷൻ വൈഡ്, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ ഫുള്ള് എന്തായി മാറി? കമ്മ്യൂണൽ വയലൻസ് ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസും ലീഗും ഒക്കെ എന്തായി? ഡെസ്പറേറ്റ് ആയി മാറി. ഇത് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പവർ ട്രാൻസ്ഫർ ചെയ്ത് രണ്ടും രണ്ടായിട്ട് മാറണം. അപ്പൊ പാർട്ടീഷൻ ബിക്കെയിം വെരി വെരി എവിഡന്റ് ബൈ 1947. അങ്ങനെ എന്ത് ചെയ്യുന്നു? മൗണ്ട് ബാറ്റൻ പ്ലാൻ കൊണ്ടുവരുന്നു. അതിലാണ് പറയുന്നത് എന്ത്? ഫ്രീഡം വിത്ത് പാർട്ടീഷൻ.
അതുപോലെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ത് ചെയ്യണം? ഈതർ ദേ ഹാവ് ടു ജോയിൻ ഇന്ത്യ ഓർ പാകിസ്ഥാൻ. എന്തായാലും അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ബാൽക്കനൈസേഷൻ ആണ്. ട്രാവൻകൂർ വേറെ ആയിട്ട് പോകും, മറ്റ് ഇപ്പൊ ജുനഗഡ് ഇങ്ങനെയുള്ളതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അപ്പൊ വീണ്ടും എന്താണ്, ഒരു യുണൈറ്റഡ് എൻറ്റിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, മൗണ്ട് ബാറ്റൻ പറഞ്ഞു പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഷുഡ് ഈതർ ജോയിൻ ഇന്ത്യ ഓർ പാകിസ്ഥാൻ, അല്ലെ? അപ്പൊ അങ്ങനെ ഫ്രീഡം വിത്ത് ഇതാണ്. അപ്പം 2 ഡൊമിനിയൻസ് വിൽ ബി ക്രിയേറ്റഡ്, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. എന്നിട്ട് എന്താണ്, 2 സെപ്പറേറ്റ് അസംബ്ലീസ്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസ് വിൽ ബി ഫോംഡ്. അപ്പം until എന്താണ് ഗവൺമെന്റ് ഇസ് ഫോം, they will be run as per the 1935 ആക്ട്. അങ്ങനെയൊക്കെയുള്ള പ്രൊവിഷൻസ് ആണ് മൗണ്ട് ബാറ്റൻ പ്ലാനിൽ വരുന്നത്. ആൻഡ് സിൻസ് ഇറ്റ് എന്താ പറയാ, നോർത്ത് വെസ്റ്റിലെ മുസ്ലിം മെജോറിറ്റി പ്രോവിൻസസും നോർത്ത് ഈസ്റ്റിലെ മുസ്ലിം മെജോറിറ്റി പ്രോവിൻസസും എന്ത് ചെയ്യണം, ഓൺ ദ ബേസിസ് ഓഫ് എ പ്ലെബിസൈറ്റ് എന്താണ് പാർട്ടീഷൻ വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാർട്ടീഷൻ ചെയ്യും എന്ന് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ മൗണ്ട് ബാറ്റൻ പ്ലാൻ. ആൻഡ് മൗണ്ട് ബാറ്റൻ പ്ലാനിന്റെ ബേസിസിലാണ് എന്ത് വരുന്നത്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പാസ്സാവുന്നത്. ആസ് പെർ ദി ആക്ട് എന്താണ്, 2 ഡൊമിനിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ വിൽ ബി ഫോംഡ് ആൻഡ് 2 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസ് ഉണ്ടാവും ആൻഡ് ദേ വിൽ ബി സോവറിൻ ടു ഡിസൈഡ്. അങ്ങനെ കുറെ പ്രൊവിഷൻസ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാനും ഓഗസ്റ്റ് 15 ഇന്ത്യയും ഉണ്ടാവുന്നു, അല്ലെ? അപ്പം ഇത്രയാണ് നമ്മളുടെ ഒരു ബ്രോഡർ ടൈം ലൈൻ. അപ്പൊ ഇതെല്ലാം നമ്മൾ മൗണ്ട് ബാറ്റന്റെ പ്രപ്പോസൽസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ റെക്കമെൻഡേഷൻസ് നോക്കി തന്നെ പോകണം. ഓക്കെ, അതെ 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 ദേ വർ നോട്ട് റെഡി. അവര് അതിനെ റെസിസ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു, നമ്മുടെ പട്ടേലൊക്കെ ഇടപെട്ട് അവസാനം അവരെ ഫോഴ്സ് ചെയ്തിട്ടാണെങ്കിലും അക്സീഡ് ചെയ്യിപ്പിച്ചു. പക്ഷേ ഒന്നും അറിയില്ല, ചെക്ക് ചെയ്യാവോ? ഒരു മിനിറ്റ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാമെന്ന് പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, അപ്പം എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പൊ മൗണ്ട് ബാറ്റൻ പ്ലാനിൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ക്യാൻ ഈതർ ജോയിൻ ഇന്ത്യ ഓർ പാകിസ്ഥാൻ ഓർ റിമെയിൻ വിത്ത് അല്ലെങ്കിൽ ബി ഇൻഡിപെൻഡന്റ്, അങ്ങനെ ഒരു പ്രൊവിഷനാണ്. കറക്റ്റ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഒരു റഫ് ടൈം ലൈൻ. ഓക്കെ, അപ്പൊ ബാക്കി നിങ്ങളുടെ ഡീറ്റെയിൽഡ് പ്രൊവിഷൻസ് ഒക്കെ പഠിക്കണം. എല്ലാം നമുക്ക് ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ ഇതില്ല. അപ്പൊ നമുക്ക് കുറച്ച് സമയമുണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയാ, ബാക്കിയുള്ള ഇതിനകത്തോട്ട് പോവാം. ഇതൊക്കെ ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഇത് PYQ ആണ്. INA പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേവൽ പ്ലാൻ, ക്യാബിനറ്റ് മിഷൻ, മൗണ്ട് ബാറ്റൻ പ്ലാൻ, ഓക്കെ. അപ്പം നമ്മുടെ അത്രയാണ് നമ്മുടെ ഇൻഡിപെൻഡൻസിന്റെ ആ ഒരു ഏരിയ. പിന്നെ നമുക്കിനി അടുത്ത എന്താണ്, സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ് ആണ്. കുറച്ച് തുടങ്ങി വെക്കാം, എല്ലാം ഒന്നും പറയുന്നില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പെട്ടെന്ന് ഒന്ന് കവർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പം സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ് നമുക്കറിയാം എന്തൊക്കെയായിരുന്നു അന്നത്തെ സോഷ്യൽ ഇൽസ് എന്നൊക്കെ നമുക്കറിയാം. ഇങ്ങനെ എന്താണ്, വിമന് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, കാസ്റ്റ് സിസ്റ്റം, അങ്ങനെ പലതരത്തിലുള്ള സോഷ്യൽ ഈവിൾസ് നമുക്കുണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ എന്താണ്, നമുക്ക് ഒരു എഡ്യൂക്കേറ്റഡ് ക്ലാസിന്റെ ഒരു എമർജൻസ് ആണ്, അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്തു, പല റീജിയൻസിലും സൊസൈറ്റിയെ ഇംപ്രൂവ് ചെയ്യാനുള്ള കുറെ മൂവ്മെന്റ്സ്, പ്ലാറ്റ്ഫോംസ് ഒക്കെ ലോഞ്ച് ചെയ്തു. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇപ്പം ഇതിന്റെ ഒരു മാപ്പ് ഓവറോൾ ഇതാണ്. അപ്പൊ നമ്മൾ മെയിൻലി പറയുന്ന ഇമ്പോർട്ടൻറ്റ് റീഫോമേഴ്സ്, നമ്മളിപ്പോ ബംഗാൾ റീജിയൻ ആദ്യം എടുക്കാം. ബംഗാൾ റീജിയൻ ആദ്യം എടുക്കുമ്പം ആരൊക്കെയാണുള്ളത്? രാജാറാം മോഹൻ റോയ്, അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യം ഉണ്ടാക്കുന്ന ഓർഗനൈസേഷൻ ആത്മീയ സഭ, പിന്നീട് അത് ബ്രഹ്മോസഭ ആവുന്നു. ബ്രഹ്മോസഭ വാസ് റീനെയിംഡ് ആസ് ബ്രഹ്മോ സമാജ്. പുള്ളിയുടെ എന്താണ്
ഹി വാസ് അഗെയിൻസ്റ്റ് പോളിതീസം, അല്ലെങ്കിൽ ഇങ്ങനെ റിച്വൽസ്, എലാബറേറ്റ് റിച്വൽസ്, ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ എതിരായിരുന്നു. അതായത് റാഷണലിസം ആൻഡ് സയന്റിഫിക് തിങ്കിങ്. അപ്പൊ റിലീജിയനെ ഔട്ട്റൈറ്റ്ലി റിജക്ട് ചെയ്യാന്നുള്ളതല്ല, പക്ഷെ റിലീജിയനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മോഡേൺ പെർസ്പെക്റ്റീവിൽ കാണുകയും കുറച്ചുകൂടെ ഹ്യൂമാനിറ്റി, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ ഒരു ഇക്വാലിറ്റി, ഇങ്ങനത്തെ പ്രിൻസിപ്പിൾസിലൂടെ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യണം എന്ന് പുള്ളി വിശ്വസിച്ചിരുന്നു. അങ്ങനെ എന്താണ്, ഹി വാസ് എ സ്റ്റോൺച്ച് ഒപ്പോണന്റ് ഓഫ് സതി ആൻഡ് സച്ച് റിഗ്രസീവ് പ്രാക്ടീസസ്. ഇപ്പൊ ബംഗാളിൽ സതി അബോളിഷ് ചെയ്യാനൊക്കെ ആരാണ്, ഇദ്ദേഹത്തിന്റെ വലിയ പങ്കുണ്ട് അല്ലെ, അതൊക്കെ നമുക്കറിയാം. പിന്നെ ഇദ്ദേഹത്തിന്റെ എന്താണ്, ബുക്സ് ആൻഡ് ജേർണൽസ് ആണ്. പുള്ളിക്ക് പേർഷ്യനിൽ നല്ല നല്ല പിടുത്തം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിയുടെ കുറെ ബുക്സ് പേർഷ്യനിലുണ്ട്. ഇപ്പൊ തുഹഫത്തുൽ മുവാഹിദീൻ, അതുപോലെ തന്നെ മീറത്തുൽ അക്ബർ, ഇതൊക്കെ പേർഷ്യൻ വർക്ക്സ് ആണ്. പിന്നെ അതുപോലെ എന്താണ്, വേദങ്ങളും ഉപനിഷത്തുകളും മറ്റ് എന്താ പറയുക ക്രിസ്ത്യൻ ബുക്സും ഇതെല്ലാം പുള്ളി നന്നായി പഠിച്ചിരുന്നു. അപ്പൊ ഹി ഹാഡ് എ ബ്രോഡർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഓൾ ദ റിലീജിയൻസ് ആൻഡ് ഹെൻസ് എന്താണ്, ഓരോ റിലീജിയനിലെ നല്ല നല്ല പോയിന്റുകൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം എന്നൊക്കെ പുള്ളി ആർഗ്യൂ ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പുള്ളിയുടെ പ്രധാനപ്പെട്ട എല്ലാ ബുക്സും പഠിച്ചിരിക്കണം. പിന്നെ നമ്മുടെ എന്താണ്, ദേവേന്ദ്രനാഥ ടാഗോർ അല്ലെ, ഇദ്ദേഹം രവീന്ദ്രനാഥ ടാഗോറിന്റെ അച്ഛനാണ്. അപ്പം പുള്ളിയുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എന്താണ്, തത്വബോധിനി സഭയാണ്. തത്വബോധിനി സഭയുടെ ഒരു പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, എന്ത്, തത്വബോധിനി പത്രിക. പിന്നീട് ഈ തത്വബോധിനി സഭ എന്ത് ചെയ്തു, ബ്രഹ്മോ സമാജിലേക്ക് മെർജ് ചെയ്യുക ചെയ്യുന്നത് അല്ലെ, മെർജ് ചെയ്തു. അപ്പം അഗെയിൻ ബ്രഹ്മോ സമാജിന്റെ പോലെ തന്നെയാണ് റാഷണലിസം, സയന്റിഫിക് തിങ്കിങ്, പ്രോഗ്രസീവ് ആയിട്ടുള്ള ഐഡിയൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വരുന്നത് കേശബ് ചന്ദ്ര സെൻ. ഇദ്ദേഹവും എന്തായിരുന്നു, ബ്രഹ്മോ സമാജിന്റെ ഫോളോവർ ആയിരുന്നു. ആൻഡ് ഹി വാസ് ക്രൂഷ്യൽ ഇൻ സ്പ്രെഡിങ് ബ്രഹ്മോ സമാജ് ഐഡിയാസ് ടു അതർ പാർട്സ് ഓഫ് ഇന്ത്യ അല്ലെ, ഡെക്കാൻ റീജിയൻ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ, അങ്ങോട്ടേക്കൊക്കെ പുള്ളിയുടെ എഫേർട്സ് കാരണം ബ്രഹ്മോ സമാജ് സ്പ്രെഡായി. പിന്നെ ചില കോൺട്രവേഴ്സീസും ഉണ്ടായിരുന്നു കേശബ് ചന്ദ്ര സെന്നിന്റെ സമയത്ത്. അതായത് ദേവേന്ദ്രനാഥ ടാഗോറുമായിട്ട് പുള്ളി വഴക്കിട്ട് പിരിഞ്ഞു. അപ്പൊ ദേവേന്ദ്രനാഥ ടാഗോർ ഈ ബ്രഹ്മോ സമാജ് അതിനകത്തൊരു സ്പ്ലിറ്റ് ഉണ്ടായി. അപ്പൊ ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ഗ്രൂപ്പാണ് എന്ത്, ആദി ബ്രഹ്മോ സമാജ്. പിന്നെ കേശബ് ചന്ദ്ര സെന്നിന്റെ എന്താണ്, ബ്രഹ്മോ സമാജ് ഓഫ് ഇന്ത്യ. പിന്നീട് ബ്രഹ്മോ സമാജ് ഓഫ് ഇന്ത്യയുടെ കുറെ ഫോളോവേഴ്സ് കേശബ് ചന്ദ്ര സെന്നുമായിട്ട് സ്പ്ലിറ്റ് ഉണ്ടായി. എന്ത് ലോഞ്ച് ചെയ്യുന്നു, സാധാരണ ബ്രഹ്മോ സമാജ്. സാധാരണ ബ്രഹ്മോ സമാജ് ആക്ച്വലി ചൈൽഡ് മാരേജിനെതിരെയൊക്കെ സംസാരിച്ചിട്ട് പുള്ളി എന്ത് ചെയ്തു, തന്റെ മോളെ ഒരു പ്രായത്തിൽ ഒത്തിരി മൂത്ത ഒരു ആളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു, ആ ഒരു സംഭവം. ഓക്കെ, അപ്പം പിന്നെ പക്ഷെ അത് മാറ്റി വെച്ചാൽ ഇയാൾ വളരെയധികം എന്താ പറയാ പ്രോഗ്രസീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ബംഗാളിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇതുപോലെ ബംഗാളിൽ പറയുന്ന വേറൊരു റിഗ്രസീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനെ കൗണ്ടർ ചെയ്യാൻ, ഈ പ്രോഗ്രസീവ് മൂവ്മെന്റ്സിനെ കൗണ്ടർ ചെയ്യാൻ വേറൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, രാജാ രാധാകാന്ത് ദേവിന്റെ എന്താണത്, ആത്മീയ അല്ല, എന്തായിരുന്നു അത്, രാധാകാന്ത് ദേവിന്റെ എന്തായിരുന്നു പേര്, ഞാൻ പറഞ്ഞു, എന്താണ്, ധർമ്മസഭ, സോറി, ധർമ്മസഭ. ധർമ്മസഭ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എവിടെയാണെങ്കിലും പ്രോഗ്രസീവ് മൂവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ കുറച്ച് കൺസർവേറ്റീവ് മൂവ്മെന്റ്സും ഉണ്ടാവും. അപ്പൊ രാജാ രാധാകാന്ത് ദേവിന്റെ കൺസർവേറ്റീവ് മൂവ്മെന്റിന്റെ പേരായിരുന്നു ധർമ്മസഭ. അപ്പൊ ഇദ്ദേഹം എന്താണ്, ഓർത്തഡോക്സ് ഹിന്ദുയിസം, കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ പ്രാക്ടീസസിനെ സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തിയാണ്. ഓക്കെ, പിന്നെ നമ്മള് എന്താ പഠിക്കുക, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി ബംഗാളി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. എന്താണ് പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ, വിമൻ എംപവർമെന്റ് ആണ്, വിഡോ റീമാരേജ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ, ഇതൊക്കെയാണ്. ആൻഡ് പുള്ളിയുടെ എന്താണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താണ്, ദ വിഡോ റീമാരേജ് ആക്ട് 1856 വാസ് പാസ്ഡ് ബിക്കോസ് ഓഫ് ഹിസ് എഫേർട്സ്. പിന്നെ ഹി വാസ് അസോസിയേറ്റഡ് വിത്ത് തത്വബോധിനി പത്രിക, സോം പ്രകാശ്, പിന്നെ അങ്ങനെ കുറച്ച് പബ്ലിക്കേഷൻസ് പുള്ളിക്കുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്ന മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹിന്ദു എന്താ പറയുക റീഫോം ആൻഡ് റിവൈവലിസ്റ്റ് മൂവ്മെന്റ് ആണ് നമ്മുടെ ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജ്. അത് ബംഗാൾ റീജിയനിലല്ല, എവിടെയാണ് അത് ഫൗണ്ട് ചെയ്യുന്നത്, ബോംബെ, മഹാരാഷ്ട്രയിലാണ് അത് ഫൗണ്ട് ചെയ്യുന്നത്. പിന്നീട് അത് ലാഹോറിലേക്ക് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആര്യ സമാജ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു
ഒരു റിവൈവലിസ്റ്റും ആണ് റീഫോമിസ്റ്റും ആണ്. കാരണം ഹിന്ദുയിസത്തിലെ കുറച്ച് റിഗ്രസീവ് പ്രാക്ടീസസിനെ ഇവർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങളെ മാറ്റണം, അതൊന്നും ശരിയല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹീസ് ഓൾസോ ആസ്കിങ് ഫോർ എന്താണ്, ബാക്ക് ടു വേദാസ്. അതായത് ആ വേദിക് പീരീഡിലെ ഒരു റിലീജിയസ് പ്യൂരിറ്റി അങ്ങനത്തെ സാധനങ്ങളിലേക്ക് തിരിച്ചു പോകും. അതായത് ഇപ്പം പുള്ളി പറയുന്നത് വെച്ചാൽ വർണ്ണാശ്രമം നല്ലതാണ്, പക്ഷെ അത് ബർത്തിന്റെ ബേസിസിലാവരുത്, മെറിറ്റിന്റെ ബേസിസിൽ ഒരാൾ നമുക്ക് സൊസൈറ്റിയെ ബ്രാഹ്മണരെന്നും ക്ഷത്രിയരെന്നും അങ്ങനെയൊക്കെ തിരിക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള ചില ഒപ്പീനിയൻസ് ആണ് ആർക്കുള്ളത്, നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതിക്കുള്ളത്. ഓക്കെ, അതായത് എന്താണ്, വേദങ്ങളെ നമുക്ക് കുറച്ചുകൂടെ ഇന്റർപ്രിറ്റ് ചെയ്യാം, എന്നാൽ ആ വേദിക് പീരീഡിന്റെ ചില ക്വാളിറ്റീസ് നമ്മൾ അപ്ഹോൾഡ് ചെയ്യണം എന്ന് തന്നെയാണ് പുള്ളി പറയുന്നത്. പിന്നെ പുള്ളിയുടെ പബ്ലിക്കേഷൻ ആണ് ദ സത്യാർത്ഥ പ്രകാശ് അല്ലെങ്കിൽ ദ ട്രൂ എക്സ്പോസിഷൻ. പിന്നെ നമ്മൾ പറയുന്നത് സ്വാമി വിവേകാനന്ദ, നമുക്കറിയാം രാമകൃഷ്ണ മഠ് പുള്ളിയാണ് സ്ഥാപിക്കുന്നത്. അപ്പൊ പുള്ളിയുടെ ഗുരുവായിട്ടുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ പ്രിൻസിപ്പിൾസ് ഐഡിയോളജീസ് ഇൻസ്പയർഡ് ആണ്. പുള്ളിയാണെങ്കിലും എന്താണ്, ഒരു വെസ്റ്റേൺ ഫിലോസഫീസും ഇന്ത്യൻ ഫിലോസഫീസിന്റെ ഒരു മേർജിങ് ആണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അഗെയിൻ സയന്റിഫിക് തിങ്കിങ്, പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ, ഇതൊക്കെ തന്നെയാണ് പുള്ളി പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ. പിന്നെ നമ്മൾ എന്താ പറയാ, ഈസ്റ്റേൺ ഇന്ത്യയിൽ പിന്നെ നമ്മൾ പറയുന്ന മറ്റു ചില എ കെ ദത്ത, ഹെൻറി വിവിയൻ ഡെറോസിയോ, എനിക്കൊന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് ഡെറോസിയെ കുറിച്ച്. അതെ അതെ അതെ, ഇദ്ദേഹം കോളേജ് പ്രൊഫസർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കോളേജ് സ്റ്റുഡൻസിനിടയിൽ സയന്റിഫിക് തിങ്കിങ്, റാഷണലിസം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ, അതുപോലെ ഇക്വാലിറ്റി, ഫ്രീഡം, ഫ്രറ്റേണിറ്റി, ഇങ്ങനത്തെ ആ പ്രോഗ്രസീവ് ഐഡിയൽസ് ഉണ്ടല്ലോ, അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്ന ആളാണ്. പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ നമ്മൾ പറഞ്ഞു. പിന്നെ ഉള്ളത് വെസ്റ്റേൺ ഇന്ത്യയിലും കുറെ അധികം റിഫോമേഴ്സ് ഉണ്ട്. ഇപ്പം നമുക്കറിയാം ബാലശാസ്ത്രി ജാംബേക്കർ, ഹീസ് നോൺ ആസ് ദി ഫാദർ ഓഫ് മറാഠി ജേർണലിസം. പിന്നെ നമുക്കാരെയൊക്കെ പറയാം, നമ്മുടെ ജ്യോതിബ ഫുലെ, സാവിത്രിബായി ഫുലെ. അദ്ദേഹത്തിന്റെ ജ്യോതിബ ഫുലെയുടെ എന്താണ് പ്രധാനമായിട്ടുള്ള വർക്കുകൾ എന്തൊക്കെയാണ്, സത്യശോധക് സമാജ്, അതുപോലെ ഗുലാംഗിരി. ഫൂലെയുടെയോ സാവിത്രിബായി ഫൂലെയുടെ എന്താ പ്രത്യേകത, ഷീസ് നോൺ ആസ് ദി ഫസ്റ്റ് ഫീമെയിൽ ടീച്ചർ ഇൻ ഇന്ത്യ. അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വിഡോസിനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരുടെ എന്താണ് ചില കൃതികളുണ്ടല്ലോ, കാവ്യഭൂലെ അല്ലെ, ഭവൻ കാശി, എന്താണ് രത്നാകറോ, എന്താണ് ഒരു വർക്കുകളൊക്കെ ഉണ്ട്, സ്പെക്ട്രത്തിൽ കിടപ്പുണ്ട്, അത് വായിച്ചാൽ മതി. പിന്നെ പണ്ഡിത രമാബായി ആര്യ മഹിളാ സമാജാണ്. അതുപോലെ ഐ തിങ്ക് ഷീ ഓൾസോ വർക്ക്ഡ് ക്ലോസ്ലി വിത്ത് ഫൂലെ. അങ്ങനെ പിന്നെ നമ്മൾ പറയുന്നത് എം ജി റാനഡെ, എന്താണ് പുള്ളി ഫൗണ്ട് ചെയ്ത ഓർഗനൈസേഷൻ ആണ് പൂന സാർവജനിക് സഭ അല്ലെ. എന്തൊക്കെയാ അവരുടെ ഫോക്കസ്, വിഡോ റീമാരേജ്, പിന്നെ എന്താണ് ഇക്വാലിറ്റി, എഡ്യൂക്കേഷൻ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഹി വാസ് എ ജഡ്ജ് ഓഫ് ദി ബോംബെ ഹൈക്കോർട്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ. വിമൻ എഡ്യൂക്കേഷൻ, വിഡോ റീമാരേജ്, ഇതൊക്കെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഗോപാൽ ഹരി ദേശ്മുഖ് അല്ലെ, അദ്ദേഹത്തിന്റെ പെൻ നെയിം എന്താണ്, ലോകാഹിതവാദി അല്ലെ. പുള്ളിയുടെ പബ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഗ്യാൻ പ്രകാശ്, ഇന്ദു പ്രകാശ് ആൻഡ് ലോകാഹിതവാദി. ഇതെല്ലാം പഠിക്കണം കേട്ടോ, എവിടെന്നാ ചോദ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ജി അഗർക്കർ, അദ്ദേഹവും എഡ്യൂക്കേഷനിസ്റ്റ്, സോഷ്യൽ റിഫോമർ ആണ്. ഹി വാസ് ഫസ്റ്റ് എഡിറ്റർ ഓഫ് കേസരി ആൻഡ് ഹി സ്റ്റാർട്ടഡ് സുധാരക് എന്ന് പറഞ്ഞൊരു പത്രം. പിന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ, എന്താണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്താണ്, ഒരു വോളണ്ടറി ഗ്രൂപ്പാണ്. ഇങ്ങനെ ഒരു യങ് ആയിട്ടുള്ള ആളുകളുടെ ഒരു വോളണ്ടറി ഓർഗനൈസേഷൻ ആണ്. എന്താണ് കുറച്ചുകൂടെ ആളുകളിലേക്ക് എല്ലാത്തരം സേവനങ്ങളൊക്കെ ചെയ്യുക, മ്യൂച്വൽ ഹെൽപ്പ്, ഇങ്ങനത്തെ ഓർഗനൈസേഷൻ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്, ദേ ഡിഡ് നോട്ട് അസോസിയേറ്റ് വിത്ത് എനി പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ. എന്നാൽ റാനഡയുടെ എന്താണ് ഇന്ത്യൻ സോഷ്യൽ കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ട് എം ജി റാനഡയുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ദാറ്റ് ആക്ടഡ് ആസ് ദി സോഷ്യൽ റീഫോം വിങ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം അതൊന്ന് ഓർത്തിരിക്കുക, സ്പെക്ട്രത്തിൽ കിടപ്പുണ്ട്. പിന്നെ ഏതാണ്, അതെ 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 കറക്റ്റ് ആണ്. ഇനി നമ്മൾ സൗത്ത് ഇന്ത്യൻ റിഫോമേഴ്സിലേക്ക് പോകുമ്പോഴേക്കും പിന്നെ വെസ്റ്റിൽ എന്തെങ്കിലും നമ്മൾ വിട്ടുപോയായിരുന്നോ?
മറ്റേ ഒരു ഗോപാൽ ബാബ വാലങ്കർ എന്നിട്ടൊരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്, എന്താണ് വിഠൽ വിധ്വൻസക്, ഡിസ്ട്രോയർ ഓഫ് സെർമോണിയൽ പൊല്യൂഷൻ. അതായത് ഇദ്ദേഹം ഒരു ദളിത് റിഫോമർ ആയിരുന്നു, കാസ്റ്റ് സിസ്റ്റം അത് ഒക്കെ അബോളിഷ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ദളിത്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പുള്ളി പബ്ലിഷ് ചെയ്തിരുന്ന ഒരു പബ്ലിക്കേഷനാണ് എന്ത്, വിഠൽ വിധ്വൻസക്. PYQ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് റിഫോമേഴ്സ് നിങ്ങൾ സ്പെക്ട്രം തന്നെ നോക്കി പഠിച്ചാൽ മതി. പിന്നെ സൗത്ത് ഇന്ത്യയിലേക്ക് പറയുമ്പോൾ നമ്മുടെ ശ്രീനാരായണ ഗുരു, അദ്ദേഹത്തിന്റെ അരുവിപ്ര മൂവ്മെന്റ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് വൺ ഗോഡ്, വൺ മാൻ, വൺ റിലീജിയൻ, അങ്ങനത്തെ കുറെ പ്രിൻസിപ്പിൾസ്. പിന്നെ ജസ്റ്റിസ് പാർട്ടി ഇൻ തമിഴ്നാടു, അതുപോലെ EV രാമസ്വാമി നായ്ക്കറുടെ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് അല്ലെ. അപ്പം ഇതൊക്കെ എന്തായിരുന്നു, ബേസിക്കലി ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനെതിരെയായിരുന്നു ജസ്റ്റിസ് പാർട്ടിയും അതുപോലെ എന്ത് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റും വർക്ക് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കണ്ടുകുരി വീരസലിംഗം, ഇദ്ദേഹം നമ്മുടെ ബ്രഹ്മോ സമാജിന്റെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് തമിഴ്നാട് ബേസ് ചെയ്ത് ഉണ്ടായിരുന്ന ഒരു ഓർഗനൈസേഷനാണ് ഹിതകർണി. പിന്നെ എന്താണ് വൈക്കം സത്യാഗ്രഹ, തിയോസഫിക്കൽ സൊസൈറ്റി, ഇതെല്ലാം സദേൺ റീജിയനിലുള്ളതാണ്. പിന്നെ ദേവസമാജും രാധാസ്വാമി മൂവ്മെന്റ് ഒക്കെ നോർത്തിലാണ്, സൗത്തിലല്ല. പക്ഷെ ഇതെല്ലാം വേറെ ചില ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ്സ് ആണ്. അപ്പം ആനി ബെസന്റ് ഒക്കെ തിയോസഫിക്കൽ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പം തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രത്യേകത എന്താണ് ഇന്ത്യൻ ഫിലോസഫിയെ അവര് കമ്പൈൻ ചെയ്തു. അതായത് കർമ്മ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇന്ത്യൻ ഫിലോസഫിക്കൽ പ്രിൻസിപ്പിൾസിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രസീവ് മൂവ്മെന്റ് ആണ് ഇവരുടെ. ഓൾദോ ദേ വെയർ ഫൗണ്ടഡ് അറ്റ് എന്താണ് അമേരിക്കയിൽ ന്യൂയോർക്കിലാണ് ഫൗണ്ട് ചെയ്യുന്നതെങ്കിലും അവർ ഭയങ്കര ഈസ്റ്റേൺ ഫിലോസഫി കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു അവരുടേത്. ഓക്കെ, പിന്നെ ചില മുസ്ലിം റീഫോം മൂവ്മെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫറൈസി മൂവ്മെന്റ്, അഹമ്മദിയ മൂവ്മെന്റ്, ദിയോബാൻ മൂവ്മെന്റ്. അപ്പം ഈ ഫറൈസി മൂവ്മെന്റ് ഒക്കെ ആണെങ്കിലും ഒരു റിവൈവലിസ്റ്റ് മൂവ്മെന്റ് ആണ്. അതായത് ഈ 1800s ഒക്കെ ആകുമ്പോഴേക്കും ഇസ്ലാമിലേക്ക് ഒത്തിരി ഇസ്ലാമിക് പ്രാക്ടീസസ് കയറി വന്നു എന്ന് ഒരു വിഭാഗം ആളുകൾ വിശ്വസിച്ചു. ഓക്കെ, ഇപ്പം എന്താ പറയാ, ഇപ്പം എഡ്യൂക്കേഷൻ, ഇപ്പം മതം അനുശാസിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരമായിട്ട് മെനി മുസ്ലിംസ് വുഡ് ഗോ ടു സ്കൂൾസ് ആൻഡ് ഗെറ്റ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. അതുപോലും കൺസർവേറ്റീവ് സെക്ഷൻസിനെ സംബന്ധിച്ച് എന്താണ്, അത് പ്രശ്നമാണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇസ്ലാമിക് ആയിട്ടുള്ള പ്രാക്ടീസസിനെ ശുദ്ധീകരിക്കുക, അങ്ങനെ റിലീജിയനെ പ്യൂരിഫൈ ചെയ്യുക, അതിനു വേണ്ടിയിട്ടായിരുന്നു ഫറൈസി മൂവ്മെന്റ് വരുന്നത്. എന്നാൽ അഹമ്മദിയ മൂവ്മെന്റ് കുറച്ചുകൂടെ ഒരു ലിബറൽ മൂവ്മെന്റ് ആയിരുന്നു. അതായത് ഇത് എന്താ പറയാ, അതുകൊണ്ട് തന്നെ കൺസർവേറ്റീവ്സ് ഇവരെ എതിർത്തിരുന്നു. കുറച്ചുകൂടെ വെസ്റ്റേൺ തിങ്കിങ്ങും അതെല്ലാം ഇസ്ലാമിൽ വേണം എന്ന് ആർഗ്യൂ ചെയ്യുന്ന ഒരു ലിബറൽ ബ്രാഞ്ച് ആയിരുന്നു അഹമ്മദിയ മൂവ്മെന്റ്. ഈ അഹമ്മദിയാസ് എന്താണ്, ഒരു സെക്റ്റ് ആണ്. പാകിസ്ഥാനിലൊക്കെ ഇപ്പോഴും ഒരു മൈനോറിറ്റീസ് ആണ്. പെർസിക്യൂഷന് വിധേയമാവുന്ന സെക്റ്റ് ആണ് അഹമ്മദിയാസ്. കാരണം ഈ കണക്കാക്കുന്നില്ല, കറക്റ്റ് ആണ്. അതായത് പാകിസ്ഥാനിലൊന്നും അഹമ്മദിയാസിനെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ആയിട്ട് പോലും കാണാറില്ല. അതെ അതെ അതെ. അപ്പം വളരെയധികം റിലീജിയസ് പെർസിക്യൂഷൻ നേരിടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അഹമ്മദിയാസ്. അപ്പൊ ആ മൂവ്മെന്റ് ഉണ്ടാവുന്നത് ഇന്ത്യയിലാണ്. പിന്നെ ദിയോബന്ദ് മൂവ്മെന്റ് എഗെയിൻ എന്താണ്, കുറച്ചുകൂടെ ഒരു കൺസർവേറ്റീവ് ബ്രാഞ്ചാണ്. ഈ ദിയോബന്ദ് മൂവ്മെന്റ് നമ്മുടെ ഈ താലിബാൻ ഇല്ലേ, ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ദിയോബന്ദ് സ്കൂളിന് വളരെ ഇൻഫ്ലുവൻസ് ഉണ്ട് അഫ്ഗാനിസ്ഥാനിൽ. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അവരുടെ ഫോറിൻ മിനിസ്റ്റർ ഇവിടെ വന്നപ്പോൾ ദേ വിസിറ്റഡ് ദി ദിയോബന്ദ് മദ്രസ അല്ലെ, ആ സ്കൂളാണിത്, ദിയോബന്ദ് മൂവ്മെന്റ്. പിന്നെ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ അലിഗഡ് മൂവ്മെന്റ് അല്ലെ. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു മുസ്ലിം ലോയലിസ്റ്റ് മൂവ്മെന്റ് ആണ്, സോറി ബ്രിട്ടീഷിനോട് ലോയലിസ്റ്റ് ആയിരിക്കുക എന്ന് ആർഗ്യൂ ചെയ്തൊരു മനുഷ്യനാണ്. സോ ദാറ്റ് മുസ്ലിംസ് ക്യാൻ ഗെറ്റ് മാക്സിമം ബെനിഫിറ്റ്സ് അല്ലെ. അപ്പൊ നാഷണൽ മൂവ്മെന്റിലൊന്നും നമ്മൾ ജോയിൻ ചെയ്യരുത്, അങ്ങനെ പറഞ്ഞൊരു ഐഡിയ ആണ്. അദ്ദേഹമാണ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ്, ഇന്നത്തെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അതിന്റെ പഴയ പേരാണ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ്, അത് ഫൗണ്ട് ചെയ്യുന്നത്. പക്ഷെ ഹി ഓൾസോ ആർഗ്യൂഡ് ഫോർ എന്താണ്, വെസ്റ്റേൺ സയന്റിഫിക് എഡ്യൂക്കേഷനും ഖുറാനിക് എഡ്യൂക്കേഷനും ഒക്കെ കമ്പൈൻ ചെയ്യണം, എന്നാൽ നമ്മൾ ആന്റി ബ്രിട്ടീഷ് ആവരുത്. ആ ഒരു പൊസിഷനാണ് പുള്ളി എടുത്തത്. പിന്നെ ഷാ വലിയുള്ള, ഇദ്ദേഹവും ഒരു റിവൈവലിസ്റ്റ് മൂവ്മെന്റ് ആയിരുന്നു. അതായത് വെസ്റ്റേൺ ഇൻഫ്ലുവൻസിൽ നിന്ന് ഇസ്ലാമിനെ മോചിപ്പിക്കണം, അങ്ങനെ വന്നൊരു മൂവ്മെന്റ് ആണിത്. പിന്നെ ടുട്ടുമിർ, ഇദ്ദേഹവും എന്താണ് ഈ വഹാബി മൂവ്മെന്റിന്റെ
പ്രൊപ്പോണന്റ് ആയിരുന്നു. അതും ഇതുപോലെ തന്നെ ഒരു റിവൈവലിസ്റ്റ് മൂവ്മെന്റ് തന്നെയായിരുന്നു. പിന്നീട് ഈ വഹാബിസം കുറച്ചൊരു ആന്റി ബ്രിട്ടീഷ് ടോൺ അതിന് വന്നു എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ സിഖ് റീഫോം മൂവ്മെന്റ്സ്, സിംഗ് സഭ മൂവ്മെന്റ് ഉണ്ട്, പിന്നെ അകാലി മൂവ്മെന്റ് അല്ലെങ്കിൽ ഗുരുദ്വാര റീഫോം മൂവ്മെന്റ് നമ്മൾ സ്പെക്ട്രത്തിൽ വായിക്കുന്നതാണ് അല്ലെ. അപ്പൊ അത് രണ്ടും പഠിക്കുക. പിന്നെ പാഴ്സി റീഫോം മൂവ്മെന്റ്സിൽ എന്താണ് റഹ്നുമായി മസ്ദിയാസ്നൻ സഭ, എന്താണ് ദാദാഭായ് നവറോജി, എന്താണ് നവറോജി ഫുർദോജി, അങ്ങനെ കുറച്ച് SS ബംഗാളി ഇങ്ങനത്തെ കുറച്ച് ഫാഴ്സി റിഫോമേഴ്സ് ആണ് ഇത് ഫൗണ്ട് ചെയ്യുന്നത്. അവരുടെ പബ്ലിക്കേഷൻ ആയിരുന്നു റസ്ത് ഗഫ്താർ. ഓക്കെ, അതുപോലെ ഇറ്റ് വാസ് എൻ ആംഗ്ലോ ഗുജറാത്തി പേപ്പർ സ്റ്റാർട്ടഡ് ബൈ ദാദാഭായ് നവറോജി. പിന്നെ സേവാ സദൻ ബൈ BM മലബാറി. ഈ BM മലബാറിക്ക് വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ബെഹ്റംജി മലബാറി എന്താണ് രഖ്മാബായ് കേസ്? രഖ്മാബായ് കേസുമായിട്ട് ബന്ധപ്പെട്ട റീഫോമർ ആണ് എന്ത് അല്ലേ? പാഴ്സി റീഫോമർ ആണ്. BM മലബാറി പാഴ്സി റീഫോമർ ആണ്. രഖ്മാബായ് കേസ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എന്താ രഖ്മാബായ് കേസ്? റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ്. ആ രഖ്മാബായ് കേസാണ് ഏജ് ഓഫ് കൺസെന്റ് ആക്ട് 1891 നയിച്ചത്. അപ്പം ആ രഖ്മാബായ് കേസിൽ രഖ്മാബായിയെ ഒക്കെ സപ്പോർട്ട് ചെയ്തു നിന്ന ഒരു റീഫോമർ ആയിരുന്നു BM മലബാറി. ഓക്കെ, പിന്നെ നമ്മൾ മഹാരാഷ്ട്രയിൽ പിന്നെ പറയാൻ വിട്ടുപോയ ഒരാൾ DK കാർവേ ആണ്. പുള്ളി വിഡോ റീമാരേജ് അതുപോലെ വിമൻസ് എഡ്യൂക്കേഷൻ അതിനൊക്കെ വേണ്ടി വർക്ക് ചെയ്ത റിഫോമർ ആണ് അല്ലെ. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട കുറെ മൂവ്മെന്റ്സ്. നമുക്ക് എല്ലാം 1 by 1 ഒന്നും എടുത്ത് പറയാൻ പറ്റത്തില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇതും നിങ്ങൾ കവർ ചെയ്ത് പോയാൽ മതി. ഇവരുടെ പബ്ലിക്കേഷൻസ് ഫോക്കസ് ചെയ്യുക, ആരൊക്കെയാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, പിന്നെ അവരുടെ ഒരു ബ്രോഡർ ഐഡിയ എന്താണ് അത് മസ്റ്റായിട്ടും ഫോളോ ചെയ്യണം. ഓക്കെ, ഇപ്പം അഹമ്മദിയ സെക്ട് കുറച്ച് ലിബറൽ സെക്ട് ആണ്. അതേസമയം ഫറൈസി മൂവ്മെന്റോ അല്ലെങ്കിൽ ദിയോബാന്ദ് മൂവ്മെന്റ് ഒക്കെ എന്താണ് കുറച്ച് കൺസർവേറ്റീവ്സ് ബ്രാഞ്ച് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഡിഫറൻഷിയേഷൻ ഒക്കെ നമുക്ക് ഉണ്ടാവണം. ഓക്കെ, പിന്നെ എന്താ പറയാ ഈ പെസന്റ് മൂവ്മെന്റ്സും ട്രൈബൽ മൂവ്മെന്റ്സും ഒക്കെയാണ്. അപ്പൊ അത് ഒരു 5 മിനിറ്റോടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു തീർക്കാം. പറ്റത്തില്ല? ടെസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, എന്നാൽ നമുക്ക് നിർത്താം. ഓക്കെ, അപ്പൊ നാളെ നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്നത് എന്തായിരിക്കും? കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ്സ് ആയിരിക്കും. റെഗുലേറ്റിംഗ് ആക്ട് മുതൽ 1935 ആക്ട് വരെ. അപ്പൊ നാളത്തെ സെഷൻ ആരും മിസ്സാക്കാതിരിക്കുക. പലർക്കും കൺഫ്യൂസിങ് ആണ് ആ ഏരിയ. അപ്പൊ അത് മാക്സിമം നാളെ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം.